guys. Good evening, guys. See, നമ്മൾ 100 question series electromagnetic induction and AC 4 അല്ലേ? Electromagnetic induction and AC 100 question series സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. AC-ലെ ഒന്ന് രണ്ട് കോൺസെപ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കടാ. ഗുഡ് ഈവനിങ്. സുഖല്ലേ എല്ലാവർക്കും? സൗണ്ട് കുറവാണ്. സൗണ്ട് ഇപ്പൊ സെറ്റ് ചെയ്യടാ. സൗണ്ട് സെറ്റ് ഇപ്പൊ സെറ്റായില്ലേ? യാ ആപ്പ് സെഷൻ ഉണ്ട്. എ സി നമ്മൾ ആപ്പ് സെഷൻ എടുക്കും കേട്ടോ. എ പി നമ്മൾ ആപ്പ് സെഷൻ എടുക്കും. ആപ്പിൽ നമ്മൾ എ സിയുടെ സെഷൻ ഉണ്ട്. നാളെ വൈകിട്ട് സെഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ടൈം ടേബിൾ അറിയിക്കും കേട്ടോ. സൗണ്ട് കുറവാണ്. ഇപ്പൊ പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കടാ, എ സിയുടെ കുറച്ച് ക്വസ്റ്റ്യൻ, ചില ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ട കോൺസെപ്റ്റ് നമ്മൾ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, രാവിലെ മോട്ടിവേഷൻ ചോദിച്ചാൽ കൊടുത്തോന്ന്? ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ അതിൻ്റെ ആൻസർ പറഞ്ഞല്ലോ. ഇപ്പം അത് പറയണ്ടല്ലോ. ഓക്കെ, എ സി അപ്ലൈ ടു പ്യുവർ റെസിസ്റ്റർ. നോക്ക്, റെസിസ്റ്റീവ് സർക്യൂട്ട്. എ സി എന്ന ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എ സി അപ്ലൈ ടു റെസിസ്റ്റർ, എ സി അപ്ലൈ ടു ഇൻഡക്ടർ, എ സി അപ്ലൈ ടു കപ്പാസിറ്റർ. ഈ മൂന്ന് സർക്യൂട്ട്, ഇൻഡക്റ്റീവ്, റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഈ മൂന്ന് സർക്യൂട്ടിൻ്റെ സെപ്പറേറ്റ്ലി നമ്മൾ അനലൈസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻസും കുറച്ച് കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, എ സി ഒരു റെസിസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി റെസിസ്റ്റർ എ സിനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ കറണ്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V is equal to V0 sin omega t as we know. കറണ്ടിൻ്റെ ഇക്വേഷൻ വരിക I is equal to I0 sin omega t. രണ്ടും സൈനസോയിഡൽ ഫംഗ്ഷൻസ് ആണ്. രണ്ടും ഒരേ ഫേസിലാണ്. എന്ന് വെച്ചാൽ കറണ്ട് സൈൻ ഫംഗ്ഷൻ, വോൾട്ടേജും സൈൻ ഫംഗ്ഷൻ. അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന അതേപോലെ തന്നെ വോൾട്ടേജും ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളൊരു സർക്യൂട്ടിൽ എ സി ഉള്ള ഒരു സർക്യൂട്ട്, അതായത് ഒരു റെസിസ്റ്റർ ഉള്ള സർക്യൂട്ടിലേക്ക് എ സി അപ്ലൈ ചെയ്ത് വെച്ചു. എ സി ആസ് എ സോഴ്സ് ഓഫ് ഇ എം എഫ്. അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് സോഴ്സ് ഓഫ് ഇ എം എഫ് പ്ലേസ് ചെയ്തു. അതിൽ റെസിസ്റ്റർ കണക്ട് ചെയ്തു. റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് ഒരു അമ്മീറ്ററും കണക്ട് ചെയ്തുകൊണ്ട് രണ്ടിൻ്റെയും റീഡിങ് നോക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, എന്നിട്ട് റീഡിങ് നോക്കുന്ന സമയത്ത് വോൾട്ട് മീറ്ററിൻ്റെയും അമ്മീറ്ററിൻ്റെയും റീഡിങ് ഒരേ സമയമാണ് ഇൻക്രീസും ഡിക്രീസും ചെയ്യുക. പക്ഷേ വോൾട്ട് മീറ്ററിലെ റീഡിങ് മാക്സിമം ആകുമ്പോൾ തന്നെ കറണ്ടും അമ്മീറ്ററിലെ റീഡിങ്ങും മാക്സിമം ആവും, കറണ്ടും മാക്സിമം ആവും. വോൾട്ടേജ് 0 ആകുമ്പോൾ കറണ്ടും 0 ആവും. എന്ന് വെച്ചാൽ വോൾട്ടേജും കറണ്ടും ഒരേപോലെയാണ് കൂടുകയും കുറയും ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല, രണ്ടും ഒരേ ഫേസിലാണെന്ന്. അപ്പോൾ കറണ്ടിന് ഇക്വേഷനായി, വോൾട്ടേജിന് ഇക്വേഷനായി. കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലാണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് 0 ആണ്. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് 0 ആണ്. ഫേസ് ഡിഫറൻസ് 0 എന്ന് പറയുമ്പോൾ കോസ് ഫൈ 1 ആണ്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറാണ്. പവർ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് കോസ് ഫൈ എന്ന് പറഞ്ഞത്. കോസ് ഫൈ 1 ആണ്. അപ്പോൾ ആവറേജ് പവർ വരിക, ആവറേജ് പവർ കൺസ്യൂംഡ് പെർ സൈക്കിൾ ഇസ് ഈക്വൽ ടു IRMS VRMS. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് ആവശ്യമുള്ളത്. അതിൽ RMS കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ RMS കറണ്ട് ഇസ് ഈക്വൽ ടു RMS വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. മാക്സിമം കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെഡി? നൗ വോൾട്ടേജ് അപ്ലൈ ടു എ പ്യോർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. പ്യോർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ നമ്മൾ എ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഇക്വേഷൻ, ആദ്യം വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതാം. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു V0 sin omega t ആയിരിക്കും. കറണ്ട് ഇസ് ഈക്വൽ ടു I0 sin omega t പ്ലസ് π/2 ആയിരിക്കും. പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഇസ് ലീഡിങ് ബൈ ആൻ ആംഗിൾ ഓഫ് π/2. കറണ്ട് ലീഡിങ് ആണ്. എത്ര ആംഗിൾ വെച്ചിട്ടാണ് ലീഡിങ്? π/2 വെച്ചിട്ടാണ് ലീഡിങ്. സോ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ഇസ് ലീഡിങ് ബൈ ആൻ ആംഗിൾ ഓഫ് π/2. കറണ്ട് ലീഡിങ്, വോൾട്ടേജ് ലാഗിങ്. എത്ര ഫേസ് ഡിഫറൻസ്? π/2. ഫേസ് ഡിഫറൻസ് π/2. ഫേസ് ഡിഫറൻസ് φ is equal to π/2. അപ്പോൾ കോസ് π/2 is equal to 0. കോസ് ഫേസ് ഡിഫറൻസ്, കോസ് ഫേസ് ഡിഫറൻസ്, കോസ് ഓഫ് ഫേസ് ഡിഫറൻസ്, കോസ് ഫൈ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? പവർ ഫാക്ടർ. അപ്പോൾ പ്യോർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലെ പവർ ഫാക്ടർ എത്രയാണ്? 0 ആണ്.
അപ്പോൾ പവർ ഇല്ലാത്ത ആവറേജ് പവർ കൺസ്യൂം ചെയ്യാത്ത സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ വാട്ട്ലെസ് സർക്യൂട്ട് എന്ന് വിളിക്കും. ഇനി അവിടെ ഈ എ സി ഒരു കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ എ സിനെ ഓപ്പോസ് ചെയ്യുന്നു. ആ ഓപ്പോസിഷൻ offered by the capacitor is called capacitive reactance. അതിൻ്റെ ഇക്വേഷൻ 1/C omega ആണ്. ഓർക്കുന്നുണ്ടല്ലോ, 1/C omega. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ. കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ. അപ്പോൾ ഇവിടുത്തെ ആംഗുലാർ ഫ്രീക്വൻസി കൂട്ടിയാൽ ഈ കപ്പാസിറ്റർ എ സിയെ നന്നായിട്ട് ഓപ്പോസ് ചെയ്യും. ഓക്കെ, കറണ്ടാണ് ലീഡിങ്, വോൾട്ടേജ് ലാഗിങ് ആണ്. ഓക്കെ, ഇവിടെ ആവറേജ് പവർ പി ആവറേജ് ഈസ് ഈക്വൽ ടു 0. റെഡി? ഇനി എ സി അപ്ലൈ ടു ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യോർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലേക്ക് എ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V is equal to V0 sin omega t and current is equal to I0 sin omega t minus pi/2. അവിടെ കറണ്ടിൻ്റെ ഇക്വേഷനിൽ -π/2 ആണ്. -π/2 എന്ന് പറയുമ്പോൾ കറണ്ട് ലാഗിങ് ആണ്. സോ എ സി അപ്ലൈ ടു ഇൻഡക്ടറിൽ കറണ്ട് ലാഗിങ് ആണ്, വോൾട്ടേജ് ലീഡിങ്ങും. അപ്പോൾ കറണ്ട് ലാഗിങ് ബൈ ആൻ ആംഗിൾ ഓഫ് π/2. അപ്പോൾ ഫേസ് ഡിഫറൻസ് π/2. അപ്പോൾ കോസ് ഓഫ് ഫേസ് ഡിഫറൻസ് കോസ് ഫൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു 0. ആവറേജ് പവർ ഇസ് ഓൾസോ 0. ആവറേജ് പവർ 0 ആണെങ്കിൽ ഈ സർക്യൂട്ട് നമ്മൾ വാട്ട്ലെസ് സർക്യൂട്ട് എന്ന് വിളിക്കും. ഇനി ഒരു എ സി ഇൻഡക്ടറിലേക്ക് കണക്ട് ചെയ്താൽ ഇൻഡക്ടറിലൂടെ കടത്തിവിട്ടാൽ ആ ഇൻഡക്ടർ എ സിയെ ഓപ്പോസ് ചെയ്യും ഡ്യൂ ടു ബാക്ക് EMF. അങ്ങനെ ഓപ്പോസ് ചെയ്യുന്നതിനെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കും. ദാറ്റ് ഇസ് XL ഇസ് ഈക്വൽ ടു L ഒമേഗ. അപ്പോൾ XL ഇസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ. നമ്മൾ കൊടുക്കുന്ന എ സിയുടെ ആംഗുലാർ ഫ്രീക്വൻസി കൂട്ടിയാൽ ഈ ഇൻഡക്ടർ എ സിയെ ഓപ്പോസ് ചെയ്യുന്ന ഓപ്പോസിഷൻ കൂടും. ഓക്കെ, അതെ, പവർ 0 ആകുന്നതിനെയാണ് വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. വാട്ട്ലെസ് സർക്യൂട്ടും അതായത് പവർ 0 മീൻസ് അതിൻ്റെ സെൻസ് ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ശരിക്കും പവറിൻ്റെ ഇക്വേഷൻ P ആവറേജ് ഇസ് ഈക്വൽ ടു IRMS VRMS cos phi. IRMS VRMS cos phi. ഇതിനെ ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി IRMS cos phi ഇൻറ്റു VRMS. അപ്പോൾ ഇതിൽ കറണ്ടിൻ്റെ രണ്ട് കോമ്പോണൻറ്റ് എന്നുള്ള രൂപത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ കോസ് ഫൈ കോമ്പോണൻ്റ് ആണ് പവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. VRMS ഇൻറ്റു IRMS കോസ് ഫൈ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ കോസ് കോമ്പണൻറ്റ്. അപ്പോൾ കറണ്ടിൻ്റെ കോസ് കോമ്പണൻ്റ് ആണ് അവിടെ പവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോസ് ഫൈനെ നമ്മൾ പവർ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പം നോക്ക്, ഇവിടെ വോൾട്ടേജ് ഇവിടെയാണെന്ന് വിചാരിച്ചോ, കറണ്ട് ഇവിടെയാണെന്ന് വിചാരിച്ചോ. ഇനി ഞാൻ ഫേസർ ഡയഗ്രങ്ങളാണ് വരയ്ക്കുന്നത്. തൽക്കാലം ഞാൻ പറയുന്ന രൂപത്തിലൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഇത് കറണ്ടും വോൾട്ടേജും നമ്മളുടെ ഫേസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ കറണ്ടിനെ രണ്ട് കോമ്പണൻ്റ് ആക്കിയാൽ ഒരു കോമ്പണൻറ്റ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് വോൾട്ടേജ് വരും, അത് I cos phi. ഒരു കോമ്പണൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് വോൾട്ടേജ് വരും, അത് I sin phi. അപ്പോൾ നോക്ക്, വോൾട്ടേജിൻ്റെ അതേ ഡയറക്ഷനിൽ വരുന്ന കറണ്ടിൻ്റെ കോമ്പണൻ്റാണ് പവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വോൾട്ടേജിൻ്റെ അതേ ഫേസിൽ വരുന്ന കറണ്ടിൻ്റെ കോമ്പണൻറ്റും. അങ്ങനെയാണ് നമുക്ക് കറണ്ടിൻ്റെ കോസ് ഫൈ കോമ്പണൻ്റ് ആണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഫൈ 90 ആണെങ്കിലോ ആ കറണ്ടിന് കോസ് കോമ്പണൻ്റ് ഇല്ല. കാരണം കോസ് 90 എത്ര? 0 ആണ്. അപ്പോൾ ആ കറണ്ടിന് കോസ് കോമ്പണൻ്റ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ അത് ഒരു വാട്ട്ലെസ് കറണ്ടാണ്. ആ കറണ്ട് ഒഴുകുന്ന സർക്യൂട്ട് വാട്ട്ലെസ് സർക്യൂട്ടാണ്. വാട്ട്ലെസ് എന്ന് പറഞ്ഞാൽ വാട്ടില്ല എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ ഇല്ല, വാട്ടില്ല. വാട്ട്ലെസ് കറണ്ട് എന്ന് പറഞ്ഞാൽ പവർ ഇല്ലാത്ത, ആവറേജ് പവർ കൺസ്യൂം ചെയ്യാത്ത സർക്യൂട്ട്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്ക്, an alternating voltage. റെഡിയാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇന്നത്തെ 100 ക്വസ്റ്റ്യൻ സീരീസിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കി. an alternating voltage of 220 volt and 50 hertz frequency is applied across a capacitor of capacitance 2 microfarad is connected. Then the impedance of the circuit is. നോക്കൂ, ഇമ്പിഡൻസ് ഓഫ് ദ സർക്യൂട്ട് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇമ്പിഡൻസ് അല്ല, അവിടെ റിയാക്റ്റൻസ് ആണ് ഉണ്ടാവുക. കാരണം an alternating voltage of 220 and 50 hertz frequency is applied across a capacitor. അപ്പോൾ ഇതൊരു പ്യോർ കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ട്, അവിടെ നമുക്ക് ഇമ്പിഡൻസ് അല്ല, ആക്ച്വലി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അങ്ങനെയാണ് നമ്മൾ പറയാം. ഇമ്പിഡൻസ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല.
ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ സർക്യൂട്ട്, അതാണ് നമ്മൾ ഇമ്പിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സി ഒഴുകുമ്പോൾ ആ എ സിയെ എത്ര കണ്ട് ഓപ്പോസ് ചെയ്യുന്നോ ആ ഓപ്പോസിഷനെയാണ് നമ്മൾ ആക്ച്വലി ഇമ്പിഡൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അവിടെ കപ്പാസിറ്റർ മാത്രം ആയതുകൊണ്ട് കപ്പാസിറ്റി റിയാക്റ്റൻസ് എക്സ് സി. എന്താ എക്സ് സിൻ്റെ ഇക്വേഷൻ മക്കളെ പറ? 1/C ഒമേഗ 1/C എത്ര? 2 മൈക്രോ ഫാരഡ് 2 × 10⁻⁻⁶. ഒമേഗ എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, ഒമേഗ 2πν ആണ്. പല ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഒമേഗ 2πν ആണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 2 × π × ന്യൂ എത്ര? 50. അപ്പോൾ എക്സ് സി ഈസ് ഈക്വൽ ടു 1/2 × 10⁻⁶. അവിടെ 2 × 50 100 ആവും. ശരിയല്ലേ? നോക്ക്, ഈ 2ഉം ഈ 50യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആവും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആവും. ആ 100ഉം 10⁻⁻�6ഉം കട്ട് ചെയ്താൽ നമുക്കവിടെ -4 ആവും. ആ -4 മുകളിലേക്ക് പോട്ടെ. ആ -4 മുകളിലേക്ക് പോയാൽ മുകളിൽ 10⁻+4 ആവും, താഴെ 2π ആവും. അപ്പോൾ 10⁻+4 എന്ന് പറഞ്ഞാൽ 1ഉം 4 0ഉം ഡിവൈഡഡ് ബൈ 2π. മുകളിൽ 10,000 വരും. 10,000ഉം രണ്ടും കട്ട് ചെയ്താൽ നമുക്ക് 5000 കിട്ടും. താഴെ ഒരു പൈ ഉണ്ട്. സോ 5000 ഡിവൈഡഡ് ബൈ പൈ, ദാറ്റ് മച്ച് ഓഫ് ഓം. ഓം ആണ് ഇമ്പിഡൻസിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും ഒക്കെ യൂണിറ്റ്. അപ്പോൾ 5000, ഒരു സീറോയും കൂടെ ഉണ്ടല്ലോ, 5000 ഡിവൈഡഡ് ബൈ പൈ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ പ്യോർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഓഫ് പ്യോർ ഇൻഡക്ടർ of 25 millihenry is connected to a source of 220 volt is given to the frequency of the source is 50 Hz. The RMS current in the circuit will be. നോക്കൂ, ഈ 220 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് RMS ആയിരിക്കും. ഒന്നും പറയാതെ കറണ്ട്, ഒരു ഓൾട്ടർനേറ്റിംഗ് സോഴ്സിൻ്റെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിൽ ഒന്നും പറയാതെ കറണ്ട് എന്ന് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ തന്നാൽ അത് RMS വാല്യൂ ആണ്. അപ്പോൾ ഒന്നും പറയാതെ ഒരു വാല്യൂ തന്നാൽ RMS വാല്യൂ ആണ്. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് വോൾട്ടേജ് 220 എന്ന് പറഞ്ഞാൽ അത് RMS ആണ്. ഒന്നും പറയാതെ തന്നാൽ RMS ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? RMS കറണ്ട് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സോഴ്സ് ഒഴുകുന്ന സർക്യൂട്ട് ആയതുകൊണ്ടും ഇത് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ടും നമ്മൾ എഴുതേണ്ടത് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്നല്ല, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസ്. റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടാണെങ്കിൽ V/R. ഈ ആറിന് പകരമാണ് ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെയും കപ്പാസിറ്റീവ് സർക്യൂട്ടിലെയും XL XC എന്ന് പറയുന്ന റിയാക്റ്റൻസ്. റെസിസ്റ്റൻസ് കറണ്ടിന് ഓപ്പോസ് ചെയ്യുന്നു, XL ഉം XC യും കറണ്ടിന് ഓപ്പോസ് ചെയ്യുന്നു. സെയിം മീനിങ് ആണ്, ഒരേ യൂണിറ്റ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് വരുന്നിടത്തൊക്കെ നിങ്ങൾക്ക് XL XC, റെസിസ്റ്റൻസ് വരുന്ന ഇക്വേഷനിലൊക്കെ റെസിസ്റ്റൻസിന് പകരമായിട്ട് ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ XL യൂസ് ചെയ്യാം, കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ XC യൂസ് ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് RMS വോൾട്ടേജ് ഡിവൈഡഡ് ബൈ XC, ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് 220 ആണ് ഡിവൈഡഡ് ബൈ XC എന്ന് പറഞ്ഞാൽ L ഒമേഗ അല്ലേ? L എന്ന് പറഞ്ഞാൽ 25 × 10⁻³ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് 2π ന്യൂ 50 ആണ്. റെഡി? അപ്പോൾ 220 ഡിവൈഡഡ് ബൈ 2 × 50 100 വരും. അപ്പോൾ 25 × 10⁻³ ഇൻറ്റു 100. ഇവിടെ ഒരു പൈ കാണുന്നില്ലേ? ഇവിടെ 22 കാണുന്നില്ലേ? ഇവിടെ പൈ കാണുന്നുണ്ട്, 22 കാണുന്നുണ്ട്. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് കത്തിക്കണം, ഓടണം. ദാറ്റ് ഈസ് പൈ ഈസ് ഈക്വൽ ടു 22 ഡിവൈഡ് ബൈ 7. അപ്പോൾ 22 ഗെറ്റ് ക്യാൻസൽ ഔട്ട്. 7 മുകളിലേക്ക് പോവും. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സീറോയും കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ 0യും 10⁻³ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ ഇവിടെ -2 എന്ന് കിട്ടും. ഇനി മുകളിലേക്ക് പോയാൽ അവിടെ 7 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 10⁻² മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ 10⁻+2 ആവും. ഈ -2 മുകളിലേക്ക് പോകുമ്പോൾ +2 ആവും. +2 എന്ന് പറഞ്ഞാൽ 100, 2 0 വരും. അപ്പോൾ 700 ഡിവൈഡ് ബൈ 25. 700 എത്ര? 25 പോവും. 100 4 25 പോവും. 100 4 × 25 പോവും. പിന്നെ 700 എത്ര പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 4 ടൈംസ്. അപ്പോൾ 700 7 × 4 പറഞ്ഞാൽ മനസ്സിലായ മക്കളെ? അപ്പോൾ എത്രയായി? 28. സോ നമ്മൾ കറണ്ടല്ല കണ്ടുപിടിച്ച് 22 ആമ്പിയർ. അത് RMS കറണ്ടാണ്. കാരണം നമ്മൾ RMS വോൾട്ടേജിനെയാണ് നമ്മൾ റിയാക്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്. സോ ആൻസർ ഇസ് 28. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എക്സാക്ട്ലി. TPP ഇല്ലായിരുന്നു. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ EMIയിലേക്ക് കിടക്കുകയാണേ മക്കളെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കടാ. മാഗ്നറ്റിക് ഫ്ലക്സ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കി. മാഗ്നറ്റിക് ഫ്ലക്സ് ϕ in a closed circuit
of resistance 10 ohm varies with the time according to the equation. So flux is given as a function. ഇങ്ങനെ ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് വേണ്ടത് ഇൻ 0.25 സെക്കൻഡ്സ്. കറണ്ട് വേണമെങ്കിൽ ആദ്യം ഇ എം എഫ് കണ്ടുപിടിക്കാം. ഇ എം എഫ് ഇസ് ഈക്വൽ ടു d∅/dt. ദാറ്റ് ഈസ് ഈക്വൽ ടു d∅/dt. d∅/dt. So d/dt of flux എത്ര? 6t² minus 5t plus 1. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യടാ മക്കളെ. 6t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6 into 2 that is 12t minus 5 plus 1 കോൺസ്റ്റൻ്റ് പോയി. ഓക്കെ, അപ്പോൾ ഇ എം എഫ് ഇനി അവിടെ ഒരു മൈനസ് ഉണ്ടാവും. മൈനസ് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഓപ്ഷനകത്ത് നെഗറ്റീവ് ഓപ്ഷൻസ് ഇല്ല. ഇനി വേണമെങ്കിൽ നമുക്ക് മൈനസ് ഇട്ടേക്കാം. ഓക്കെ, മൈനസ് ഇടാം. ഓക്കെ, മൈനസ് ഇട്ടേക്കാം. ഓക്കെ, ഇ എം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? സമയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സമയം എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എത്രാമത്തെ സമയത്തെ കറണ്ടാണ് ചോദിച്ചത്? 0.25. അപ്പോൾ ആ സമയത്തുള്ള ഇ എം എഫ്, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് ആണ്. ഇതൊരു ഫംഗ്ഷനാണ്. ഓരോ ടൈമിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ഡിഫറൻസിയേഷൻ മാത്സിലെടുത്താലേ തിരിയൂ. ഇയാൾ +1 സ്റ്റുഡൻ്റ് ആണോ? +1 സ്റ്റുഡൻസ് ആണെങ്കിൽ ഡിഫറൻസിയേഷൻ നമ്മൾ +1 ഫിസിക്സിന് ആവശ്യമുള്ള ഡിഫറൻസിയേഷനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സാറ് കൈകൊണ്ട് ആക്ഷൻസ് അത് ഇവിടെ പറഞ്ഞാടാ, ടെക്നീഷ്യൻസ് അടുത്ത് പറഞ്ഞാ. ഓക്കെ, സി ഇ എം എഫ് ഇസ് ഈക്വൽ ടു ടൈമിൻ്റെ വാല്യൂ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 0.25. 0.25 എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ? അതാ സൗകര്യം. 0.25 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സോ മൈനസ് ഓഫ് 12 into 1/4 minus 5. So EMF is equal to minus of 12 into 1/4. 12 ഉം 4ഉം കട്ട് ചെയ്താൽ 12ൽ 4 3 ടൈംസ് പോകും. 3 minus 5. അപ്പോൾ EMF is equal to 3 minus 5 minus 2. മൈനസും പ്ലസ് ആയി. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് അവിടെ കാര്യമുണ്ട്. അപ്പോൾ 2 വോൾട്ടാണ് ഇ എം എഫ്. നമുക്ക് കറണ്ടാണ് വേണ്ടത്. അപ്പോൾ കറണ്ട് ഇസ് ഈക്വൽ ടു ഇ എം എഫ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 10. 2/10 is 0.2 ആംപിയർ. മക്കളെ കിട്ടുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. ഒരുപാട് കുട്ടികളെ ആൻസേഴ്സ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ രാവിലെ പഠിച്ചതെല്ലാം കൃത്യമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. പഠിച്ച കുട്ടികൾക്ക് രാവിലത്തെ ക്ലാസ് കണ്ട് കൃത്യമായിട്ട് പഠിച്ച കുട്ടികൾ വേഗത്തിൽ ആൻസേഴ്സ് പറയുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ circuit with a coil of resistance 2 ohm and the magnetic flux changes from 2 Weber to 10 Weber in 0.2 seconds. The charge that flows through the coil during the time delta Q is equal to change in flux ഓക്കെ നിങ്ങൾ എന്നോട് രാവിലെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ക്യൂക്കും ഫൈക്കും ഒരേപോലെ, ക്യൂവും ഫൈ ഒരേപോലെ തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ചാർജിന് സ്മോൾ ലെറ്റർ ക്യൂ കൊടുക്കാം. ഡെൽറ്റ ഫൈ ഡിവൈഡഡ് ബൈ ആർ. ഇതല്ലായിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഓർക്കുന്നുണ്ടല്ലോ? ഫ്ലക്സിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 വെബറിൽ നിന്നും 10 വെബറായി എന്ന് പറഞ്ഞാൽ ഫ്ലക്സിലുള്ള ചേഞ്ച് 10 - 2/r. ആർ എത്ര? 2. അവിടെ ടൈമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാർജ് ഇപ്പോൾ +2 കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ +2 കഴിഞ്ഞെങ്കിൽ ഡിഫറൻസിയേഷൻ അറിയാതിരിക്കില്ലല്ലോ. +2 കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ അറിയാതിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞിരുന്നു ചാർജ് ഫ്ലോയിങ് ഈസ് ഇൻഡിപെൻഡ്സ് അപ്പോൺ ടൈം. ആ ടൈം കട്ടായി പോകും. അപ്പം 10 - 2 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കൂളോം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. യെസ്, ആൻസേഴ്സ് പറയുന്ന ആളുകളുടെ ഒക്കെ പേര് എനിക്ക് വായിക്കണമെന്നുണ്ട്. പക്ഷേ അനന്ത് സാജി യു അഗെയിൻ. അനന്ത് സാജിൻ്റെ പേര് വിളിക്കായിട്ട് 2 പ്രാവശ്യമൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ക്യൂറ്റ് അവിടെ അനന്ത് സാജി, നൂർലിയ, അർജുൻ, യെസ്, മർവാൻ, ആസ്കടെക്, ജോയൽ. യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ. നോക്കൂ. സി ഇൻ ദ ഫിഗർ the magnetic flux through the loop is increases according to the relation phi is equal to 10t² plus 20t, where flux in milliweber, t in second. The magnitude of current through the resistor R is equal to 2 ohm. Okay, at t is equal to 5 seconds. So ഇവിടെ സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൻ്റെ
ഒരു ലൂപ്പാണ്. ആ ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട്. എന്താണത് അതെന്താ അറിയടാ, ഈ ചാറ്റും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ഈ ചാറ്റ് കാണുന്ന സ്ക്രീനും എൻ്റെ ക്യാമറൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിലാണ് ഞാൻ എൻ്റെ പ്രിവ്യൂവും അതേപോലെ ചാറ്റും വായിക്കുന്നത്. ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കണ്ണാണില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ പെറുക്കി വായിക്കുന്നത് കേട്ടോ. മുഹമ്മദ് നിയാസ്, യെസ്, ബിന്ദു, ഓക്കെ. അപ്പോൾ നോക്ക്, ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ലൂപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത് കാരണം ഈ ലൂപ്പിൽ ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു എ റിലേഷൻ ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, അവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, നമുക്ക് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം EMF കണ്ടുപിടിക്കണം. EMF കണ്ടുപിടിക്കാൻ ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. d/dt ഓഫ് ഫംഗ്ഷൻ നേരിട്ട് ചെയ്തിട്ട് 10t² + 20t. ചെറിയ ഫംഗ്ഷൻസ് അല്ലേ, എളുപ്പമല്ലേ, കുഞ്ഞു ഫംഗ്ഷൻസ്. 20t + 20, ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ 5. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 × 5 + 20, 100 + 20, ദാറ്റ് ഈസ് 120. 120 മില്ലി ആംപിയറിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അവിടെ ഫ്ലക്സ് മില്ലി വേബറിലാണ്. അപ്പോൾ ആ 2 മില്ലി അവിടെ ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ചിന്തിക്കേണ്ട. ആ 2 മില്ലി അവിടെ തന്നെ ഉണ്ട്. യെസ്, കണ്ണടൻ്റെ പവർ ചെക്ക് ചെയ്യൂ സാർ. ഓക്കെ, ചെയ്യാം, താങ്ക് യു, നന്നായി വരും. അപ്പോൾ ഞാൻ ബാക്കി ചെയ്യട്ടെ. അപ്പോൾ അവിടെ നമുക്ക് എന്തായിട്ട് EMF ആയിട്ട് EMF മില്ലി വോൾട്ടിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. സോറി, മില്ലി വോൾട്ട്, മില്ലി വേബർ, അപ്പോൾ മില്ലി വോൾട്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട കറണ്ടാണ്. കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. കറണ്ട് ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 2 മില്ലി ആംപിയർ, 60 മില്ലി ആംപിയർ. ഓക്കെ, ആക്ച്വലി ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് ഇല്ല, അവിടെ ഡാഷാണ്. അവിടെ നമ്മൾ എഴുതാനാണ്, അത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അവിടെ ഓപ്ഷൻസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താണ്. പക്ഷേ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ. 100 ക്വസ്റ്റ്യൻ സീരീസ് Xylem ആപ്പിൽ റെക്കോർഡഡ് ആയിട്ട് കിട്ടുന്നില്ല. കുഡ് യു പ്ലീസ് ഫിക്സ് ഇറ്റ്? ഓഫ് കോഴ്സ്, ഞാൻ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. എടാ മോനെ പറ സാറേ, ഓക്കെടാ, സെറ്റ്. നോക്ക്, ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് യെസ്, ഇത് ചെയ്യും മക്കളെ, ലെൻസസ് ലോൻ്റെ അപ്ലിക്കേഷൻ ഇത് ചെയ്യും. കമോൺ, ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ ലൂപ്പ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ. നോക്ക്, എടാ മോനെ, ഓനോടെ യെസ് ചെയ്യടാ, രാവിലത്തെ പോലെ. കമോൺട്രാ, നോക്ക്, ഇവിടെ 2 ലൂപ്പുണ്ട്. അതായത് ഇതൊരു സിറ്റുവേഷനാണ്. ഈ ലൂപ്പ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഡോട്ട് വരച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് എന്നാണ് അർത്ഥം, ക്രോസ് വരച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആണ്. 5 ഓപ്ഷൻസ് ഇൻ കീം. ബട്ട് ഇനി വരാൻ പോകുന്ന എക്സാം CBT ആണ്. 4 ആണോ 5 ആണോ നമുക്ക് ഉറപ്പില്ല. ഇനി വരാൻ പോകുന്നത് CBT എക്സാം ആണ്. ഇതുവരെയുള്ള മീൻസ് പെൻ പേപ്പർ എക്സാമിനേഷനിൽ 5 ഓപ്ഷൻസ് ആണ് ഉണ്ടാവാറ്. ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷൻ കുറവുണ്ടോയെന്നാണ് നിങ്ങൾ നോക്കുന്നത്. സാറിനെ രാവിലെ കുഴപ്പിച്ച ചോദ്യം ഞാനല്ലല്ലോ, നിങ്ങളല്ലേ കുഴഞ്ഞത്. ഓപ്ഷൻ A1A. നോക്കാം നമുക്ക്. നോക്കടാ, ഈ കോയിൽ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല, ഉണ്ടോ? ഇല്ല. ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബൗണ്ടറി ഇവിടാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബൗണ്ടറിക്ക് പുറത്താണ് ഇയാൾ. യെസ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇത് പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് ആ കോയിലിൻ്റെ ഉള്ളിലുള്ള ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടെയാണ്. നൗ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 0. ബട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആവും. അപ്പോൾ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അത് പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരിക ചെയ്യുക. സോ ഇത് പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഔട്ട്വേർഡ് അതായത് അവിടെ ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്. അപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ ആ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുക ചെയ്യുക. അപ്പോൾ കോയിൽ എന്തിനാ ശ്രമിക്കുക? ഫീൽഡ് കൂടിയാൽ കുറയ്ക്കാൻ നോക്കും.
ഫീൽഡ് കുറഞ്ഞാൽ കൂട്ടാൻ നോക്കും, കൂടിയാൽ കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഇവിടെ ഔട്ട്വേർഡ് ഫീൽഡ് കൂടി, അപ്പോൾ കോയിൽ എന്ത് ചെയ്യും? ആ ഔട്ട്വേർഡ് ഫീൽഡ് കുറയ്ക്കാൻ നോക്കും. ഔട്ട്വേർഡ് ഫീൽഡ് കുറയ്ക്കണമെങ്കിൽ കോയിൽ എന്ത് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം? ഔട്ട്വേർഡ് ഫീൽഡ് കുറയ്ക്കണമെങ്കിൽ കോയിൽ എന്ത് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം? ഔട്ട്വേർഡ് ഫീൽഡ് കുറയ്ക്കണമെങ്കിൽ കോയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? എക്സാക്ട്ലി ഇൻവേർഡ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇൻവേർഡ് ക്ലോക്ക് വൈസ്. ഓക്കെ, ഇനി നോക്ക്, ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഈ സ്ട്രെയിറ്റ്, അത് ഫസ്റ്റ് സിറ്റുവേഷൻ കേട്ടോ, ഫസ്റ്റ് സിറ്റുവേഷനിൽ ക്ലോക്ക് വൈസ്. ഇനി ഇവിടെ നോക്ക്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ വിച്ച് ക്യാരീസ് കറണ്ട് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ തമ്പ് ഇങ്ങനെ മുകളിലേക്കും ബാക്കി ഫിംഗേഴ്സൊക്കെ ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് മൂവിങ് ഇൻ ടു ദ പ്ലെയിൻ. സോ ഹിയർ വി ഹാവ് ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആ കോയിൽ ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ്. സാർ എവിടെ മോഷൻ പറഞ്ഞിട്ടുള്ളത്? കാരണം ക്യാൻ വി യൂസ് റൈറ്റ് ഹാൻഡ് റൂൾ? എനിക്ക് മനസ്സിലായില്ല സാർ. എടാ ലെൻസസ് ലോ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം അങ്ങ് പോകും, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. സാബു, വിത്ത് ഓൾ റെസ്പെക്റ്റ്, ലെൻസസ് ലോ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. ഓക്കെ, കാരണം ഒരുപാട് സമയം എടുത്ത് നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ആ പോർഷൻ പോയി അറ്റൻഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഇവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ദ കോയിൽ ഈസ് മൂവിങ് എവേ ഫ്രം ദ കണ്ടക്ടർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കണ്ടക്ടറിൻ്റെ തൊട്ടടുത്ത പ്ലേസിലൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. ദൂരോട്ട് ഇപ്പോൾ കോയിൽ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കോയിൽ ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ പറ, ലൊക്കേഷൻ നമ്പർ 1-ലാണോ ലൊക്കേഷൻ നമ്പർ 2-ലാണോ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക? അത് പറടാ, ഈ 1 നേരിയ സ്ഥലത്താണോ 2 നേരിയ സ്ഥലത്താണോ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക? ഒബ്വിയസ്ലി 1-ലല്ലേ, വിച്ച് ഇസ് നിയർ ടു ദ കണ്ടക്ടർ. That is why the coil is moving from a region of stronger magnetic field to the weaker magnetic field. അപ്പോൾ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വീക്കർ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കുറയാണ് ചെയ്യുക. ഏത് ഫീൽഡാണ് കുറയുന്നത്? ഇൻവേർഡ് ഫീൽഡ് ഇസ് റെഡ്യൂസിങ്. ഇൻവേർഡ് ഫീൽഡ് കുറയുന്നു. ഇൻവേർഡ് ഫീൽഡ് കുറഞ്ഞാൽ കോയിൽ എന്തിനാണ് ശ്രമിക്കുക? ഇൻവേർഡ് ഫീൽഡ് കുറയുന്നതാണ് EMF ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ആ കാരണത്തിന് ഓപ്പോസ് ചെയ്യും, ദാറ്റ് ഇസ് ലെൻസസ് ലോ. അപ്പോൾ ഇൻവേർഡ് ഫീൽഡ് കുറഞ്ഞാൽ കോയിൽ എന്തിനാണ് ശ്രമിക്കുക? അത് കൂട്ടാൻ ശ്രമിക്കും. കുറഞ്ഞാൽ കൂട്ടാൻ നോക്കും. അപ്പോൾ ഇൻവേർഡ് ഫീൽഡ് കുറഞ്ഞു, അത് കൂട്ടണമെങ്കിൽ ഇൻവേർഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ പേര് മാറ്റി വരാം. ഓക്കെ, സാബുവിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ പേര് മാറ്റി വരാം. ഇനി പേര് മാറ്റി വന്നിട്ട് വീണ്ടും വന്നിട്ട് സർ ലെൻസസ് ലോ എന്ന് പറയുന്നിട്ടാ. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ ലെൻസസ് ലോ പറഞ്ഞുതരാം. അറ്റ് ദി എൻഡ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബിയേഡിൻ്റെ രഹസ്യം എന്താണ്? യെസ്, സ്കീമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യം അത്. ബിയേഡിൻ്റെ രഹസ്യം എന്താണ്? 4 ഓപ്ഷനും ഉണ്ടാവും. കരട് നെയ് ആവണ. ഓക്കെ, ഇത് പഠിക്കും മോനെ. അപ്പോൾ കോയിൽ ഇൻവേർഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ക്ലോക്ക് വൈസ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ആയിരിക്കണം. ഇൻവേർഡ് ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ്, രണ്ടിലും ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓപ്ഷൻ 3 is the right answer. ഇത് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആണ് എല്ലാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. സാബ് ഫാദറിൻ്റെ നെയിമായിരിക്കും, അല്ലെങ്കിലും സർനെയിം വിളിക്കാനാണ് സുഖം. സാർ 3 ആൻസർ വരേണ്ടതെന്ന്. അതെ, 3 ആൻസർ. ഓപ്ഷൻ 3 is the right answer. 1 പറഞ്ഞത് തെറ്റിപ്പോയി. അതാ ഈ കോയിൽ മൂവ് ചെയ്യുന്നു എന്നുള്ള കോൺസെപ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് 1 പറഞ്ഞത്. ഓക്കെ, റെഡിയാണോ? റുഫൈദ് KP, ഹായ് ജാബിർ സാർ. ഹായ് റുഫൈദ്. സാർ ഒരു ഹായ് തരുമോ? റുഫൈദ് KP, ഞാൻ ഉദ്ദേശിക്കുന്ന റുഫൈദ് ആണെങ്കിൽ ഹായ്. ഗോപിക, ഹായ് അനിയൻ സാർ. അത് അനിയൻ സാർ തന്നെയാണ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ കറന്റ് ക്യാരിങ് വയർ ഈസ് പ്ലേസ്ഡ്
A current carrying wire is placed below a coil in its plane with the current flowing as shown. If the current increases, okay. നോക്ക്, a current carrying wire is placed below a coil its plane if the current increases. നോക്കടാ, ഇവിടെ ഒരു കോയിൽ ഉണ്ട്, ഈ കോയിലിൻ്റെ താഴത്ത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഏപ്രിൽ ഫൂളാണോ അനിയ? ഞാൻ തന്നെ ബ്രോ. അടുത്തത് കയറാനുള്ളത് റുഫൈറ്റ് സാറാണോ? ഫേക്ക് ആവും സാർ. DQ സാർ. ഓക്കെ, കമോൺ ഇവിടെ വാ. നോക്ക്, ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദ വാല്യൂ ഓഫ് കറണ്ട് ഇഫ് ദ കറണ്ട് ഇൻക്രീസസ്, കറണ്ട് ഇൻക്രീസ് ചെയ്താൽ ഈ കോയിലിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകും. ആ ഫ്ലക്സ് ചേഞ്ച് കാരണം ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു. ഓക്കേടാ, താടിക്കാരൻ ജേവിയോ, എടാ നീ ഇപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന ഐഡിയ ആണത്. കൊള്ളാം മോനെ, എനിക്കിഷ്ടമായി. ഓക്കെ, സി ദിസ് ഇസ് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ തമ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചാൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. തമ്പ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ എന്നിട്ട് ആ ഫിംഗേഴ്സ് കേൾ ചെയ്ത് നോക്കുക. തമ്പ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ഇത് തമ്പ്. നിങ്ങൾ ഇത് ഡയഗ്രാം വരച്ചിട്ട്, പാവം സാർ, ഡയഗ്രാം വരച്ചിട്ട് താഴെയുള്ള കണ്ടക്ടറിൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് വെച്ചിട്ട് റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് എടുത്ത് നോക്കൂ. ഈ മുകൾ ഭാഗത്തുള്ള ഫിംഗേഴ്സ് പുറത്തേക്ക് മടക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. സോ ഇവിടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക ഔട്ട്വേർഡ് ആയിരിക്കും. സോ ഇവിടെ എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്. എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണെന്ന് മാത്രമല്ല കറണ്ട് ഇൻക്രീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്. പിന്നെ ഇഫ് ദ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. എന്ത് സംഭവിക്കും മക്കളെ? സി ലെൻസസ് ലോ എന്താണ്? ബേസിക്കലി ലെൻസസ് ലോ എന്താണ്? എന്ത് കാരണം കൊണ്ടാണോ EMF ഉണ്ടാവുന്നത് ആ കാരണത്തിനെ ഓപ്പോസ് ചെയ്യും. എന്ത് കാരണം കൊണ്ടാണോ EMF ഉണ്ടാവുന്നത് ആ കാരണത്തിനെ ഓപ്പോസ് ചെയ്യും. സാർ ഫുള്ള് ഷേവ് ചെയ്ത് അടുത്ത ലൈവിൽ വരുമോ? ആടാ, നോക്കിയിരുന്നിട്ട് അപ്പോൾ വരാം. എനിക്ക് എന്തൊക്കെ കാണണ്ട്? അർജുൻ എസ്. ഓക്കെ, സി എന്ത് കാരണം കൊണ്ടാണോ EMF ഉണ്ടാവുന്നത് ആ കാരണത്തിനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതാണ് EMF ഉണ്ടാവാനുള്ള കാരണമെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടിയിട്ടാണ് EMF ഉണ്ടാകുന്നതെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഫീൽഡ് ഉണ്ടാക്കണം, എന്നാലേ കുറയുള്ളൂ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു എന്ന് വിചാരിച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞിട്ടാണ് EMF ഉണ്ടാകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞതാണ് EMF ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ അത് കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞാൽ അത് കൂട്ടണമെങ്കിൽ അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഒന്നും കൂടെ കണ്ണ് തുറന്ന് നോക്ക്. കറണ്ട് ഇങ്ങോട്ടല്ലേ? കറണ്ട് ഇങ്ങോട്ടേക്കാകുമ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം മാഗ്നറ്റിക് ഇത് കൈയാണ് കേട്ടോ മക്കളെ, വേറെ എന്തോന്ന് വിചാരിക്കേണ്ട. ദിസ് ഇസ് കൈ. ഇതിപ്പോൾ 6 വരലായല്ലോ. ഈ ഫിംഗേഴ്സ് തമ്പ് ഈ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വെച്ചിട്ട് ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ ഫിംഗറിൻ്റെ കേളിങ് വരെ ഔട്ട്വേർഡ് ആണ്. സോ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും. കറണ്ട് ഇതിന് എന്താ സംഭവിക്കുന്നത്? കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടും. എക്സിസ്റ്റിംഗ് ഫീൽഡ് കൂടുന്നതാണ് EMF ഉണ്ടാവാനുള്ള കാരണം. എക്സിസ്റ്റിംഗ് ഫീൽഡ് കൂടിയിട്ടാണ് EMF ഉണ്ടാവുന്നതെങ്കിൽ കോയിൽ എന്തിനാ ശ്രമിക്കുക? എക്സിസ്റ്റിംഗ് ഫീൽഡിനെ കുറയ്ക്കാൻ നോക്കും. ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കുറയ്ക്കണമെങ്കിൽ കോയിൽ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കോയിൽ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് magnetic field produce ചെയ്യണമെങ്കിൽ the current in the coil should be in clockwise direction. So a clockwise current will be induced in the coil. That is option C is the right answer. Clear ആണോ സാർ? എൻ്റെ കമൻറ്റ് കാണാമോ? തീർച്ചയായിട്ടും കാണാമല്ലോ. എൻ്റെ കമൻറ്റ് കാണുന്നുണ്ടല്ലേ ഞാൻ വായിക്കുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസ്, ഇൻവേർഡ് ക്ലോക്ക് വൈസ് കിട്ടിയടാ? ഓക്കെ, നെക്സ്റ്റ്. ഇത് നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ലെൻസസ് ലോ നന്നായിട്ട്
ലെൻസസിലോ നന്നായിട്ട് അറിയെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്തിനാണാവോ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, മക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതൊരു കോയിൽ, സർക്കുലാർ കോയിൽ. സർക്കുലർ കോയിൽ അല്ലേ? ഇനി ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വിചാരിച്ചോ. ആ ഡയറക്ഷനിൽ ഞാൻ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ആ ഡയറക്ഷനിൽ എൻ്റെ കൈ കാണുന്നുണ്ടല്ലോ, ആ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ആ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് കേൾ ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് വരിക? ഔട്ട്വേർഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് വരിക? ഔട്ട്വേർഡ്. ഇനി കറണ്ട് തിരിച്ചാണ്, ഇപ്പം ഞാൻ വരച്ച ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിൽ ഞാൻ ഫിംഗേഴ്സ് കേൾ ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ്. ഓക്കെ, അങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കട്ടോ. ഇനി ക്വസ്റ്റ്യൻ നോക്ക്. എ ബാർ മാഗ്നറ്റ് ഇസ് മൂവിങ് A bar magnet is moving along with the axis of a copper ring is placed far away from the magnet. അപ്പോൾ ഇവിടെ ഒരു കോപ്പർ റിംഗ് ഉണ്ട്. A bar magnet which is placed very far away from the coil and this is the axis. Okay, രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ഡയഗ്രാം ഞാനിതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, looking from the side of the magnet an anti-clockwise current is found to be induced in the ring. അപ്പോൾ looking from the side of the magnet എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണ്. മാഗ്നറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മോനെ ഞാൻ ലൈവിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത്, ഇവിടെ നിന്ന് എനിക്കിത് ഈ കമൻറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനേ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നോട് പറയാതെ ടെക്നിക്കൽ ടീമിനെ ബന്ധപ്പെടൂ. ഓക്കെ, അതിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നോക്ക്, ലുക്കിംഗ് ഫ്രം ദ സൈഡ് ഓഫ് ബാർ മാഗ്നറ്റ് വെച്ച ഭാഗത്താണ് നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ട്രൂ? എന്തിന്? an anti-clockwise current is found. Anti-clockwise current found. ഇവിടുന്ന് നോക്കുമ്പോൾ ആൻറ്റി കറണ്ട് കാണണമെങ്കിൽ ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാണണമെങ്കിൽ ഇവിടുന്ന് നോക്കുമ്പോൾ ആ പോള് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നോർത്ത് പോൾ, ക്ലോക്ക് വൈസ് സൗത്ത് പോൾ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നോർത്ത് പോൾ. ഇതാ ഇവിടെ നോർത്ത് പോള് ഡെവലപ്പ് ചെയ്യണം. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാണണമെങ്കിൽ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യണം. നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഒരു നോർത്ത് പോൾ ഇസ് മൂവിങ് ടുവേർഡ്സ് ദ കോയിൽ ആയിരിക്കണം, അല്ലെങ്കിൽ സൗത്ത് പോൾ ഇസ് മൂവിങ് എവേ ഫ്രം ദ കോയിൽ ആയിരിക്കണം. അപ്പോഴാണ് അവിടെ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്ക് ഏതാ ഓപ്ഷൻ വരിക? സൗത്ത് പോൾ ഇസ് ഫേസിങ് ദ റിംഗ് ആൻഡ് ദ മാഗ്നറ്റ് മൂവ് ടുവേർഡ്സ്, അല്ല, നോർത്ത് പോൾ ഫേസസ് ദ റിംഗ് ആൻഡ് മാഗ്നറ്റ് മൂവ് ടുവേർഡ്സ് ഇറ്റ്. രണ്ടാമത്തെ ശരിയാണ്. സൗത്ത് പോൾ ഫേസിങ് ദ റിംഗ്, മാഗ്നറ്റ് ഇസ് മൂവിങ് എവേ ഫ്രം ഇറ്റ്, ശരിയാണ്. സോ 2ഉം 3യുമാണ് കറക്റ്റ് വരിക. 2, 3, ദാറ്റ് ഇസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ കോപ്പർ റിംഗ് ഹാവിങ് എ കട്ട് സച്ച് ഇസ് നോട്ട് ഫോം എ കംപ്ലീറ്റ് ലൂപ്പ്. അപ്പോൾ ഒരു സർക്കുലർ റിംഗ്, അതിനൊരു കട്ടും ഒരു കട്ട്, ഒരു ഓപ്പണിങ്. ദ ലൂപ്പ് ഇസ് ഹെൽഡ് ഹൊറിസോണ്ടലി. എ ബാർ മാഗ്നറ്റ് ഇസ് ഡ്രോപ്പ്ഡ് ത്രൂ ദ റിംഗ്, നോർത്തോ സൗത്തോ എന്തോ ആയിക്കോട്ടെ. ദെൻ ദ ആക്സിലറേഷൻ ഓഫ് ഫാളിംഗ് മാഗ്നറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ നോക്ക്, ഈ ബാർ മാഗ്നറ്റ് ഈ റിങ്ങിൻ്റെ അകത്തു കൂടെ, ഈ ബാർ മാഗ്നറ്റ് റിങ്ങിൻ്റെ അകത്തു കൂടെ താഴേക്ക് ഇങ്ങനെ വീഴുമ്പോൾ ആക്സിലറേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ആക്സിലറേഷൻ കുറയുകയാണ് ചെയ്യുക. ബിക്കോസ് ഈ നോർത്ത് അടുത്തേക്ക് വരുമ്പോൾ കോയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുമ്പോൾ നോർത്ത് അടുത്തേക്ക് വരുമ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈ നോർത്തിന് റിപ്പൽ ചെയ്യും. അപ്പോൾ ആക്സിലറേഷൻ കുറയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻ 2 എന്ന് പറയാൻ തോന്നും, പക്ഷേ തെറ്റാണ്. ഇവിടെ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ജി ആയിരിക്കും. ഹൗ എന്ന് ചോദിച്ചാൽ
ഇവിടെ ഒരു കട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ ക്വസ്റ്റ്യൻ. എ കോപ്പർ റിംഗ് ഹാവിങ് എ കട്ട് സച്ച് ആസ് നോട്ട് ഫോം എ കംപ്ലീറ്റ് ലൂപ്പ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് റിംഗ് അല്ല, ലൂപ്പ് ഫുൾ അല്ലാത്തതുകൊണ്ട് കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവില്ല. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഇതൊരു കംപ്ലീറ്റ് റിംഗ് അല്ല. കംപ്ലീറ്റ് റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, ബട്ട് ദർ ഇസ് നോ കറണ്ട്. ഈ രണ്ടറ്റവും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ദർ വിൽ ബി ഇ എം എഫ്, ബട്ട് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ദ സർക്യൂട്ട് ഷുഡ് ബി വെരി ക്ലോസ്ഡ്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതുകൊണ്ട് അവിടെ നോർത്തോ സൗത്തോ മറ്റൊന്നും ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ ഈ നോർത്ത് വളരെ ഈ കൂടെ പോകും. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു ജി. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A coil of wire of certain radius has 600 turns and self-inductance 108 millihenry. The self-inductance of second similar coil of 500 turns will be. Self-inductance is proportional to square of number of turns. അപ്പോൾ രണ്ടാമത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം. ആദ്യത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് 108 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു proportional to n square അല്ലേ. അപ്പോൾ n1 divided by n2 the whole square. So self inductance L is equal to 108 into n1 എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പർ ഓഫ് ടേൺസ് എത്ര? അല്ല, ഇത് രണ്ടാമത്തത് ഡിവൈഡ് ബൈ ആദ്യത്തെ അല്ലേ. ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സെക്കൻഡ് കോയിൽ. ഓക്കെ, സെക്കൻഡ് കോയിലാണ്. സെക്കൻഡ് കോയിലിൻ്റെതാണ് ഞാൻ L2. ഫസ്റ്റ് കോയിലിൻ്റെ 108 ആണ്. അപ്പോൾ n2 by n1 ഹോൾ സ്ക്വയർ. ഒന്നുമില്ല മക്കളെ, ഫസ്റ്റ് കോയിലിൻ്റെ ടേൺസ് 600 ആണ്. അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് 108 ആണ്. സെക്കൻഡ് കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. സെക്കൻഡ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് 500 ആണ്. അപ്പോൾ സെക്കൻഡ് കോയിലിൻ്റെത് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കോയിലിൻ്റെത് ഇസ് ഈക്വൽ ടു സെക്കൻഡ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് സ്ക്വയർ. ഈ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ L2 is equal to 5 square is 25 divided by 6 square is 36 into 108. ഓക്കെ, 36 108 എത്ര പ്രാവശ്യം പോകും? 36 യെസ് 3 times. 30 3 times 90, പിന്നെ 6 18 90 യെസ് 108. അപ്പോൾ ഇവിടെ 3 times പോകും. 3 into 25 75. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അനന്തു കട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. എ ലോങ് solenoid has 500 turns. When a current of 2 ampere is passed through it, the resultant magnetic flux linked with each turn of the solenoid is 4 into 10 raised to minus 3. The self-inductance of the solenoid. Self-inductance is equal to total flux divided by current. ഒരു ടേണിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് 4 into 10 raised to minus 3 into അങ്ങനെ 500 ടേൺസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ കറണ്ട് is equal to 2 ampere. ഈ രണ്ട് സീറോയും 10 raised to minus 3 കട്ട് ചെയ്താൽ -1. 4 into 5 20. 20 into 10 raised to minus 1 ഡിവൈഡ് ബൈ 2. ഈ സീറോയും -1 കട്ട് ചെയ്തു, പിന്നെ 2 2 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Sir, how become successful in life? Self-induced EMF is 25 volt. When the current changes uniform rate, changed at a uniform rate from 10 ampere to 25 ampere in 1 second, the change in energy of the inductance will be. മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടും. തീർച്ചയായിട്ടും കൂടും. മാഗ്നറ്റിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കൂടും. പെട്ടെന്ന് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. എത്ര വേഗത്തിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയാം. അത് രാവിലത്തെ മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഫ്ലക്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്താൽ d5/dt കൂടുതലായിരിക്കും. അപ്പോൾ EMF കൂടും, കറണ്ട് കൂടും. ഓക്കെ. Eat 5 star, do nothing. സൂപ്പർ. ഓക്കെ, ഇവിടെ നമുക്ക് എനർജിയിലുള്ള ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. എനർജിയുടെ ഇക്വേഷൻ എന്താ? U is equal to ½ LI².
കറണ്ട് 10 നിന്ന് 25ലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ എനർജിയിലുള്ള ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു. ഹാഫ് എല്ലിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ I2 സ്ക്വയർ മൈനസ് I1 സ്ക്വയർ. ഇതാണ് എനർജിയിലുള്ള ചേഞ്ച്. ഇത് ചെയ്യണമെങ്കിൽ L അറിയണം. L ക്വസ്റ്റിൽ തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ L കണ്ടുപിടിക്കണം. ഓക്കെ, സി. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. അതിനാണ് ഒരു ഡാറ്റ തന്നത്. ഇൻഡ്യൂസ്ഡ് EMF 25 വോൾട്ട് ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു L ഇൻറ്റു di/dt ആണ്. ഇൻഡ്യൂസ്ഡ് EMF 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt. ചേഞ്ച് ഇൻ കറണ്ട് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുമ്പോൾ 10ൽ നിന്നും 25ലേക്ക് കറണ്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ 25 മൈനസ് 10 15 ഡിവൈഡഡ് ബൈ ടൈം 1. അപ്പോൾ 25ഉം 5ഉം 25ഉം 15ഉം 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 വരും, ഇവിടെ 3 വരും. സോ 5 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു L. കിട്ടി. അതിന് അടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് L 5 ഡിവൈഡഡ് ബൈ 3. കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് I2 സ്ക്വയർ 25ൻ്റെ സ്ക്വയർ 625 മൈനസ് 100ൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ 100. 5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 625 മൈനസ് 100 ദാറ്റ് ഇസ് 525. അപ്പോൾ 525 ഡിവൈഡഡ് ബൈ 525 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 6 525നേക്കാൾ കുറവായിരിക്കും. ഓൾമോസ്റ്റ് അല്ല, 437.5. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A pair of coil N1 and N1, a pair of coil of turns N1 and N2 are kept close together. The current passing through the first reduced at a rate of R. Okay, അപ്പോൾ di/dt R ആണ്. അപ്പോൾ EMF 3 വോൾട്ട്. The developed across the first coil. If the second coil carries a current which is reduced at a rate of 2R, yes, induced EMF is proportional to rate of change of current. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആദ്യം 6 ആയിരുന്നു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF 3 മില്ലി വോൾട്ട് ആയിരുന്നു. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 2R ആയി. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഡബിൾ ആയാൽ ഇൻഡ്യൂസ്ഡ് EMF ഡബിൾ ആവും, 6 മില്ലി വോൾട്ട് ആവും. ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇടാതെ റിപ്ലൈ മനസ്സിലായില്ല. മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, യെസ്. എ ലൈറ്റ് ബൾബ് and an insulator coil are connected to an AC source through a key as shown in figure below. The key is closed. After some time an iron rod is inserted into the interior of the inductor. The glow of the bulb. എന്താ സംഭവിക്കുക നോക്കൂ. ഇതിൽ നമ്മൾ ഒരു മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തു. വിച്ച് മീൻസ് കണക്റ്റഡ് ടു AC സോഴ്സ് ഷോൺ ഫിഗർ. കീ ഈസ് ക്ലോസ്ഡ്. an iron rod is inserted. അയൺ റോഡ് ഇൻസേർട്ട് ചെയ്താൽ അയൺ റോഡിൻ്റെ പെർമിയബിലിറ്റി കൂടുതലാണ്. ഇനീഷ്യലി ഈ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 Ni ആണ്. അയൺ റോഡ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ μ0 അല്ല, μ ഓഫ് അയൺ ഇൻറ്റു Ni ആണ്. അയണിൻ്റെ പെർമിയബിലിറ്റി എയറിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സഡൻലി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് സഡൻലി ഇൻക്രീസ് ചെയ്താൽ ഫ്ലക്സ് നന്നായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ബാക്ക് EMF ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതിലൊരു സോഫ്റ്റ് അയൺ കോർ അതിലൊരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് XL കൂടും. XL കൂടുന്ന സമയത്ത് ഈ ബൾബിൻ്റെ ഗ്ലോ ഒന്ന് കുറയും. കാരണം കറണ്ടിനൊന്ന് ഓപ്പോസ് ചെയ്യുന്ന ആ ഓപ്പോസിഷൻ കൂടും. അപ്പോൾ ഡിക്രീസസ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ബോർഡ് എക്സാമിന് പഠിച്ചിട്ടുണ്ട് ബാക്ക് EMF. യെസ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The magnetic potential energy stored in a certain inductor is 25 millijoule.
then the current in the inductor is 60 milliampere. The inductor is of inductance. Inductance ആണ് കണ്ടുപിടിക്കേണ്ടത്. എനർജി തന്നിട്ടുണ്ട്. എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ ആണ്. എനർജി തന്നിട്ടുണ്ട് 25 മില്ലി ജൂൾ ആണ്. ദാറ്റ് ഈസ് 25 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. ഇൻഡക്റ്റൻസ് എൽ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു കറണ്ട് സ്ക്വയർ. കറണ്ട് 60 മില്ലി ആംപിയർ. 60 മില്ലി ആംപിയറിനെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3600 ഇൻറ്റു 10⁻³ സ്ക്വയർ ചെയ്താൽ -6. -3യും -6ഉം കട്ട് ചെയ്താൽ അവിടെ ഒരു -3 കിട്ടും. ഈ 2 0യും -3യും കട്ട് ചെയ്താൽ അവിടെ ഒരു -1 ഉണ്ടാവും. ഈ 2 അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ 25 ഇൻറ്റു 2 50 ആവും. ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 10⁻⁻1. ആ -1 മുകളിലേക്ക് പോയാൽ 500 ഡിവൈഡ് ബൈ 36. 500 ഡിവൈഡഡ് ബൈ 36, 13.89. That is option D is the right answer. Sir, I didn't get the previous question. എടാ അതൊന്നുമില്ലടാ. ഈ ബൾബ് നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബൾബ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൂടെ AC ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലുള്ളിൽ കൂടെ പോകുമ്പോൾ ഈ കോയിൽ എന്തുണ്ടാവും? ഫ്ലെക്സ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മളൊരു ഒരു അയൺ റോഡ്, സോഫ്റ്റ് അയൺ റോഡ് ഇൻസേർട്ട് ചെയ്തു. അയൺ റോഡ് ഇൻസേർട്ട് ചെയ്താൽ പെട്ടെന്നൊരു സഡൻലി ഇൻക്രീസ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് കൂടും. മാഗ്നറ്റിക് ഫീൽഡ് കൂടുമ്പോൾ ഫ്ലെക്സ് കൂടും. ഫ്ലെക്സ് കൂടുമ്പോൾ അതിനുള്ളിൽ ഒരു ബാക്ക് EMF ഉണ്ടാവും. ആ ബാക്ക് EMF കാരണം ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്പം കുറയും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോ? തീർച്ചയായിട്ടും മതിയടാ. ക്വസ്റ്റ്യൻ ചെയ്താൽ പോരാ, പഠിക്കുകയും വേണം കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് വാട്ടോ. ഞാൻ അത് കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ ബാക്ക് EMF കാരണം കറണ്ട് ലേശം കുറയും. അപ്പം ആ ബൾബിൻ്റെ ഗ്ലോയിൽ കുറവുണ്ടാവും. സോ ഹിയർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് 2 millihenry and 8 millihenry are placed so close together that the effective flux in one coil is completely linked with the other. നോക്ക്, 2 കോയിൽ അടുപ്പിച്ച് വെച്ചു. അപ്പോൾ ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ഫ്ലെക്സ് ഓഫ് വൺ കോയിൽ ഈസ് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് വിത്ത് ദ അതർ കോയിൽ. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് കപ്ലിംഗ് K is equal to 1 ആണ്. അങ്ങനെയെങ്കിൽ ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 കോയിൽ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അങ്ങനെയെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് രണ്ടിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് L1 ഇൻറ്റു L2. ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. 2 കോയിലിൻ്റെ എനിവൺ ഹിയർസ് ടു ഗെറ്റ് മോർ PYQ ചാപ്റ്റർ. ഓക്കെ, നമുക്ക് 2 കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ഒന്ന് L1ഉം ഒന്ന് L2 ആണ്. അതായത് ഒന്നിൻ്റെ ഫ്ലക്സ് രണ്ടാമത്തേൽ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ അവർ പരസ്പരം അടുപ്പിച്ച് വെച്ചിട്ട് ഒന്നിൽ കറണ്ട് കൊടുത്ത്, ഒന്നിൽ AC കൊടുത്ത്, മറ്റേൽ ഒരു കോയിൽ AC കൊടുത്ത് സെക്കൻഡ് കോയിലിൽ AC ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M is equal to root of L1 L2. അപ്പോൾ M is equal to root of 8 into 2 മില്ലിയിലാണ്. അപ്പോൾ റൂട്ട് ഓഫ് 16. അപ്പോൾ M is equal to root 16 is 4 millihenry. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ. എ വാരിയിങ് കറണ്ട് ഇൻ എ കോയിൽ ചേഞ്ചസ് ഫ്രം 10 ആംപിയർ ടു 0 ആംപിയർ ഇൻ 0.5 സെക്കൻഡ്സ്. 10 ആംപിയറിൽ നിന്ന് 0 ആംപിയറിലേക്ക് ചേഞ്ച് ചെയ്തു. എത്ര സെക്കൻഡ് ഉണ്ട്? 0.5 സെക്കൻഡ് ഉണ്ട്. ഇഫ് ദ ആവറേജ് EMF ഇൻഡ്യൂസ് ഇൻ ദ കോയിൽ ഇസ് 220 വോൾട്ട്, ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഈസ് EMF is equal to L into di/dt. EMF is equal to L into di/dt. EMF എന്ന് അവിടെ പറയുന്നത് 220 ആണ്. 220 is equal to L into di/dt. di/dt എന്ന് പറഞ്ഞാൽ കറണ്ടിലെ ചേഞ്ച്. 10 ആംപിയറിന്ന് 0ലേക്ക് എത്തി. 10 0ലേക്ക് എത്താൻ ഫൈനൽ മൈനസ് ഇനീഷ്യൽ 10 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറയുമ്പോൾ 1/2. 2 മുകളിലേക്ക് പോകും. അപ്പോൾ 220 is equal to L into 20. 0 ക്യാൻസൽ ചെയ്തു. 2ഉം 22ഉം ക്യാൻസൽ ചെയ്താൽ 11. That is option C is the right answer. Sir, K coefficient of coupling K is equal to 1 ആണ് അതിൽ. ആശിഷ് ജോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the self-inductance of a coil which produces 5 volt when the current changes from 3 ampere to 2 ampere in 1 milliseconds?
അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഇവിടെ നിന്ന് ഞാൻ ആ മൈനസ് ഓഫ് ഡി ഐ ബൈ ഡി ടി ചെയ്യുന്നില്ല കേട്ടോ, കാരണം അത് ഇടാതെ നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓപ്ഷൻസിൽ നെഗറ്റീവ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ 5 വോൾട്ട് ആണ് ഇ എം എഫ്. ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്താ? ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇ എം എഫ് എത്രടാ? 5 ഇസ് ഈക്വൽ ടു എൽ എത്ര? എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് 3 to 2 ആണ്. അപ്പോൾ ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക 1. എത്ര സെക്കൻഡ് കൊണ്ട്? മില്ലി സെക്കൻഡ്. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ അപ്പോൾ -3 മുകളിലേക്ക് പോകും. സോ 5 ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു 10⁻3. ആ 3 ഇങ്ങോട്ടേക്ക് വന്നാൽ 5 ഡിവൈഡഡ് ബൈ 10⁻³ ഇസ് ഈക്വൽ ടു എൽ. 5 ഇൻറ്റു 10⁻³ ഇസ് ഈക്വൽ ടു എൽ. 5 മില്ലി ഹെൻറി. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെഗറ്റീവ് സൈൻ ഇവിടെ നെഗറ്റീവ് സൈൻ എടുത്താലുണ്ടല്ലോടാ, ഇവിടെ പുറത്ത് നമ്മൾ നെഗറ്റീവ് എടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ 2 - 3 വരും, അവിടെ ഒരു മൈനസ് വരും, ആ മൈനസ് കട്ടാവും. ആൻഡ് ദിസ് ഈസ് ദ this is the last question. This is the last question of the discussion. Question വായിച്ചിട്ട് ആൻസർ പറ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറ. സിമ്പിൾ ക്വസ്റ്റ്യനാ. നോക്ക്, if the number of turns per unit length of a coil of solenoid is doubled, the self inductance of the solenoid will be. Number of turns per unit length, self inductance is proportional to n square. Self inductance is proportional to n square. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ടേൺസ് എന്തായെന്ന് പറഞ്ഞാൽ ഡബിൾ ആയി. ടേൺസിൻ്റെ നമ്പർ ഡബിൾ ആയി കഴിഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് 4 times ആവും. അപ്പോൾ ബിക്കംസ് 4 times. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സെഷൻ. നിങ്ങൾ നേരത്തെ അന്വേഷിച്ച സാർ എത്തിയിട്ടാ. എൻ്റെ അടുത്തൊരു കുട്ടി ചോദിക്കണേ, സാറ് തന്നെ അല്ലായിരുന്നോ കെമിസ്ട്രി എടുത്തതെന്ന്. അല്ല, അവരോടുണ്ട് സാറ് തന്നെയല്ലേ കെമിസ്ട്രി എടുത്തത്. എന്നിട്ട് അതിൽ പിള്ളേർ പറയുകയും ചെയ്തു, എന്താ അറിയോ, അങ്ങനെയാണെങ്കിൽ സാറ് താടി പഠിച്ചിട്ട് വാ അടുത്ത ലൈവിൽ നിന്ന്. ഞാൻ താടി പഠിച്ചാൽ നിങ്ങൾ ഓടും, ഞാൻ താടി പഠിച്ചാലും രണ്ടാണ്, നമ്മൾ രണ്ടും ഒന്നല്ല. ഞാൻ താടി പഠിച്ചാലും ഇവര് ഓടും. പൊക്കം തന്നെ നോക്ക് ജെബി സാറ്. അല്ല, പൊക്ക അവര് പൊക്ക കാണില്ല, കാരണം അവർ ഇത്രല്ലേ കാണുള്ളൂ. ഇത് അറിയാത്ത ആൾക്കാർ ഇനിയെങ്കിലും നോട്ട് ചെയ്ത് വെക്ക. ഇത് സുദർശൻ സാർ, SPK അല്ലേ? SPK. ഞാൻ JB ജാബിർ സാർ. സബ്ജക്ട് നോക്കടാ. അപ്പൊ ശരി മക്കളെ, ബൈ. അപ്പൊ ശരി സാർ, താങ്ക്സ് എ ലോട്ട്. ഇതെന്താ ഹൈറ്റ്? അത് ഭയങ്കര ഹലോ മക്കളെ, വെൽക്കം ടു ദ ക്ലാസ്. അല്ല, നിങ്ങൾ ഓൾറെഡി ക്ലാസ് ഉണ്ട്, നിങ്ങൾ എന്നെയാണ് വെൽക്കം ചെയ്യേണ്ടത്. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ മക്കളെ? മിനിമം ക്വാളിഫൈ മാർക്ക് കഴിഞ്ഞ ഇയർ വരെ 10,000. മിനിമം ക്വാളിഫൈ മാർക്ക് നോക്കി പോകല്ല മക്കളെ, മാക്സിമം മാർക്ക് നേടാൻ നോക്കുക. വിത്ത് ദ മിനിമം എമൗണ്ട് ഓഫ് ടൈം മാക്സിമം പ്രൊഡക്ടിവിറ്റി നേടാൻ നോക്കുക മക്കളെ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്. ഒരു മിനിറ്റ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
Good evening, Gopika. Good evening, Magius, Abhi. എനിക്ക് കെമിസ്ട്രി ടഫാണ്. മോന് മാത്രമല്ല, കുറേ പേർക്ക് ടഫാണ്. ഓക്കെ, പക്ഷേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മക്കളെ. ഈ ലാസ്റ്റ് നിമിഷം തിയറി വായിച്ചുകൊണ്ടിരിക്കാതെ പ്രോബ്ലംസ് മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഫൈൻ. സോ ലെറ്റ് us സ്റ്റാർട്ട് ദ ക്ലാസ് മക്കളെ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക മക്കളെ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ഒപ്പം തന്നെ ചെയ്യണം കേട്ടോ. സാറ് വാരി തരാനായിട്ട് കാത്തിരിക്കരുത്, എൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ നോക്കുക. The oxidation state of chromium in CrNH3,4Cl2+. ഇതിന്ന് ഉച്ചയ്ക്ക് ആരോ ചോദിച്ചിരുന്നു സർ, കാറ്റയോണിക് കോംപ്ലക്സുകൾക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു തരുമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, നമ്മൾ ഓൾറെഡി അവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിരുന്നു. ഇവിടെ വീണ്ടും നമുക്ക് ചെയ്യാം മക്കളെ. എന്താ ചെയ്യുക? ക്രോമിയത്തിന് എക്സ് ഇടുക. NH3 അറിയാലോ ന്യൂട്രൽ ലിഗാൻഡ് ആണ്, NH3 0 ആണ്. ഓക്കെ, Cl അറിയാലോ -1 ആണ്. സോ എക്സ് പ്ലസ് 0 × 4. എന്തുകൊണ്ടാണ് 0 × 4 ചെയ്തത്? കാര്യം 4 അമോണിയ ഉണ്ട്. പ്ലസ് -1 × -1 × -2. -1 × 2 എന്തുകൊണ്ടാണ് ചെയ്തത്? കാര്യം എന്താ? നമുക്ക് 2 ക്ലോറൈഡ് ഉണ്ട്. ഓക്കെ, ഇസ് ഈക്വൽ ടു 1 ആണോ 0 ആണോ വെക്കേണ്ടത്? ഇസ് ഈക്വൽ ടു 1 ആണോ 0 ആണോ വെക്കേണ്ടത്? 1 ആണ് വെക്കേണ്ടത്. കാര്യം എന്താ? ഇവിടെ ടോട്ടൽ ചാർജ് +1 അല്ല ഡൗട്ടന്മാരെ. ഇവിടെ ടോട്ടൽ ചാർജ് ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ ചാർജ് +1 ആണ്. സോ ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു 1. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സ് എത്ര കിട്ടും മക്കളെ? ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു +3. ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു +3. ഇസ് എ ക്ലിയർ? സി ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഫൈൻ. നിങ്ങൾ പലരും ചിലർ ഡി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ 0 വെച്ചു. നിങ്ങളിവിടെ 0 അല്ലടാ വെക്കേണ്ടത്. നിങ്ങൾ എന്താ വെക്കേണ്ടത്? നെറ്റ് ചാർജ് ആണ് വെക്കേണ്ടത്. നെറ്റ് ചാർജ്, ടോട്ടൽ സം ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഇസ് ഈക്വൽ ടു നെറ്റ് ചാർജ് ഓഫ് ദ സ്പീഷി. ഇവിടെ നെറ്റ് ചാർജ് ഓഫ് ദ സ്പീഷി +1 ആണ്. കണ്ടോ ആ +1? ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ ഇത്രയും മാഗ്നിഫൈ ചെയ്ത് തരാം. +1 കണ്ടോ നിങ്ങളവിടെ? ഫൈൻ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ COEN thrice twice SO4 thrice. രസകരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. COEN thrice twice SO4 thrice. ഇത് പല രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാം. നമ്മുടെ യൂഷ്വൽ മെത്തേഡ് വെച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ കൊബാൾട്ടിൻ്റെ എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, EN എത്രയാണ് മക്കളെ? EN 0 ആണ്. ഈഥൈലീൻ ഡയമീൻ അല്ലേ? ഈഥൈലീൻ ഡയമീൻ ന്യൂട്രൽ ലിഗാൻഡ്. അതേപോലെ തന്നെ സൾഫറിൻ്റെ എത്രയാണ് മക്കളെ? -6 ആണ്. SO4 2- സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -6 ആണ്. SO4 2- സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. -6 അല്ല, +6 ആണ്. ഓക്സിജൻ്റെ -2 ആണ്. എന്നിട്ട് ടോട്ടലി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ടോട്ടലി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും മക്കളെ? കൊബാൾട്ട് എത്ര എണ്ണം ഉണ്ട് നോക്കുക. കൊബാൾട്ട് എത്ര എണ്ണം ഉണ്ട്? ഒന്നല്ല, ഇവിടെ CO ട്വൈസ് ഉണ്ട്. ആ 2 കണ്ടോ? സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്ത് 2 കണ്ടോ? അപ്പോൾ കൊബാൾട്ട് 2x ഇടണം. കാര്യം 2 കൊബാൾട്ട് ഉണ്ട്. EN എന്തിട്ടാലും 0 ആണ്. കാര്യം ഇവിടെ 6 EN ഉണ്ടെന്ന് മനസ്സിലാക്കുക. 3 × 2 6 EN ഉണ്ട്. പക്ഷെ എന്തായാലും 0 ആണ് വരിക. ഓക്കെ, സോ 0 × 6 പ്ലസ് 6 × 3. കാര്യം എന്താ? സൾഫർ 3 എണ്ണം ഉണ്ട്. +6 × 3 പ്ലസ് -2 × 12. കാര്യം എന്താ? ഓക്സിജൻ 12 എണ്ണം ഉണ്ട്. 3 × 4 12 എണ്ണം ഉണ്ട്. ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു 0. നെറ്റ് ചാർജ് 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും മക്കളെ? -24 അങ്ങോട്ട് പോയി, 18 പോയി, എക്സ് ഇസ് ഈക്വൽ ടു 3 കിട്ടി. ഇത് പക്ഷെ കുറച്ചും കൂടെ രസകരമായിട്ട് ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് തരാം. ഇങ്ങനെ ചെയ്യണം എന്നില്ല. ഇപ്പം നിങ്ങൾക്ക് വേറൊരു നിവർത്തിയും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ വളരെ ഈസി ആയിട്ട് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അതും കൂടി സാറ് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ സൾഫറിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ വെള്ളത്തിലിടുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 3 SO4 2- കിട്ടും. ഞാൻ പറഞ്ഞിരുന്നു അയണൈസേഷൻ സ്ഫിയർ എല്ലാം സ്പ്ലിറ്റ് ആവും, കോർഡിനേഷൻ സ്ഫിയർ വേറെ സ്പ്ലിറ്റ് ആയി പോകും. ഓക്കെ, 3 SO4 2- കിട്ടും. പ്ലസ് മറ്റേ സൈഡിൽ എന്താ കിട്ടുക എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 2 COEN thrice ചാർജ് പറയാൻ പറ്റുമോ മക്കളെ? ഇതിൻ്റെ 3 SO4 2- 2 COEN thrice. ഇവിടുത്തെ ചാർജ് പറയാൻ പറ്റുമോ? ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് പറയാൻ പറ്റുമോ? 3 SO4 2- 2 COEN thrice. ഇവിടുത്തെ ചാർജ് പറയാൻ പറ്റുമോ? പറയുന്നവർക്ക് ഒരു പരിപ്പട വേണ്ടി തരാം.
ഇവിടുത്തെ ചാർജ് പറയാൻ പറ്റുമോ മക്കളെ? ഇവിടുത്തെ ചാർജ് പറയാൻ പറ്റുമോ മക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ Al2SO4 ത്രൈസ് എടുക്കുകയാണ്. Al2SO4 ത്രൈസ് എടുത്താൽ അത് സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 SO4 2 മൈനസും ടോട്ടൽ നെഗറ്റീവ് ചാർജ് 3 × 2 - 6 പ്ലസ് 2 Al3+ അല്ലേ വരിക? കാര്യം ടോട്ടൽ പോസിറ്റീവ് ചാർജ് +6 വരണം. ടോട്ടൽ പോസിറ്റീവ് ചാർജ് +6 വരണം. 2 × 3 +6 3 × 2 -6. സോ ബേസിക്കലി ഇവിടെ +3 അല്ലടാ വരിക, 2 ഈ കാറ്റയോൺ വരും, 2 ഈ കാറ്റയോൺ വരും. അപ്പോൾ ബേസിക്കലി ഈ കാറ്റയോണിൻ്റെ മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കൊബാൾട്ടിൻ്റെ എക്സ് ആയിട്ട് എടുക്കുക, കൊബാൾട്ടിൻ്റെ എക്സ് ആയിട്ട് എടുക്കുക. En 0 ആണെന്ന് അറിയാലോ. സോ എക്സ് + 0 × 3 = +3. ദാറ്റ് മീൻസ് എക്സ് = +3. അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ നോർമൽ ലോജിക്ക് വെച്ചിട്ട് ഇത് ചെയ്യാമെന്നുള്ളൂ. 2 എങ്ങനെയാടാ പറഞ്ഞത്? നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ 3 SO4 2- ഉണ്ട്. 3 SO4 2- എന്ന് പറയുമ്പോൾ ടോട്ടൽ ആനോണിക് ചാർജ് എത്ര? 3 × 2 - 6. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് 2 കാറ്റയോൺ ആണ്. 2 കാറ്റയോൺ ഇവിടെ നിന്ന് വരുന്നുണ്ട്. നോക്കിക്കേ, 2 കാറ്റയോൺ. അപ്പോൾ ഓരോ കാറ്റയോണിൻ്റെ ചാർജും +3 വേണ്ടേ? ഓരോ കാറ്റയോണിൻ്റെ ചാർജും +3 വേണ്ടേ മക്കളെ? ഓരോ കാറ്റയോണിൻ്റെ ചാർജും +3 വേണ്ടേ? ഗോട്ട് ഇറ്റ്. അങ്ങനെയും ചെയ്യാം. ഗോട്ട് ഇറ്റ്. യെസ് ഓ നോ? ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ മക്കളെ? കൊബാൾട്ട് എങ്ങനെയാണ് 2 വന്നേ? കൊബാൾട്ട് എങ്ങനെയാണ് 2 വന്നേന്നോ? ഇവിടെയോ? ആദ്യത്തെ മെത്തേഡിലാണ് മക്കളെ. ഈ പുറത്തൊരു 2 കണ്ടോ നിങ്ങൾ? ആ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പുറത്തൊരു 2 കണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? 2 കോർഡിനേഷൻ സ്ഫിയർ ഉണ്ട്, അതായത് 2 കൊബാൾട്ട് ഉണ്ട്. അതുകൊണ്ട് 2x എടുത്തത്. ഓക്കെ ആണോ മക്കളെ? സെറ്റാണ്. ഇനി അങ്ങനെ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 SO4 2- 2 COEN ത്രൈസ് 3+ കിട്ടും. അപ്പോൾ ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. COEN ത്രൈസ് 3+. കൊബാൾട്ടിൻ്റെ എന്തായിരിക്കണം? കൊബാൾട്ടിൻ്റെ വാല്യൂ +3 ആയിരിക്കണം. സിമ്പിൾ. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് +3 കിട്ടും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇസ് എ ക്ലിയർ? സെറ്റാണോ മക്കളെ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി IUPAC നെയിം ഫോർ ദ ഫോളോയിങ് കോംപ്ലക്സസ്. IUPAC നെയിം ഫോർ ദ ഫോളോയിങ് കോംപ്ലക്സസ് എന്താ മക്കളെ? നോക്കിക്കേ, 5 അമീൻ ഉണ്ട്. പെൻറ്റാ അമീൻ. ഓക്കെ, ഇസ് ഇറ്റ് ആപ്ലിക്കബിൾ? മൈക്ക് വെക്കും? ഇല്ലടാ, മൈക്ക് വെക്കേണ്ട ആവശ്യമില്ല. മൈക്കോടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മോളുടെ ഒന്ന് വോളിയം കൂട്ടി നോക്കുമോ? ഇസ് ഇറ്റ് ആപ്ലിക്കബിൾ ഇൻ ഓൾ നെയിമിംഗ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്? വാട്ട് ഈസ് ആപ്ലിക്കബിൾ കുട്ടാ? എന്ത് ആപ്ലിക്കബിൾ ആണെന്ന് ചോദിക്കുന്നത് മനസ്സിലായില്ലല്ലോ ജോ അല്ലേ? ഇത് നോക്കുക, പെൻറ്റാ അമീൻ ഇവിടെ ഉണ്ട്. NO2 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. NO2 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണെന്ന്. ഓർമ്മയുണ്ടോ? NO2 ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ? സോ NO2 ക്യാൻ ഗിവ് എ കോർഡിനേറ്റ് ബോണ്ട് ലൈക്ക് ദിസ്. അതായത് നൈട്രജൻ വഴി ഒരു കോർഡിനേറ്റ് ബോണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം ഓക്സിജൻ വഴി കോർഡിനേറ്റ് ബോണ്ട് കൊടുക്കാം. നൈട്രജൻ വഴിയും ഓക്സിജൻ വഴിയും കൊടുക്കാം. നൈട്രജൻ വഴി കൊടുക്കുമ്പോൾ NO2നെ നമ്മൾ വിളിക്കുന്നതാണ് നൈട്രീറ്റോ/N. ഓക്സിജൻ വഴി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്നതാണ് നൈട്രീറ്റോ/O. ജസ്റ്റ് ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ രണ്ടിനും സെയിം നൈട്രീറ്റോ എന്ന് തന്നെ വിളിക്കില്ല, എന്തെങ്കിലും ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ വേണ്ടേ? നൈട്രീറ്റോ/N ആണ് ഇത്. രണ്ടാമത്തത് നൈട്രീറ്റോ/O ആണ്. അപ്പോൾ ഇവിടെ NO2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ആണ് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ നൈട്രീറ്റോ/N ആണ് വരിക. അല്ലെങ്കിൽ ONO എന്ന് എഴുതി തന്നെ അവർ. ഇവിടെ ഇപ്പോൾ ONO എന്ന് എഴുതിയിരുന്നെങ്കിൽ, എൻ്റെ കുട്ടന്മാർ ഇവിടെ ONO എന്ന് എഴുതിയിരുന്നെങ്കിൽ ഓക്സിജൻ ആയിരുന്നു തന്നെ. അപ്പോൾ നൈട്രീറ്റോ/O എന്ന് കൊടുക്കേണ്ടി വന്നതാണ്. സോ ഇവിടെ പെൻറ്റാ അമീൻ നൈട്രീറ്റോ/N കൊബാൾട്ട് 3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് മക്കളെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് മക്കളെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ് വരിക. സോ കൊബാൾട്ട് 3 ക്ലോറൈഡ് ആണ് വരിക. കൊബാൾട്ട് 3 ക്ലോറൈഡ് ആണ് വരിക. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? സെറ്റാണോ? റെഡി ആണോ മക്കളെ? റെഡി ആണോടാ? ഓക്കെ, +3 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? NO2ൻ്റെ ചാർജ് -1, ഇവിടെ -1. NH3യുടെ ചാർജ് 0, Clൻ്റെ ചാർജ് -1. അപ്പോൾ എക്സ് കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നൈട്രീറ്റോ -1, അമീനെല്ലാം 0 പ്ലസ് -1 × 2 2 ക്ലോറൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ ചാർജ്, നെറ്റ് ചാർജ് 0, മൊത്തം കോമ്പൗണ്ട് ചാർജ് 0. സോ എക്സ് ഈസ് ഈക്വൽ ടു +3. ഓക്കെ, സോ പെൻറ്റാമീൻ നൈട്രീറ്റോ N കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഓക്കെ, ചിലവരിവിടെ ഡൈക്ലോറൈഡ് എന്നൊക്കെ എഴുതും. അങ്ങനെ എഴുതിയാൽ ഇടിച്ച് പരത്തും ഞാൻ. കാരണം ഡൈക്ലോറൈഡ് എന്ന് എഴുതില്ല. ഫോർ എക്സാമ്പിൾ MgCl2 എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം ഡൈക്ലോറൈഡ് എന്നല്ല, മെഗ്നീഷ്യം ക്ലോറൈഡ് എന്നാണ്. ഗോട്ട് ഇറ്റ്? അതേ ലോജിക്ക് തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. ഗോട്ട് ഇറ്റ്? ഈ ഡൈ ട്രൈ ഒക്കെ യൂസ് ചെയ്യുന്നത് ലിഗാൻഡിനാണ്, അല്ലാണ്ട് അയോണൈസേഷൻ സ്ഫിയറിന് ഡൈ ട്രൈ യൂസ് ചെയ്യില്ല. ലിഗാൻഡ് ഇപ്പോൾ 2 ഉണ്ട്. 2 ക്ലോറൈഡ് വന്നാൽ ഡൈക്ലോറിഡോ, 3 ക്ലോറൈഡ് വന്നാൽ ട്രൈക്ലോറിഡോ.
പക്ഷേ ഈ ക്ലോറൈഡ് പുറത്താണെങ്കിൽ അയണൈസേഷൻ സ്ഫിയറിലാണെങ്കിൽ ഈ ഡൈ ട്രൈ ഒന്നും യൂസ് ചെയ്യില്ല. മനസ്സിലായോ മക്കളെ? സെറ്റാണോ? ഓക്കെ ആണോ? നെക്സ്റ്റ്, വിച്ച് among the following will be named as dibromido bis ethylene diamine chromium 3 bromide? ഡൈബ്രോമിഡോ എന്ന് പറയുമ്പോൾ ക്രോമിയമാണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് മനസ്സിലായി, ബ്രോമിൻ 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി, ഈത്തൈലീൻ ഡയമീൻ 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. കാര്യം ബിസ് എന്ന് പറയുമ്പോൾ എന്താ, 2 ഈത്തൈലീൻ ഡയമീൻ ഉണ്ട്. പുറത്ത് അയണൈസേഷൻ സ്ഫിയറിൽ എന്താ ഉള്ളത്, ബ്രോമൈഡാണ്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. സോ ബേസിക്കലി ഇവിടെ ക്രോമിയം 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +3 ആണ് വരിക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഓക്കെ, കാര്യം എൻ്റെ 0 ആണ്, 3 ബ്രോമൈഡ് ഉണ്ട് അല്ലേ? അപ്പോൾ 3 ബ്രോമൈഡിൻ്റെ 3 നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ ഒരു പോസിറ്റീവ് ചാർജ് വേണം. ഓക്കെ, സെറ്റാണോ? സെറ്റ് മസാലയാണോ മക്കളെ? സോ ഇവിടെ ആൻസർ വരാൻ പോകുന്നത് ബി ആണ്, ബി ഫോർ ബോംബെ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ് ഈസ് ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഏതാ? സർ ഓൾറെഡി പറഞ്ഞു, ഔട്ടർ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ sp3 ആവാം, sp3d2 ആവാം, sp3 ആവാം, sp3d2 ആവാം, sp3dയും ആവാം. പക്ഷെ അത് നിങ്ങളുടെ സിലബസിലില്ല. അതായത് കോർഡിനേഷൻ നമ്പർ = 5 sp3d ഹൈബ്രിഡൈസേഷൻ വരുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്കില്ല. അപ്പോൾ sp3 ആവാം, sp3d2 ആവാം. ഇവിടെ എല്ലാം ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സസ് ആയതുകൊണ്ട് എന്തായാലും sp3d2 ആവണം. sp3 എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ 4 പറ്റൂ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക മക്കളെ, ഇപ്പോൾ FeCN6 എടുക്കുകയാണ്. FeCN6 എടുക്കുകയാണെങ്കിൽ FeCN6 4- എടുക്കുകയാണെങ്കിൽ ഇവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Fe2+ ആണ്. Fe2+ എന്ന് പറയുമ്പോൾ 4s03d6 ഇവിടെ സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ പെയറിങ് നടക്കും. 2 ഇവിടെ D2 ഫ്രീ വരും, ഒരു S ഫ്രീ വരും, 3 P ഫ്രീ വരും. സോ D2 sp3 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ബേസിക്കലി ഞാൻ ആൻസറിലേക്ക് നേരെ വരാം മക്കളെ. ഇപ്പോൾ ഡി നോക്കുക, NiNH362+. കാര്യം നമ്മൾ ഓൾറെഡി ചെയ്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. NiNH362+ൽ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Ni2+ ആണ്. സോ കോൺഫിഗറേഷൻ വരാൻ പോകുന്നത് 4s03d8 ആണ്. 4s03d8 എന്ന് പറയുമ്പോൾ 4s03d8 എന്ന് പറയുമ്പോൾ ഇത് 1 2 3 4 1 2 3 4 5 6 7 8 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, എസ് ഇവിടെ ഉണ്ട്, 3 പി ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഡിയിൽ നിന്ന് 2 എണ്ണം എടുക്കും. സോ sp3d2. ഓക്കെ മക്കളെ, എഡിറ്റയുടെ ഓക്സിഡേഷൻ നമ്പർ -4, EDTയുടെ -4 ആണ് മക്കളെ ചാർജ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? EDTയുടെ 4 നെഗറ്റീവ് ചാർജ് വരും. സോ ഇവിടെ ആൻസർ വരാൻ പോകുന്നത് ഇതാണ് കേട്ടോ. സെറ്റാണോ മക്കളെ? റെഡിയാണോടാ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്സ് ഓഫ് സെൻട്രൽ ആറ്റം ഇൻ ദ ഫോളോയിങ് കോംപ്ലക്സസ്: FeF63-, FeH2O63+, NiNH362+. അയ്യോ, ഇതിൽ ഇവനെ നമുക്ക് ഓൾറെഡി അറിയാം, ഇത് sp3d2 ആണെന്നറിയാം. ഓക്കെ, FeF63- നോക്കാം. FeF63- Fe+3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. +3 എന്ന് പറയുമ്പോൾ Feയുടെ കോൺഫിഗറേഷൻ വരാൻ പോകുന്നത് എന്താ? 4s03d5 അല്ലേ? Feയുടെ ശരിക്കുള്ള കോൺഫിഗറേഷൻ എന്താ? Fe അയണിൻ്റെ എന്താണ്? 4s23d6 അല്ലേ? Fe3+ ആവുമ്പോൾ 4s03d5 ആവും. 4s03d5. ഇനി എല്ലാവരും നോക്കിക്കേ മക്കളെ, ഈ 3d5 നിങ്ങൾക്കറിയാം ഇവിടെ പെയറിങ് നടക്കൂല എന്നറിയാം. കാര്യം എന്താ? ഇത് വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. അപ്പോൾ പെയറിങ് നടക്കൂല. അപ്പോൾ ബേസിക്കലി ഡി ഓർബിറ്റലിൽ നിന്ന് ആരെയും കിട്ടില്ല ഹൈബ്രിഡൈസേഷന് വേണ്ടി. സോ എസ് ഓർബിറ്റൽ ഉപയോഗിക്കും, 3 പി ഓർബിറ്റൽ ഉപയോഗിക്കും, പിന്നെ 4d ഓർബിറ്റൽസ് ഉപയോഗിക്കും. അതായത് ഒരു എസ്, 3 പി, പിന്നെ 4d ഓർബിറ്റൽസ് ഉപയോഗിക്കും. 3d ഓർബിറ്റൽസ് അല്ല, 4d ഓർബിറ്റൽസ് ഉപയോഗിക്കും. 4dയിൽ നിന്ന് 2, 4pയിൽ നിന്ന് 3, 4s1. സോ ബേസിക്കലി ഇത് sp3d2 തന്നെയാണ്. ഇവൻ്റെ ഹൈബ്രിഡൈസേഷനും sp3d2 ആണ് മക്കളെ. sp3d2 ആണ്. അതേപോലെ തന്നെ FeH2O63+. FeH2O63+ അതേ ലോജിക്ക് തന്നെ. H2O വീക്ക് ആണ്,
വീക്ക് ലിഗാൻഡാണ്. ഇവിടെ Fe3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഈ F- കാണിച്ച അതേ പോക്കൃത്തരം H2O കാണിക്കും. എന്ത്? പെയറിങ് നടത്തൂല. ഇതേപോലെ തന്നെ sp3d2 ആയിരിക്കും. സോ ബേസിക്കലി ഓൾ ആർ sp3d2. Is that clear? C ആണ് ആൻസർ. നെക്സ്റ്റ്, ദ കറക്റ്റ് ഓർഡർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് സ്പിൻ ഓൺലി വാല്യൂസ് ഇൻ ബോർ മാഗ്നറ്റോൺ. മാഗ്നറ്റിക് മൊമെൻ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് നോക്കിയാൽ പോരെ. ഓക്കെ, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് നോക്കിയാൽ പോരെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയുമോ? ഏതാ മോളെ? ഇതാണോ? ഇവിടെ നോക്കിക്കുക, NiNH362+, നിക്കലിൻ്റെ Ni2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ മോളെ. Ni2+ എന്ന് പറയുമ്പോൾ 4s03d8. 3d8 എന്ന് പറയുമ്പോൾ ഇതാണ് കോൺഫിഗറേഷൻ 2 4 6 7 8 അല്ലേ. 3D കോൺഫിഗറേഷൻ ഇത് വരും. ഫൈൻ. പക്ഷെ നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ ഒന്നിലെ D2 sp3 ആയിരിക്കണം, sp3 D2 ആയിരിക്കണം. പക്ഷേ ഇവിടെ എന്തായാലും 3D ഓർബിറ്റൽസ് ഒന്നും കിട്ടില്ല. 3D ഓർബിറ്റൽസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം ഇവിടെ പെയറിങ് എന്തായാലും നടക്കില്ല. അപ്പോൾ നമുക്ക് 4s ഉണ്ട്, 3 4p ഉണ്ട്, പിന്നെ 4Dയിൽ നിന്ന് 2 ഉപയോഗിക്കും. 4s ഉപയോഗിക്കും, 3 4p ഉപയോഗിക്കും, പിന്നെ 4Dയിൽ നിന്ന് 2 ഉപയോഗിക്കും. sp3d2. ഓക്കെയാണോ മക്കളെ? സെറ്റാണോടാ? Got it? Next, the correct order of magnetic moment spin only values. Magnetic moment എന്ന് പറയുമ്പോൾ order is directly proportional to number of unpaired electrons. Number of unpaired electrons കൂടുതലാണെങ്കിൽ magnetic moment കൂടുതലാണ്. So basically MnCl4 2- എടുത്ത് നോക്കാം നമുക്ക് ആദ്യം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. Mൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? Mn2+ ആണ്. Mn2+ൻ്റെ കോൺഫിഗറേഷൻ എന്താ മക്കളെ? 4s0 3d5 ആണ്. പെയറിംഗ് ഉണ്ടോ? പെയറിംഗ് ഇല്ല. കാര്യം Cl വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 5 വരും. അവിടെ തന്നെ കിട്ടി നമുക്ക് ആക്ച്വലി. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. COCl4 2- നോക്കാം. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? CO2+. അപ്പോൾ ബേസിക്കലി കോൺഫിഗറേഷൻ എന്താ വരിക മക്കളെ? 4s0 3d6. പെയറിംഗ് ഉണ്ടോ? പെയറിംഗ് ഇല്ല. 3d6 എന്ന് പറയുമ്പോൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസാണ്? 4 അൺപെയർഡ് ഇലക്ട്രോൺസ് വരും. 3d6ൽ 4 അൺപെയർഡ് ഇലക്ട്രോൺസ് വരും. 1 2 3 4 5 4 അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ n = 4. അതേപോലെ തന്നെ FeCN6 4- നോക്കിക്കേടാ കൂട്ടന്മാരെ. FeCN6 4- നോക്കിക്കേ. അയൺ ഇസ് ഇൻ Fe2++2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അയണിൻ്റെ കോൺഫിഗറേഷൻ 4s0 3d6 ആണ്. 4s0 3d6. ഇവിടെ പെയറിംഗ് നടക്കുമോ? എന്തായാലും നടക്കും. കാര്യം CN എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രോങ്കസ്റ്റ് ലിഗാൻഡാണ്. സോ പെയറിംഗ് എന്തായാലും നടക്കും. ഈ 6 ഇലക്ട്രോൺ ഇവിടെ വരും. സോ ബേസിക്കലി ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ്. n = 0 അല്ലേ. സോ n = 5 ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് n = 4, അത് കഴിഞ്ഞ് n = 0. സോ A ആണ് ആൻസർ ആയിട്ട് വരും. ഇസ് ദ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? കോൺഫിഗറേഷൻ എങ്ങനെയാണ് നോക്കുന്നത്? എടാ കോൺഫിഗറേഷൻ അറിയില്ലേ നിനക്ക്? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിച്ചിട്ടില്ലേ കുട്ടാ കോൺഫിഗറേഷൻ അറിയാത്തവർ ദയവ് ഇത് റീക്യാപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയില്ല എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. യു ഷുഡ് ടേക്ക് ദി ഇനീഷ്യേറ്റീവ്. ഓക്കെ, കോൺഫിഗറേഷൻസ് ഒക്കെ ബേസിക്കാണ് മക്കളെ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എന്തായാലും പഠിക്കും, വരുന്നൊരു ചാപ്റ്ററാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്തായാലും വരുന്നുണ്ട്, കീമിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പഠിക്കും. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ ചാപ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് ക്ലിക്കാവും. നിങ്ങൾ തന്നെ ഒന്ന് എഫർട്ട് എടുത്താൽ മതി. വളരെ ഈസിയാണ് മക്കളെ കോൺഫിഗറേഷൻസ്. അറ്റ്ലീസ്റ്റ് അറ്റോമിക് നമ്പർ 30 വരെയും പഠിച്ചു വയ്ക്കുക കോൺഫിഗറേഷൻസ്. അതായത് സിങ്ക് വരെയെങ്കിലും അറിഞ്ഞിരിക്കണം കോൺഫിഗറേഷൻസ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് അയോൺസ് ഈസ് ഡയാമാഗ്നറ്റിക്? ഏതാണ് ഡയാമാഗ്നറ്റിക്? NiNH362+ അല്ല. കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 2 നമ്മൾ 2 ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. NiNH362+. ഇനി ഇവനെ കൊണ്ട് എനിക്ക് വയ്യ ഇവനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 2 ആണ്. COF6 3- നോക്കാം. COF6 3- എന്ന് പറയുമ്പോൾ കൊബാൾട്ട് ഇസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +3 എന്ന് പറയുമ്പോൾ കൊബാൾട്ടിൻ്റെ കോൺഫിഗറേഷൻ 4s0 3d6 വരും. കാര്യം കൊബാൾട്ടിൻ്റെ ആക്ച്വൽ കോൺഫിഗറേഷൻ എന്താ? കൊബാൾട്ടിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d7 ആണ്. അപ്പോൾ 3 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ 2 എണ്ണം 4sൽ നിന്ന് 1 എണ്ണം 3dയിൽ നിന്ന്. സോ 4s0 3d6. F എന്താ മക്കളെ? വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ പെയറിംഗ് നടക്കുമോ? ഇല്ല, പെയറിംഗ് നടക്കില്ല. സോ ബേസിക്കലി ഇതായിരിക്കും കോൺഫിഗറേഷൻ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇതുമല്ല.
ഇത് പാരാമാഗ്നറ്റിക്കാണ്, ഇതും പാരാമാഗ്നറ്റിക്കാണ്. അതേപോലെ തന്നെ MnCN4 മൈനസ് നോക്ക്, MnCN6 മൈനസ്. MnCN6 മൈനസിൽ മാംഗനീസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. +2 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? 4s0 3d5, 4s0 3d5. ഇനി ഇപ്പോൾ പെയറിങ് നടത്തി നോക്കാം. നമുക്ക് പെയറിങ് നടക്കും, കാര്യം CN മൈനസ് സ്ട്രോങ് ലിഗാൻഡ്. പെയറിങ് നടത്താം നമുക്ക്. 1 2 3 4 5 മക്കളെ. പെയറിങ് നടത്തുമ്പോൾ നിങ്ങൾക്കറിയാലോ മക്കളെ, പെയറിങ്ങിൻ്റെ ലോജിക്ക് എപ്പോഴും മനസ്സിലാക്കുക. ആദ്യത്തെ ഇത് ബേസിക്കലി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. പെയറിങ് നടത്തുമ്പോൾ ആദ്യം T2G ഓർബിറ്റൽസ് 3 എണ്ണത്തിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. പെയറിംഗ് എന്ന് വെച്ചാൽ എന്താ? T2G ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ നോക്കുക. അപ്പോൾ 1 2 3 4 5. അതുകൊണ്ടാണ് സാർ ഇത് ഇവിടെ തന്നെ ഈ 3 എണ്ണത്തിൽ തന്നെ ഈ 5 എണ്ണം ഫില്ല് ചെയ്ത് വെച്ചത്. ഓക്കെ, പെയറിംഗ് എന്ന് പറയുമ്പോൾ T2G ആദ്യത്തെ 3 ഓർബിറ്റൽസിൽ തന്നെ മാക്സിമം ഇലക്ട്രോൺസിനെ വരുത്താൻ നോക്കുക. അതാണ് ലോജിക്ക്, അതാണ് പെയറിംഗ് ഉദ്ദേശിച്ചത്. ആദ്യത്തെ 3 എണ്ണത്തിൽ തന്നെ മാക്സിമം വരുത്താൻ നോക്കുക. ഇപ്പോൾ 5 എണ്ണം ഉണ്ട്, 1 2 3 4 5. 6 എണ്ണം ഉണ്ടെങ്കിൽ 1 2 3 4 5 6. 7 എണ്ണം ഉണ്ടെങ്കിൽ എന്തായാലും അപ്പുറത്തോട്ട് പോകേണ്ടി വരും. അപ്പോൾ മക്കളെ ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതും പാരാമാഗ്നറ്റിക് ആണ്, അതും പാരാമാഗ്നറ്റിക് ആണ്. സോ അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി, CrCO6 ആണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. CrCO6ൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ മക്കളെ? ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. 0 എന്ന് പറയുമ്പോൾ കോൺഫിഗറേഷൻ എന്താ? 4s1 3d5 ആണ്. 6 ഇലക്ട്രോൺ ഉണ്ട്. കൊബാൾട്ട് എന്ന് പറയുന്നത് വളരെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് കാർബണിൽ എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ ലിഗാൻഡാണ്. സോ ഈ 6 ഇലക്ട്രോൺ 3Dയിലേക്ക് പോകും. SC എന്നുള്ള ഈ ഇലക്ട്രോണും കൂടെ 3Dയിലേക്ക് പോയി പെയറിംഗ് നടത്തും. സോ ബേസിക്കലി ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് മാറിയിട്ട് കോൺഫിഗറേഷൻ വരാൻ പോകുന്നത് 4s0 3d6ലേക്ക് പോകും. 4s0 3d6, അതായത് പെയറിംഗ് നടന്നിട്ട്, അതായത് 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ. 4s1 3d5 ആണ്. പക്ഷേ കൊബാൾട്ട് നേരെ ഈ ഒരൊറ്റ ഇലക്ട്രോണിനെ തട്ടി 3Dയിലേക്ക് ചേർത്ത് പെയറിംഗ് നടത്തും. പെയറിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ആദ്യത്തെ 3 ഓർബിറ്റലിൽ തന്നെ എല്ലാം ഫില്ല് ചെയ്യാൻ നോക്കുക. സെറ്റാണ് മക്കളെ. അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി, A for apple. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സൈനോ കോംപ്ലക്സസ് വുഡ് എക്സിബിറ്റ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ? ലോവസ്റ്റ് വാല്യൂ ഓഫ് പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ലോവസ്റ്റ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ലോവസ്റ്റ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് വരാൻ പോകുന്നത് ഏതിനാണ്? ലോവസ്റ്റ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് വരാൻ പോകുന്ന ഇവന്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യം എന്താണെന്നറിയോ? ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. കൊബാൾട്ട് +3 ആണ്. കൊബാൾട്ട് +3 എന്ന് പറയുമ്പോൾ കോൺഫിഗറേഷൻ 4s0 3d6 ആണ്. 3d6 കോൺഫിഗറേഷൻ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. സ്ട്രോങ് ലിഗാൻഡ്സ് ഏതൊക്കെയാണ് മക്കളെ? സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഓർമ്മയില്ലേ? സ്ട്രോങ് ലിഗാൻഡ്സ് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, സയനൈഡ്, ഈഥൈലീൻ, ഡയമീൻ, ഇതൊക്കെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സാണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ഹാലൈഡ്, ഫോർ എക്സാമ്പിൾ Cl-, Br-, I-, F-, SCN-, ഇതൊക്കെ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. H2Oയും വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. പക്ഷേ സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഓർത്ത് വെച്ചാൽ മതി. സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഏറ്റവും അവസാനമുള്ളവന്മാർ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ്, ഏറ്റവും ആദ്യമുള്ളവന്മാർ വീക്ക് ഫീൽഡ് ലിഗാൻഡ്, നടുക്കുള്ളവന്മാർ ബേസിക്കലി രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ. ഇത് നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. ഫൈൻ. 5 എടാ മക്കളെ, ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മക്കളെ കീമിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് വളരെ കുറവേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏത് മെറ്റീരിയൽ, അതും ക്വസ്റ്റ്യൻസിന് അങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് സാർ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ചൊക്കെ JEE മെയിൻസിൽ നിന്നും കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ബിറ്റ്സാറ്റിൽ നിന്നൊക്കെ കട്ടെടുത്ത ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ ഫൈൻ, അവിടെ നിന്ന് ഇവിടുന്ന് കട്ടെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഞാൻ 5ാമത്തെ ഓപ്ഷൻ ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിവേ നമുക്ക് കോൺസെപ്റ്റും കാര്യവും അറിഞ്ഞാൽ മതി. 5 ഓപ്ഷൻ ഉണ്ട് എനിക്കറിയാം. പക്ഷേ കീമിലത്തെ പ്രീവിയസ് ഇയർ നമ്മൾ ഇത് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അധികം കിട്ടുന്നില്ല. നിങ്ങൾക്ക് കോൺസെപ്ച്വലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, കാര്യം ഇവിടെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണല്ലോ. ഗോഡ് ഇറ്റ്. അപ്പോൾ കീം ലെവൽ ഈ പറഞ്ഞ എക്സാംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുകയാണ്. അങ്ങനെ കരുതിയാൽ മതി. ഓക്കെ, 5 ഓപ്ഷൻ ഉണ്ട് എന്തായാലും. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ CN ഉള്ളതുകൊണ്ട് ഈ 6 എണ്ണം പെയറിങ് നടക്കും മക്കളെ. സോ അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. A is the answer. ഗോഡ് ഇറ്റ്. സെറ്റാണ് മക്കളെ. ഗോഡ് ഇറ്റ്. ഇത് വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പുഷ്പം പോലെ ചെയ്യാം. കൊബാൾട്ട് +3 ഈ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, ഡയാമാഗ്നറ്റിക്. അതേപോലെ തന്നെ
Fe+2 ആണെന്ന് വിചാരിക്കുക. Fe+2 സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്ക. ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തരുന്ന കുറച്ച് ക്ലൂസാണ്. Fe+2 സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഡയാമാഗ്നറ്റിക്. Cobalt+3 സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഡയാമാഗ്നറ്റിക്. കാര്യം എന്താ? 3D6 കോൺഫിഗറേഷൻ അല്ല. 3D6 കോൺഫിഗറേഷൻ അല്ല. ഓക്കെ ആണോ? സെറ്റാണോ മക്കളെ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? റെഡി ആണോടാ? റെഡി ആണോ? ഓക്കെ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്ടൈഡൽ കോംപ്ലക്സസ് ഓഫ് കൊബാൾട്ട് വിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ നോട്ട് ബി ദ ഹയസ്റ്റ്? ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഞാൻ നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളെ വെറുത്തു പോകും. കാര്യം ഇത് ഞാൻ ഇന്ന് പ്രത്യേകം നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കി തന്നൊരു കാര്യമാണ്. ദാറ്റ് ഡെൽറ്റ നോട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്. ഡെൽറ്റ നോട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് അല്ലേ മക്കളെ? ഡെൽറ്റ നോട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്. അപ്പോൾ ഇവിടെ നോക്കിയേ, സെൻട്രൽ മെറ്റൽ ആറ്റം എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓക്സിഡേഷൻ ചാർജ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. നമ്മൾ ഇന്ന് കണ്ടതാണ്. ഇറ്റ് ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇറ്റ് ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5D greater than 4D greater than 3D. അതായത് 5D സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ വിൽ ബി ഗ്രേറ്റർ ദാൻ 4D വിൽ ബി ഗ്രേറ്റർ ദാൻ 3D. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫാക്ടേഴ്സ് ഈ ക്വസ്റ്റനിൽ ആപ്ലിക്കബിൾ അല്ല. കാര്യം എല്ലായിടത്തും കൊബാൾട്ട് തന്നെയാണ്. എല്ലായിടത്തും കൊബാൾട്ടാണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിൽ. എല്ലായിടത്തും കൊബാൾട്ടാണ്. എല്ലാത്തിലും കൊബാൾട്ടിനും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ +3, ഇവിടെ +3, ഇവിടെ +3, ഇവിടെ +3. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം, സെൻട്രൽ മെറ്റൽ ആറ്റം സെയിം. അപ്പോൾ ദി ഓൺലി ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ഇസ് സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്. സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് ഏറ്റവും കൂടുതൽ ആരാ? ദിവൻ. അപ്പോൾ ഇവനായിരിക്കും ഡെൽറ്റ നോട്ട് ഏറ്റവും കൂടുതൽ. ഡണ്ടനാടൻ. നെക്സ്റ്റ്, ദി octahedral complex of a metal ion M3+ with 4 monodentate ligands L1, L2, L3, L4 absorb wavelengths in the region of red, green, yellow and blue respectively. The increasing order of ligand strength of the 4 ligands is. എല്ലാവരും മക്കളെ ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് തരാം. There are 4 octahedral complexes, ML16, ML26, ML36, ML46. ഇതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അതായത് 4 ഒക്ടൈഡൽ കോംപ്ലക്സ്. ഒരെണ്ണത്തിൽ 6 L1 ലിഗാൻസ്, മറ്റേതിൽ 6 L2 ലിഗാൻഡ്, മറ്റേതിൽ 6 L3 ലിഗാൻഡ്, മറ്റേതിൽ 6 L4 ലിഗാൻഡ്. ML16 വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നത് റെഡിലാണ്, ഇവിടെ അബ്സോർബ് ചെയ്യുന്നത് ഗ്രീനിലാണ്, ഇവിടെ അബ്സോർബ് ചെയ്യുന്നത് യെല്ലോയിലാണ്, ഇവിടെ അബ്സോർബ് ചെയ്യുന്നത് ബ്ലൂയിലാണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ മക്കളെ? വേവ് ലെങ്ത് അബ്സോർബ്ഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ നോട്ട്, ആൻഡ് ഡെൽറ്റ നോട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്. സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് അല്ലേ? ഡെൽറ്റ നോട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്. അപ്പോൾ ഐ ക്യാൻ ഈസിലി റൈറ്റ് ദാറ്റ് ഡെൽറ്റ നോട്ട് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു lambda is inversely proportional to strength of ligand. Lambda is inversely proportional to strength of ligand. അതായത് ഡെൽറ്റ നോട്ട് കൂടുമ്പോൾ, സ്പ്ലിറ്റിംഗ് കൂടുമ്പോൾ ലാംഡ കുറയും. സ്പ്ലിറ്റിംഗ് കൂടുന്നപ്പോഴാണ് സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് കൂടുമ്പോൾ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ ലാംഡ ആർക്കാ? റെഡിന്. ഏറ്റവും കൂടുതൽ ലാംഡ റെഡിനാണ്, വേവ് ലെങ്ത് റെഡിനാണ്. അപ്പോൾ ഏറ്റവും ശക്തി കുറവുള്ള ലിഗാൻഡ് L1 ആയിരിക്കും. L1 ആയിരിക്കും ഏറ്റവും കുറവ് അല്ലേ മക്കളെ? ഫൈൻ. പിന്നെ ഏതാണ്? യെല്ലോ അല്ല, നിങ്ങൾ വിബ്ജിയോർ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ബ്ലൂ ആണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത്, റെഡാണ് ഏറ്റവും കൂടുതൽ അല്ലേ? അത് കഴിഞ്ഞിട്ട് റെഡ് കഴിഞ്ഞിട്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാ? യെല്ലോ ആണ് വരിക. യെല്ലോ എന്ന് പറയുമ്പോൾ L3. അപ്പോൾ L3 രണ്ടാമത് വരും. പിന്നെ ഇത് എല്ലും സിമ്പിളൊക്കെ ഒരേപോലെ ഇരിക്കുന്നുണ്ടല്ലോ. L1, പിന്നെ L3, പിന്നെ L2, പിന്നെ L4. കാര്യം എന്താണ്? L4 എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ് അബ്സോർബ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മിനിമം വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ മാക്സിമം ഡെൽറ്റ നോട്ട് മാക്സിമം എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് മാക്സിമം. സോ L4 ഇസ് ദ സ്ട്രോങ്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ അല്ല വരിക. വിബ്ജിയോറിൽ നിങ്ങൾ നോക്കുക മക്കളെ, ബ്ലൂ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഏതാ? ഈ നാല് കളേഴ്സിലും വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ എന്താ? ഈ 4 കളേഴ്സിലും വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ എന്താ? റെഡ് ഗ്രേറ്റർ ദാൻ യെല്ലോ ഗ്രേറ്റർ ദാൻ ഗ്രീൻ ഗ്രേറ്റർ ദാൻ ബ്ലൂ അല്ലേ? അപ്പോൾ ഡെൽറ്റ നോട്ടിൻ്റെ ഓർഡർ നേരെ തിരിച്ചു വരും. ബ്ലൂ ഗ്രേറ്റർ ദാൻ, ഗ്രീൻ ഗ്രേറ്റർ ദാൻ, യെല്ലോ ഗ്രേറ്റർ ദാൻ, റെഡ്. അതായത് സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് ഓർഡർ വരും. L4 ഗ്രേറ്റർ ദാൻ, L2 ഗ്രേറ്റർ ദാൻ, L3 ഗ്രേറ്റർ ദാൻ, L1. പുറിയതാ? മനസ്സിലായോ? നെക്സ്റ്റ് നോക്കുക മക്കളെ, ദ പെയർ CONH35NO3SO4 ആൻഡ് CONH35SO4NO3 വിൽ എക്സിബിറ്റ്.
ഇവർ ഏതാ എക്സിബിറ്റ് ചെയ്യുക? ഇത് പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ഒന്നും ചെയ്യുമൊന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റെ വിഷമം പ്രകടിപ്പിക്കും. എല്ലാവരും നോക്കുക മക്കളെ, ഇവിടെ ഏതാ ആൻസർ വരിക? ഇവിടെ NO3- അകത്ത് SO4 - പുറത്ത്, ഇവിടെ SO4 അകത്ത് NO3- പുറത്ത്. സോ ദിസ് ഇസ് ബേസിക്കലി അയോണൈസേഷൻ ഐസോമറിസം. കാര്യം അയണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താ? അയോൺസിൻ്റെ പൊസിഷൻ ഓക്കെ ഡിഫറെൻ്റ് ആണ്. അതായത് വെള്ളത്തിലിടുമ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസ് ഡിഫറെൻറ്റാണ്. ഫോമിൽ സെയിമാണ്, പക്ഷെ വെള്ളത്തിലിടുമ്പോൾ ഇവിടെ SO4 പുറത്തേക്ക് വരും, ഇവിടെ NO3- പുറത്തേക്ക് വരും. ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? സി ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് റെപ്രസെൻറ്റ്സ് ലിങ്കേജ് ഐസോമറിസം? ലിങ്കേജ് ഐസോമറിസം മനസ്സിലാക്കാനുള്ള ഒരു ഈസി ടെക്നീക്ക് ഉണ്ട് മക്കളെ. ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഉണ്ടോ നോക്കിയാൽ മതി. എന്തുണ്ടോ നോക്കിയാൽ മതി? ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഉണ്ടോ നോക്കിയാൽ മതി. എന്തുണ്ടോ നോക്കിയാൽ മതി? ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഉണ്ടോ നോക്കിയാൽ മതി. ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എവിടെ? അതെ, ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഇവിടെ ഉണ്ട്. NCS-SCN. ഇവിടെ നൈട്രജൻ വെച്ചിട്ട് ഇവിടെ സൾഫർ വെച്ചിട്ടാണ് ലിങ്കേജ്. സോ ബേസിക്കലി ബി ആണ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ്, ദ കോമ്പൗണ്ട്സ് CrH2O6Cl3, CrH2O5Cl, Cl2.H2O, CrH2O4 Cl2, Cl.2H2O എക്സിബിറ്റ്. ഇത് കൃത്യമായിട്ട് സാറ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറയൂ മക്കളെ. ഇവിടെ എന്താണ്? വാട്ട് ഈസ് ഡിഫറെൻറ്റ് ഓവർ ഹിയർ? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ, അതായത് സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ പ്രസൻസ് പുറത്ത്. ഇവിടെ 2 സോൾവെൻറ്റ് മോളിക്യൂൾസ് പുറത്തുണ്ട്, ഇവിടെ ഒരു സോൾവെൻറ്റ് മോളിക്യൂൾ പുറത്തുണ്ട്. ഇവിടെ സോൾവെൻറ്റ് മോളിക്യൂളൊന്നും പുറത്തില്ല. സോ ബേസിക്കലി ദിസ് ഇസ് സോൾവേറ്റ് ഐസോമറിസം. ദാറ്റ് മീൻസ് സോൾവേറ്റ് ഐസോമറിസത്തിൻ്റെ ഒരു കാറ്റഗറി പെട്ടാണ് ഹൈഡ്രേറ്റ് ഐസോമറിസം. ഓക്കെ ആണോ മക്കളെ? ഡി വിൽ ബി ദി ആൻസർ. Is that clear, my dear champions? Next, which of the following types of square planar complexes can show geometrical isomerism? മക്കളെ ഞാനിന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സസിൽ എല്ലാവരും കാണിക്കില്ല. സ്ക്വയർ പ്ലെയിൻ സാർ നേരത്തെ ക്വസ്റ്റ്യനിൽ 3D6 ഫിൽ ചെയ്തപ്പോൾ 3 ഓർബിറ്റിലല്ലേ ഫിൽ ചെയ്തത്, 5 എണ്ണം ചെയ്യണ്ടേ? ഇടിക്കും ഞാൻ. എടാ അതെന്തുകൊണ്ടാണ്? അവിടെ പെയറിങ് വന്നുകൊണ്ടല്ലേ ഡൗട്ടാ? എടാ 3D6 ഏത് ക്വസ്റ്റ്യനാണ് മക്കളെ? ഇതാണോ? ഏതായിരുന്നു ഇത്? ഇതല്ലേ? എടാ അതുകൊണ്ടല്ലേ പെയറിങ്ങിനെ കുറിച്ച് സാറ് പറഞ്ഞ 3D6 ഇവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അല്ലേ? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിൽ തന്നെ മാക്സിമം ഫില്ല് ചെയ്യാൻ നോക്കുക. അതാണ് വ്യക്തമായിട്ട് സാറ് പറഞ്ഞത്. പെയറിങ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിൽ തന്നെ 3 എല്ലാം ഫില്ല് ചെയ്യാൻ നോക്കുക. ബിക്കോസ് പെയറിങ് ഇസ് ഹാപ്പനിങ്, ബിക്കോസ് ഇറ്റ്സ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. ഇത് സാധാ കോൺഫിഗറേഷൻ അല്ല. ഇപ്പോൾ സാധാ രീതിയിൽ ഫില്ല് ചെയ്യണമെങ്കിൽ മോൻ പറഞ്ഞ കറക്റ്റാണ്. സാധാ രീതിയിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ മോൻ പറഞ്ഞ കറക്റ്റ് 1 2 3 4 5 6 അങ്ങനെയല്ല. ഇവിടെ പെയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടും ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടും വരും. പെയറിങ് ഇസ് ഹാപ്പനിങ്. ഓക്കെ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഡൗട്ടാ? ഓർമ്മയുണ്ടോ? നെക്സ്റ്റ്, ഇത് ഏതാണ് മക്കളെ ആൻസർ വരിക? Ma2B2. Ma2B2 ആണ് ബേസിക്കലി എന്ത് കാണിക്കുക? ജോമെട്രിക്കൽ ഐസോമറിസം. സോ ബേസിക്കലി സിസ് ആൻഡ് ട്രാൻസ് കാണിക്കും അല്ലേ? Ma2B. ഇവൻ കാണിക്കില്ല. നമ്മളിന്ന് രാവിലെ കണ്ടതാണ് എക്സാമ്പിൾസ് അടക്കം. ഓക്കെ, സി വിൽ ബി ദി ആൻസർ. പൊളിയാണല്ലോ, എല്ലാവരും ആൻസർ തരുന്നുണ്ടല്ലോ. വെരി ഗുഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സ്ട്രക്ചേഴ്സ് റെപ്രസെൻറ്റ് ഫേഷ്യൽ ആൻഡ് മെറിഡോണിയൽ? മക്കളെ ഫേഷ്യൽ ആൻഡ് മെറിഡോണിയൽ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നീക്ക് സാറ് പറഞ്ഞു. ഫേഷ്യൽ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മുഖത്ത് തേക്കുന്ന ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ചെയ്യുന്ന സംഭവമല്ല ഫേഷ്യൽ. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ Ma3B3. ഇപ്പോൾ അതെ Ma3B3 എടുക്കുകയാണ്. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഫേഷ്യൽ. അതായത് ഒക്ടാഹിഡ്രലിൻ്റെ ഒരു ഫേസിൽ, ഈ ഒരു ഫേസിൽ 3 സിമിലർ ലിഗാൻസ് വരുന്നു. അതാണ് ഫേഷ്യൽ. മറ്റേതാണ് മെറിഡോണിയൽ. സോ ബേസിക്കലി ഇവിടെ നോക്കിക്കേ, ഇത് ഫേഷ്യൽ അല്ലേ വരിക? അത് ഒക്ടാഹെഡ്രലിൻ്റെ ഒരു ഫേസ്, NS3 ഇവിടെ, NS3 ഇവിടെ. സോ ദിസ് ഇസ് ഫേഷ്യൽ ആൻഡ് ദിസ് ഇസ് മെറിഡോണിയൽ. സോ ബേസിക്കലി എ തന്നെയാണ് വരിക. എ വിൽ ബി ദി ആൻസർ. ഓക്കെ, ഇത് ഫേഷ്യലാണ് മക്കളെ. അതെ, ഒക്ടാഹെഡ്രലിൻ്റെ ഒരു ഫേസ് അല്ലേ വരിക? അത് ഈ ഒരു ഫേസ്. ഒക്ടാഹെഡ്രലിൻ്റെ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ ദേ ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ മക്കളെ, ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കിക്കേ. അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഈ 3 എണ്ണം കണക്ട് ചെയ്യുക. ഇപ്പോൾ ഫേഷ്യൽ എന്ന് വെച്ചാൽ അത് നോക്കിയാൽ മതി. ഫേഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ ഒരു ട്രയാങ്കിൾ ഒക്ടാഹെഡ്രലിൻ്റെ ഒരു ഫേസിൽ 3 സിമിലർ ഗ്രൂപ്പ്സ് വന്നാൽ മതി. ഇസ് ദാറ്റ് ക്ലിയർ?
സെറ്റാണോടാ മക്കളെ? സെറ്റാണോടാ മക്കളെ? ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം? ഇതിലേതാണ് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇവനെ നോക്കാം. നമുക്ക് അറിയുന്ന ആൾക്കാരാണ് ഇവന്മാർ. MA3B3. ഇത് MA3B3 ടൈപ്പാണ്. MA3B3 ഫേഷ്യൽ മെറിഡോണിയൽ കാണിക്കും. ഫേഷ്യൽ മെറിഡോണിയൽ കാണിക്കും. ഇവനെ നോക്കിക്കേ, ഇവൻ MA4B2 ആണ്. സിസ്ട്രാൻസ് കാണിക്കും. നമ്മൾ കണ്ടതാ ഇതൊക്കെ. MA4B2 സിസ്ട്രാൻസ് കാണിക്കും. ഇവനെ നോക്കിക്കേ, MA4, ഇതും ശരിക്കും പറഞ്ഞാൽ MA4B2 പോലെ തന്നെ, പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, MA4BC. അതായത് 4 സിമിലർ ലിഗാൻസും വേറെ 2 ലിഗാൻഡും. ഇതിനും ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാവും. MA4B2 ഇവനും ഉണ്ടാവും എന്തായാലും ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെയാണ് മക്കളെ? സാർ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഇപ്പം MA4 എന്ന് പറയുമ്പോൾ ഇങ്ങനെ 4, ഒരു B, ഒരു C. ഇവിടെ ഈ ബിയും സിയും ട്രാൻസ്പൊസിഷനിലാണ്. അതേ ബീനെയും സീനെയും എനിക്ക് സിസ് പൊസിഷനിലേക്ക് വരുത്താം. ദേ ഇങ്ങനെ വരച്ചൂടെ? ദിസ് വിൽ ബി അനദർ വൺ. ഇത് വേറെ ആയിരിക്കും. Got it? So this will be trans with respect to B and C. This will be cis with respect to B and C. അല്ല, BC സിസിലാണ്, ഇവിടെ BC ട്രാൻസിലാണ്. അപ്പോൾ ഇവിടെയും ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. ഇതെന്തായാലും ഉണ്ട്, ഇവൻ എന്തായാലും ഉണ്ട്. ഓക്കെ, so all of these is the answer. All of these is the answer. Is that clear, my dear students? Purida. Next question like പോകാം. For a D4 metal ion in an octahedral field, the correct electronic configuration is D4. ഇത് ഞാൻ വരച്ച് പ്രത്യേകം എന്ന് എഴുതി കാണിച്ചു തന്നാണ്. സാറ് കാണിച്ചു തന്നു വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റടിക്ക് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ. പലരും ഏക്കുണ്ടാവും, സാറ് കാണിച്ചു തന്നു എന്നാലും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടാമത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തില്ലെങ്കിലാണ് കുഴപ്പം. എപ്പോഴും ഒരാൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒറ്റടിക്ക് കിട്ടണമെന്നില്ല. അത് വെച്ച് ഫ്രസ്ട്രേറ്റഡ് ആവരുത്. രണ്ടാമതൊന്നും ട്രൈ ചെയ്യാം മക്കളെ. അതും കിട്ടിയില്ലേ മൂന്നാമതൊന്നും ട്രൈ ചെയ്യാം. ഓക്കെ, ഗിവ് ഇറ്റ് യുവർ മാക്സിമം എഫേർട്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഗിവ് ഇറ്റ് യുവർ മാക്സിമം എഫേർട്ട്. അല്ലാണ്ട് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ 5000 ക്വസ്റ്റൻസ് ചെയ്താൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2000 ക്വസ്റ്റൻസ് ചെയ്താൽ ക്രാക്ക് ചെയ്യാം. 1000 ക്വസ്റ്റൻസ്. യു ഡു ആസ് മെനി ക്വസ്റ്റൻസ് ടിൽ യു ബിക്കം കോൺഫിഡൻറ്റ് ആവുന്നവരെ, അല്ലെങ്കിൽ ഒരു അളവിന് കോൺഫിഡൻസ് വരുന്നവരെയും ആ ടോപ്പിക്കിൽ നിങ്ങൾ ടൈം കൊടുക്കുക. ഒരുപാട് ലാഗ് ആവാൻ പാടില്ല, നമുക്ക് അധികം സമയമില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു മനസ്സിലായോ? You do enough number of questions to become confident. ഓക്കെ, ആ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കുക. എസ്പെഷ്യലി ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഫൈൻ. അത് ഏത് എക്സാമിനേഷനും JEE തൊട്ടേ ഞാൻ പറയുന്നൊരു കാര്യമാണ് മക്കളെ. പണ്ട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാർ JEE ക്രാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് 5000 ക്വസ്റ്റൻസ് ചെയ്താൽ മതി, 2000. അങ്ങനെയൊന്നും അല്ല. യു ഡു ഇനഫ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ടു. അത് ഏത് കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും യു സ്പെൻഡ് ഇനഫ് എമൗണ്ട് ഓഫ് ടൈം ടു ബിക്കം കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ഒരു അളവിലപ്പുറം കൊടുത്താലേ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. അത് എന്തുമായിക്കോട്ടെ, എന്ത് പഠിച്ചാലും. ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഫുട്ബോൾ പഠിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ എന്ത് ഗെയിം കളിക്കുകയാണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും യു ഡു ഗിവ് ഇനഫ് എമൗണ്ട് ഓഫ് ടൈം ടു ബിക്കം കോൺഫിഡൻറ്റ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ മക്കളെ. ജീവിതത്തിൽ ഉപയോഗം വരും. ഓക്കെ, സോ ബേസിക്കലി D4 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺ. 1, 2, 3, 4. ഇത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ, അതായത് ഡെൽറ്റ നോട്ട് ഗ്രേറ്റർ ദാൻ P ആണെങ്കിൽ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഡെൽറ്റ നോട്ട് ഗ്രേറ്റർ ദാൻ P ആണെങ്കിൽ ഇതായിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ നോട്ട് ലെസ് ദാൻ P ആണെങ്കിലോ, ഡെൽറ്റ നോട്ട് ലെസ് ദാൻ P ആണെങ്കിൽ പെയറിങ് നടക്കൂല, നേരെ ഇങ്ങോട്ട് പോകും. സോ ഇത് ഡെൽറ്റ നോട്ട് ലെസ് ദാൻ P, വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അപ്പോൾ ബേസിക്കലി നോക്കുക, EG2 T2G2 എന്തായാലും വരില്ല, 2 കേസിലും വരില്ല. T2G4 EG0 ഡെൽറ്റ നോട്ട് ലെസ് ദാൻ P അല്ല, T2G4 EG0 ഡെൽറ്റ നോട്ട് ഗ്രേറ്റർ ദാൻ Pയിലേ വരുള്ളൂ. T2G3 EG1 ഡെൽറ്റ നോട്ട് ലെസ് ദാൻ P. ഇത് കറക്റ്റാണ്, D കറക്റ്റാണ്. T2G3 EG1 ഡെൽറ്റ നോട്ട് ലെസ് ദാൻ P. ഓക്കെയാണോ മക്കളെ? അയ്യോ, സിയും ഡിയും സെയിം ആയി പോയല്ലോ. അമ്പട വീരാ തണ്ണിക്കുട്ട. എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശിച്ചത് ഇവിടെ ഗ്രേറ്റർ ദാൻ P ആണെന്നാണ്. D ആണ് കേട്ടോ ഉത്തരം. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഫൈൻ, അത് മതി. നെക്സ്റ്റ്,
Which one of the following species responds to an external magnetic field? Respond to an external magnetic field എന്ന് പറയുമ്പോൾ പാരാമാഗ്നറ്റിക് ഉദ്ദേശിക്കുന്നത്. പി എന്നാൽ പെയറിംഗ് എനർജി. അഫ്നാനെ ക്ലാസ് ഉണ്ടായിരുന്നോ നീ? പി എന്ന് വെച്ചാൽ പെയറിംഗ് എനർജി, പെയർ ചെയ്യാനുള്ള എനർജി. ഈ ഡെൽറ്റ നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ പി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എല്ലാവരും നോക്കിക്കുക മക്കളെ, ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഡെൽറ്റ നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഇ ജി ഓർബിറ്റൽസ്, ഇത് T2G ഓർബിറ്റൽസ്. T2Gയുടെയും ഇ ജിയുടെയും എനർജി ഗ്യാപ്പാണ് ഡെൽറ്റ നോട്ട്. ഈ ഡെൽറ്റ നോട്ട് ഗ്രേറ്റർ ദാൻ പി വരുമ്പോഴാണ് പെയറിംഗ് നടക്കുക. കാര്യം എന്താണ്? ഇപ്പോൾ അതെ, ഒരു ഇലക്ട്രോൺ ഇവിടെ, രണ്ട് ഇലക്ട്രോൺ ഇവിടെ, ഒരു ഇലക്ട്രോൺ ഇവിടെ, രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, മൂന്ന് ഇലക്ട്രോൺ ഉണ്ട്. നാലാമത്തെ ഇലക്ട്രോണിന് ഇ ജിയിലേക്ക് പോകണമെങ്കിൽ, പെയർ ചെയ്യാതെ മേളിലേക്ക് പോകണമെങ്കിൽ നല്ല എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഡെൽറ്റ നോട്ട് അത്രയും വലുതാണ്. അപ്പോൾ അതിനും നല്ലത് അത് പെയർ ചെയ്യും. ബിക്കോസ് ഡെൽറ്റ നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ പി. ഡെൽറ്റ നോട്ട് ലെസ് ദാൻ പി ആണെങ്കിലോ? ഡെൽറ്റ നോട്ട് ലെസ് ദാൻ പി ആണെങ്കിൽ 1, 2, 3. ഡെൽറ്റ നോട്ട് ലെസ് ദാൻ പി, അതായത് ഈ എനർജി ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ അത് പെയർ ചെയ്യാതെ മേളിലോട്ട് പോകും. ഗോട്ട് ഇറ്റ്? സെറ്റാണോ മക്കളെ? റെഡിയാണോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്? റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ പാരാമാഗ്നറ്റിക്കാണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് റെസ്പോണ്ട്, ഗെറ്റ് അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് ഡയാമാഗ്നറ്റിക് ആവും മകളെ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക്ലി റിപ്പൽഡ് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ് പിന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുക, ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ പാരാമാഗ്നറ്റിക് നോക്കിയാൽ മതി. പാരാമാഗ്നറ്റിക് നോക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞു Fe3+, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. പക്ഷേ അതേ Fe3+, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് ഇവിടെ. ഇപ്പോൾ കോൺഫിഗറേഷൻ എന്തായാലും 4s0 3d6 ആയിരിക്കുമല്ലോ. പക്ഷേ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് നടക്കില്ല. 1, 2, 3, 4, 5, 6 അൺപെയർഡ് ഇലക്ട്രോൺസ് 4 എണ്ണം ഉണ്ട്. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇറ്റ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ബാക്കിയെല്ലാം ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇത് വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ. ബാക്കിയെല്ലാം ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കോംപ്ലക്സസ് ഇസ് മോർ സ്റ്റേബിൾ? സ്റ്റെബിലിറ്റിയെക്കുറിച്ചുള്ള ചോദ്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എല്ലാത്തിനും ഇടിക്കും ഞാൻ പിടിച്ച്. പെട്ടെന്ന് കിട്ടാൻ വീക്ക് ലിഗാൻഡ് നോക്കിയാൽ മതി. ഏതാടാ കൂട്ടാ? മിക്ക കേസിൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ അത് നോക്കിയാൽ മതി. പക്ഷേ ചില കേസസിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് വന്നാലും ഡയാമാഗ്നറ്റിക് വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ZnH2O6 ശരിക്കും പറഞ്ഞാൽ വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്, പക്ഷേ എന്നാലും ഡയാമാഗ്നറ്റിക്. കാര്യം സിങ്ക. അപ്പോൾ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് വീക്ക് ഫീൽഡ് ലിഗാൻഡിനെ പിടിച്ചാൽ മതി. കാര്യം വീക്ക് ഫീൽഡ് ലിഗാൻഡിലാണ് പെയറിംഗ് നടക്കാത്തത്. അപ്പോൾ മിക്ക 4 ഓപ്ഷൻസിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ഫൈൻ. ഓക്കെയാണ് മക്കളെ. തസ്ലി മോളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നില്ലേ? പെയറിംഗ് ഓഫ് ലിഗാൻഡ്സ് ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ മോളെ? ക്ലാസ്സിലില്ലെങ്കിൽ അത് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കണം മക്കളെ, അല്ലെങ്കിൽ പെയറിങ്ങിൻ്റെ കാര്യം മനസ്സിലാവില്ല കൂട്ടാ. അതുകൊണ്ടാണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കോംപ്ലക്സസ് ഇസ് മോർ സ്റ്റേബിൾ? ഏറ്റവും സ്റ്റേബിൾ ഏതാണ്? ഏറ്റവും സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റിയെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു. മോർ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ചിലേറ്റിംഗ് ലിഗാൻഡ്. ഇഫ് ചിലേറ്റിംഗ് ലിഗാൻഡ് അറിയില്ലേ? ചിലേറ്റിംഗ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ വെൻ ചിലേറ്റിംഗ് ലിഗാൻഡ് ആർ പ്രസൻറ്റ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. അപ്പോൾ ചിലേറ്റിംഗ് ലിഗാൻഡ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളവൻ ആരാ? ബി ആണ്. ഏറ്റവും കൂടുതൽ ചിലേറ്റിംഗ് ലിഗാൻഡ് ഉള്ളവനെ പിടിക്കുക. Is that clear, my dear students? Next, the complex that has highest crystal field splitting energy. Highest crystal field splitting energy ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് we know that delta naught is directly proportional to strength of ligand അല്ലേ? അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ഇതേപോലത്തെ നേരത്തെ ഒരു ചോദ്യം ചെയ്തതാണ്. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ലിഗാൻഡ് ഏതിലുള്ളത്? ഇവിടെയാണുള്ളത്. COCN6. ഇവനായിരിക്കും ആൻസർ. ഡി അല്ലേ? ഫൈൻ, ഗോട്ട് ഇറ്റ്. ഇവിടെ 6 എണ്ണം സയനൈഡാണ്. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 with list 2. ഐസോമറിസം റൈറ്റ് സൈഡിലുണ്ട്, കോമ്പൗണ്ട്സ് ലെഫ്റ്റ് സൈഡിലുണ്ട്. നിങ്ങൾക്കറിയാം എ കാണുമ്പോൾ തന്നെ CONS36 CrCN6. ഈ എക്സാമ്പിൾ തന്നെ സാർ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിരുന്നു. ഇതേ എക്സാമ്പിൾ തന്നെ. ദിസ് ബിലോങ്സ് ടു, ഇതേതാ? കോർഡിനേഷൻ ഐസോമറിസം. രണ്ടാമത്തെ നോക്കിക്കേ, NO2 പ്രസൻറ്റ്. അത് കാണുമ്പോൾ തന്നെ ഏതാണ്? ലിങ്കേജ് ഐസോമറിസം. ബിക്കോസ് NO2 is ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്.
മൂന്നാമത്തെ CrH2O6Cl3 H2O കാണുമ്പോൾ തന്നെ അണ്ടർസ്റ്റാൻഡ് സോൾവേറ്റ് ഐസോമറിസം പോസിബിൾ ആണ്. പിന്നെ സിസ് ഫോം ഓഫ് CrCl2OX2 3- മക്കളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ MAA2B2 MAA2B2യുടെ സിസ് ഫോമിന് MAA2B2യുടെ സിസ് ഫോമിന് ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. പക്ഷേ അതിൻ്റെ ട്രാൻസ് ഫോമിന് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. ഇത് നമ്മൾ കണ്ടതാ കുട്ടന്മാരെ. ഓക്കെ, സോ ബേസിക്കലി ഇവൻ ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. സോ RPQS A ആയിരിക്കും ആൻസർ. ഗോട്ട് ഇറ്റ്. ഇനി സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആപ്ലിക്കേഷൻസ് ഓഫ് ഏത് ട്രാൻസിഷൻ എലമെൻറ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. മക്കളെ ആ ഒരു കാര്യം നമ്മുടെ ലാസ്റ്റ് ഭാഗം NCERTയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്, NCERTയുടെ ടേബിളിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ, അതായത് യൂസസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് സാറ് പറഞ്ഞത് ഈ ക്ലാസ്സിൽ പറയാമെന്ന്. എല്ലാവരും നോക്കുക, ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും, അത് ഏത് എക്സാമിനേഷൻ എടുത്താൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസസ്. അതിൽ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് സാറ് മാർക്ക് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി കേട്ടോ, വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട. എല്ലാം മിക്കവാറും മാർക്ക് ചെയ്യും, പക്ഷേ ആ മെയിൻ പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, coordination compounds is used for estimation of substances. അതായത് സോൾട്ട് അനാലിസിസിലൊക്കെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EDTA, DMG, ആൽഫ നൈട്രോസോ, ബീറ്റ നാഫ്തോൾ, ക്യൂപ്രോൺ, ഈ പേരുകൾ കേട്ടാൽ അണ്ടർസ്റ്റാൻഡ് ദേ ആർ യൂസ് ഫോർ അനാലിസിസ്. ഓർത്ത് വയ്ക്കുക, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. EDTA, DMG, ആൽഫ നൈട്രോസോ, ബീറ്റ നാഫ്തോൾ, ക്യൂപ്രോൺ, ഇവരൊക്കെ അനാലിസിസിന് വേണ്ടിയാണ്. പിന്നെ EDTA ഈസ് ഓൾസോ യൂസ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പോൾ ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ EDTA, ഹാർഡ്നെസ് ഓഫ് വാട്ടർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ EDTA. ഓക്കെ, ഈ നോട്ട് ചെയ്ത് മാത്രം, വേറെ ഒന്നും വായിക്കാൻ നിൽക്കണ്ട. നെക്സ്റ്റ്, cyanide, complexes of cyanide is used for extraction of gold. ഗോൾഡിൻ്റെ എക്സ്ട്രാക്ഷനിൽ സയനൈഡിൻ്റെ കോംപ്ലക്സ് ഫോം ആകുന്നുണ്ട്. ഓക്കെ മക്കളെ, എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗോൾഡ് എക്സ്ട്രാക്ഷൻ, സയനൈഡ് കോംപ്ലക്സ്. പിന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് മോൺസ് പ്രോസസ്. ഇംപ്യൂർ നിക്കൽ ഇസ് കൺവേർട്ടഡ് ടു NiCO4 which is decomposes to pure nickel. അതായത് പ്യൂരിഫിക്കേഷൻ ഓഫ് നിക്കലിൽ NiCO4 വരുന്നുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. മോൺസ് പ്രോസസ് എന്നുള്ള പേര് പഠിക്കേണ്ട, അത് മെറ്റലർജിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിങ്ങളുടെ സിലബസ് കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ മോൺസ് പ്രോസസ് എന്നുള്ള പേര് ഓർത്ത് വെക്കേണ്ട. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഇതിൽ ക്ലോറോഫിലിൻ്റെ പിഗ്മെൻറ്റിൽ മെഗ്നീഷ്യം ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക. ഹീമോഗ്ലോബിനിൽ അയൺ ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക. വൈറ്റമിൻ B12 എല്ലാവരും നോക്കുക, ഇസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് കൊബാൾട്ട്. അപ്പോൾ എന്തൊക്കെ ഓർത്ത് വെക്കേണ്ട? ക്ലോറോഫിലിൽ മെഗ്നീഷ്യത്തിൻ്റെ കോംപ്ലക്സ്, ഹീമോഗ്ലോബിനിൽ അയണിൻ്റെ കോംപ്ലക്സ്, വൈറ്റമിൻ B12 കൊബാൾട്ടിൻ്റെ കോംപ്ലക്സ്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. പിന്നെ എന്താണ് വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് യൂസ് ഫോർ ഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കീൻസ്. വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, ഈ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക, RH3P3RHCl, യൂസ് ഫോർ ഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കീൻസ്. പിന്നെ എന്താണ് ഫോട്ടോഗ്രാഫിയിൽ, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് മക്കളെ, സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും സയനൈഡ് കോംപ്ലക്സസ്. ഓക്കെ, ഇലക്ട്രോപ്ലേറ്റഡ്, ഇത് ബേസിക്കലി എക്സ്ട്രാക്ഷൻ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ സിൽവറിൻ്റെ കോംപ്ലക്സ് വിത്ത് തയോസൾഫേറ്റ് ഇസ് യൂസ്ഡ്. ഓക്കെ, S2O3 ഓക്കെ മക്കളെ. പിന്നെ എന്താണ് ട്രീറ്റ്മെൻറ്റ് പർപ്പസസിൽ ഡീപെൻസിലാമീൻ ആൻഡ് ഡസ് ഫെറി ഓക്സൈം is used. ഈ coordination compounds used ആണ്. It is used for removing excess of copper or iron from plant or animal systems. അതിനു വേണ്ടി ഡീപെൻസിലമീൻ ആൻഡ് ഡസ് ഫെറി ഓക്സൈം ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ EDTA is used for lead poisoning.
ഓക്കെ മക്കളെ. പിന്നെ coordination compounds is also used to inhibit the growth of tumors, for example cisplatin and related complex. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക മക്കളെ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് മക്കളെ? അനാലിസിസിൽ എലമെൻസിൻ്റെ അനാലിസിസിൽ EDTA DMG യൂസ് ചെയ്യുന്നുണ്ട്, ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ്, ആൽഫ നൈട്രോസോ ബീറ്റ നാഫ്തോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹാർഡ്നെസ് ഓഫ് വാട്ടറിൽ EDTA യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾഡിൻ്റെ എക്സ്ട്രാക്ഷനിൽ AuCN2- ഫോം ആവുന്നുണ്ട്. അതേപോലെ തന്നെ നിക്കലിൻ്റെ എക്സ്ട്രാക്ഷനിൽ NiCO4 ഫോം ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഹീമോഗ്ലോബിനിൽ അയൺ, ക്ലോറോഫിലിൻ്റെ മെഗ്നീഷ്യം കോമ്പൗണ്ട്, വൈറ്റമിൻ B12 കൊബാൾട്ടിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ട്. അതേപോലെ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഫോട്ടോഗ്രാഫിയിൽ ഈ സംഭവം ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ D-പെൻസിലാമീൻ ആൻഡ് ഡസ് ഫെറി ഓക്സൈം യൂസ് ഫോർ ട്രീറ്റ്മെൻറ്റ് പർപ്പസസ് ടു റിമൂവ് എക്സസ് ഓഫ് അയൺ ആൻഡ് കൊബാൾട്ട്. അതേപോലെ തന്നെ EDTA is used for lead poisoning. അതേപോലെ തന്നെ സിസ്പ്ലാറ്റിൻ is used to inhibit tumor growth. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എല്ലാ എക്സാമിനും ജയിലൊക്കെ സ്ഥിരം വരാനുള്ള സംഭവം. കഴിഞ്ഞ 2023 നോക്കിയാലും വന്നിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് 2024 വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ജാനുവരി സെഷനിൽ. ഓക്കെ, സ്ഥിരം വരാറില്ല. കീമിലും സിമ്പിളായിട്ട് വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് ചോദ്യങ്ങളെ ഇവിടെ വരുള്ളൂ മക്കളെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് എവിടെ നിന്നാ, ഇത് ഏത് ഭാഗത്തു നിന്നാണ് സാർ എടുത്തത്? സാർ ഇത് എടുത്തത് നമ്മുടെ ലാസ്റ്റ് NCERTയിലെ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് കേട്ടോ. NCERTയിലെ ലാസ്റ്റ് ഭാഗത്തു നിന്ന്. അപ്പോൾ എല്ലാവരും നോക്കുക മക്കളെ. അയ്യോ, ഈ ക്വസ്റ്റിൻ്റെ മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് ഓഫ് ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ദ കോർഡിനേഷൻ കോമ്പൗണ്ട് ക്ലോറോഫിൽ? ക്ലോറോഫിൽ പ്രസൻറ്റ് ആയത് ഏതാ? മെഗ്നീഷ്യം. ക്ലോറോഫിൽ പ്രസൻറ്റ് ആയത് ഏതാ മക്കളെ? മെഗ്നീഷ്യം. ഓക്കെ, ഇത്രയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുള്ളൂ. ഫൈൻ, ഗോട്ട് ഇറ്റ്. അതേപോലെ തന്നെ രണ്ട് ക്വസ്റ്റ്യനും കൂടി ചെയ്യാം മക്കളെ. CO2CO8 displace which among the following? CO2CO8 displace which among the following? CO2CO8, ഇവിടെ ഈ CO2ലെ ഈ CO എന്ന് പറയുന്നത് ചെറിയ CO ഉണ്ട്, കൊബാൾട്ടിൻ്റെ CO ആണ്. നമ്മളിത് ഓൾറെഡി കണ്ടിരുന്നു മക്കളെ. CO2CO8ൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. CO2CO8ൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇറ്റ് ഈസ് എൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. ഓർമ്മയുണ്ടോ? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? കൊബാൾട്ട് ബോണ്ട് ഉണ്ട്, 1 കൊബാൾട്ട് ബോണ്ട്, 6 ടെർമിനൽ കാർബൺ മോണോക്സൈഡ്, 1 2 3 4 5 6 ടെർമിനൽ കാർബൺ മോണോക്സൈഡ്, 2 ബ്രിഡ്ജിങ് കാർബൺ മോണോക്സൈഡ്. എ വിൽ ബി ദി ആൻസർ. നമ്മൾ കണ്ടതാണ് ഇത് ക്ലാസ്സിൽ അല്ലേ? അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ജയിൽ വന്നതാണ്. Mn2CO10 is an organometallic compound due to the presence of. Mn2CO10 is an organic metallic compound due to the presence of what? Organic metallic compound എന്ന് പറഞ്ഞാൽ കാർബൺ മെറ്റൽ ബോണ്ട് വേണം. ദാറ്റ് ഈസ് വാട്ട് മേക്ക് സംതിങ് ഓർഗാനോമെറ്റാലിക്. കാർബൺ മെറ്റൽ ബോണ്ട് വേണം, അതാണ് വേണ്ടത്. വേറെ എന്തുണ്ടെങ്കിലും കാര്യമില്ല, അതാണ് വേണ്ടത്, കാർബൺ മെറ്റൽ ബോണ്ട്. സോ ദിസ് ഇസ് ദി ആൻസർ. അപ്പോൾ നിങ്ങൾ പറയും, സർ പക്ഷേ Mn2CO10ൽ MN ബോണ്ട് ഇല്ലേ? കറക്റ്റാ. Mn2CO10ൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഇതാണ് Mn2CO10ൻ്റെ സ്ട്രക്ചർ. Mn2CO10ൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കറക്റ്റാ. MN ബോണ്ട് ഉണ്ട്, പക്ഷെ അതുകൊണ്ടല്ല അത് ഓർഗാനോ മെറ്റാലിക് ആവുന്നത്. മാംഗനീസ് കാർബൺ ബോണ്ട് ബോണ്ട് ഉള്ളത് കൊണ്ടാണ്, മെറ്റൽ കാർബൺ ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? കൂൾ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ മക്കളെ, അതുകൂടെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ട്. മക്കളെ, നിങ്ങളുടെ സ്ലൈഡിൽ ഞാനിത് ആക്ച്വലി ബാക്ക്വേർഡാണ് കേട്ടോ പോയത്. അതായത് നമ്മുടെ ഇനീഷ്യൽ ടോപ്പിക്സ് അവസാനമാണ് വരിക. അപ്പോൾ നിങ്ങൾ സ്ലൈഡിൽ നോക്കുമ്പോൾ ഞാൻ ഈ പഠിപ്പിച്ച ഓർഡറിലായിരിക്കില്ല സ്ലൈഡ് കിടക്കുന്നത്, നേരെ തിരിഞ്ഞ ഓർഡറിലായിരിക്കും. അതായത് ഞാൻ ബേസിക്കലി ഈസി ക്വസ്റ്റ്യൻസ് അവസാനം കൊണ്ടുവന്നിട്ടു, പക്ഷെ നമ്മളിന്ന് ചെയ്തപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ സ്ലൈഡിൽ ബേസിക്കലി നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്. സെറ്റാണ് മക്കളെ? റെഡി ആണോടാ മക്കളെ? സെറ്റാണോ? ഒരു മിനിറ്റ്. ഇപ്പോൾ റെഡിയാണോ? സെറ്റാണോ? ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം മാത്സ് തുടങ്ങും കേട്ടോ. AV സാർ ഇപ്പോൾ വരും. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ മക്കളെ. എനിക്ക് അതേ പറയാനുള്ളൂ.
ഞാൻ പറഞ്ഞില്ല, ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദൈവം നിങ്ങളുടെ മുമ്പിൽ വിളക്കായി തെളിയുമ്പോൾ, ദൈവം നിങ്ങളുടെ മുമ്പിൽ വിളക്കായിട്ട് പല പല രീതിയിൽ, പല പല വേഷത്തിൽ, പല പല ഓപ്പർച്യൂണിറ്റീസിൽ വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത പ്രാവശ്യം പിടിക്കാമെന്ന്. അതല്ല ചെയ്യേണ്ടത്. ബുദ്ധിയുള്ള ഒരാൾ യു ഷുഡ് ഓൾവേസ് ആക്ട് അക്കോർഡിംഗ്ലി. ഏറ്റവും ആദ്യം കിട്ടുന്ന ചാൻസിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക, ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടാനാണ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. So that's it, മക്കളെ. Bye. ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നല്ലേ? ഓക്കെ, യെസ്, വെൽക്കം ഗൈസ്, വെൽക്കം. യെസ്, നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ വേഗം നമുക്ക് തീർക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യണം, അടിപൊളിയായിട്ട് സോൾവ് ചെയ്യണം. യെസ്, ഓക്കെ ഗൈസ്, നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചേ, രാവിലെ നമ്മൾ കുറച്ച് തിയറിയൊക്കെ പറഞ്ഞായിരുന്നു. അതിന് ശേഷമുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ നിവിൻ, ഒരു മിനിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി ആണല്ലോ? പനി കുറഞ്ഞു വരുന്നു കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ് മക്കളെ. എളുപ്പമുള്ള ചോദ്യമാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്ക് സ്പീഡ് ചെയ്യണം കേട്ടോ. നോക്കിയിരിക്കില്ല, നമുക്ക് സ്പീഡ് ചെയ്യണം. അപ്പോൾ ചോദ്യം ഇതാണ് വന്നിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ വേറെ ലൈവിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. ഓക്കെ, യെസ് മക്കളെ, അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നടത്താം. നേരെ ക്വസ്റ്റിലേക്ക് പോയിക്കോ. ഇത് കണ്ടോ, ഈ ചോദ്യം നോക്കണേ. ഇൻ ആൻ AP, 5th ടേം ഈസ് 1/7 ആൻഡ് 7th ടേം ഈസ് 1/5. ഈ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഷോർട്ട് കട്ട് ഉള്ള ചോദ്യം തന്നെയാണ് കേട്ടോ. ശ്രദ്ധിച്ചു വേണം. ഇൻ ആൻ AP, 5th ടേം ഈസ് 1/7 ആൻഡ് 7th ടേം ഈസ് 1/5. ദെൻ ദ സം ഓഫ് ഫസ്റ്റ് 35 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നത്? 5th ടേം എന്ന് പറഞ്ഞാൽ A5 ഈക്വൽ ടു A + 4D ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7. ദെൻ 7th ടേം എന്ന് പറയുമ്പോൾ A + 6D ഈക്വൽ ടു 1/5. പിന്നെ ഈ ഇക്വേഷൻ നമ്മളോട് സോൾവ് ചെയ്ത് D കണ്ടുപിടിക്കും, A കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ സം ഓഫ് 35 ടേംസ് 35/2 × 2A + n - 1 × D എന്നുള്ള ഫോർമുല വെച്ചിട്ട് അത് കണ്ടുപിടിക്കും. പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ശ്രദ്ധിച്ചോണേ. ഈ ഒരു ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ കേട്ടോ. ഈ ഒരു ഫോമിലാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ശ്രദ്ധിച്ചോണം. അതായത് പീത്ത് ടേം എന്ന് പറയുന്നത് 1/Qവും ക്യൂത്ത് ടേം, ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ, ഇത് പഠിച്ചു വെക്കണേ. ക്യൂത്ത് ടേം എന്ന് പറയുന്നത് 1/P. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ, 5th ടേം ഈസ് 1/7 ആൻഡ് 7th ടേം ഈസ് 1/5. അങ്ങനെയല്ലേ? ഈ ഫോമിൽ തന്നെയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A ഈക്വൽ ടു 1/PQവും കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 1/PQ ആയിരിക്കും. ശ്രദ്ധിച്ചോണേ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? A ഈക്വൽ ടു 1/PQ ആൻഡ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 1/PQ ആയിരിക്കും. P × Q ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ സമ്മ് n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ n × n + 1 / 2 × PQ. ഇതാണ് എന്ത്?
ഇതിൻ്റെ ഷോർട്ട് കട്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോണ്ട് നമ്മൾ നോർമലി ഇക്വേഷൻ സോൾവ് ചെയ്ത് എ കണ്ടുപിടിച്ച് ഡി കണ്ടുപിടിച്ച് പിന്നെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് പീത്ത് ടേം 1/q, ക്യൂത്ത് ടേം 1/p ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്താണ് 1/35, ദെൻ എ ഈക്വൽ ടു 1/pq എന്ന് പറയുമ്പോൾ 7 × 5 എത്രയാണ് 35, അപ്പം 1/35, ദെൻ കോമൺ ഡിഫറൻസ് du എന്താണ് 1/35. അങ്ങനെയാണെങ്കിൽ സമ്മ് S35 അല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് 35 × 35 + 1 / 2 × 35. അപ്പോൾ ഈ 35 ക്യാൻസൽ ആകും. ദെൻ ബാക്കി 36/2 എത്രയാണ് വരുന്നത് 18. ഓപ്ഷൻ എത്രയാണ് വന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? എളുപ്പമാണോ മക്കളെ? യെസ്, പെട്ടെന്ന് നോക്കിക്കേ കണ്ടോ. ഈ ഒരു ടേമിൽ ഈ ഒരു പാറ്റേണിൽ ഇപ്പം 10th ടേം ഓഫ് ആൻ AP ഈസ് 1/20 ആൻഡ് 20th ടേം ഓഫ് ആൻ AP ഈസ് 1/10. ഇങ്ങനെയാണ് ചോദ്യം വന്നാൽ അപ്പോൾ അത് ശ്രദ്ധിച്ചോടെ PQ ആ രീതിയിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇതൊരു ഷോർട്ട് കട്ടാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം. If the 30th term of an arithmetic progression, ഈ arithmetic progressionലെ 30ാമത്തെ ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലത്തെ ഫസ്റ്റ് ടേം എന്താണ് 10 ആണ്, ദെൻ സെക്കൻഡ് ടേം 7, തേർഡ് ടേം 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം 10ഉം കോമൺ ഡിഫറൻസ് എത്ര? ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? A ഈക്വൽ ടു നമുക്ക് 10 ആണ്, കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 7 - 10. അങ്ങനെയാണ് നോക്കേണ്ടത് കേട്ടോ. 7 - 10 എന്ന് പറഞ്ഞാൽ -3 ആണ്, 4 - 7 എന്ന് പറയുമ്പോൾ -3 അല്ലേ. കോമൺ ഡിഫറൻസ് എത്രയാണ് വന്നത്? -3 ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 30ാമത്തെ ടേം A30 എന്ന് പറഞ്ഞാൽ A + 29D അല്ലേ. അപ്പോൾ നമുക്ക് 10 + 29 × -3 എത്ര വരും? 10 + -87, ദാറ്റ് ഈസ് ഈക്വൽ ടു -77. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. -77 ആണ് നമ്മുടെ ചോദ്യം വന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ മുമ്പേ ചെയ്ത അതേ ചോദ്യം ഓർമ്മയുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിക്കേ. In arithmetic mean of two numbers x and y is 3. Geometric mean is 1. നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു ചോദ്യമാണ്, ഓർമ്മയുണ്ടോ? ഓക്കെ, ചിന്തിച്ച് നോക്കിയേ മക്കളെ. ചെയ്തിട്ടില്ല, അതുപോലെ പറഞ്ഞതാണ് കേട്ടോ. നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിയേ. അരിത്തമെറ്റിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ ആണ് 2 നമ്പേഴ്സ്. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 3ഉം ആൻഡ് ജോമെട്രിക് മീൻ എത്രയാണ് തന്നിരിക്കുന്നത്? 1ഉം ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എയും ബിയും ആണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ. അരിത്തമെറ്റിക് മീൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? A + B/2 എന്നാണ് എഴുതിയത് അല്ലേ. അപ്പോൾ ഇവിടെ എക്സും വൈയും ആയതുകൊണ്ട് x + y/2 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. എത്ര? 3 എന്ന് തന്നിരിക്കുന്നത്. ദെൻ ജോമെട്രിക് മീൻ 1 ആണ് തന്നിരിക്കുന്നത്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ √xy ഈക്വൽ ടു നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 1 ആണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മൾ പറഞ്ഞതാണ് അരിത്തമെറ്റിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 3 ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x + y/2 എന്ന് പറഞ്ഞത് എന്താണ്? 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ജോമെട്രിക് മീൻ എത്ര തന്നിരിക്കുന്നത്? √x × y ഈക്വൽ ടു 1 എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x² + y² അല്ലേ. നമുക്ക് ഈ റൂട്ട് എന്ന് കളയാനായിട്ട് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? xy ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് x + y ഈക്വൽ ടു എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x² + y². ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇക്വേഷനെ രണ്ടിടത്തും സ്ക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? x + y (² ഈക്വൽ ടു 6² എന്ന് വരും. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്താൽ x² + y² + 2xy ഈക്വൽ ടു 36 എന്ന് വരും. ഇതിനകത്ത് എക്സ്വൈയുടെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ x² + y² + 2 ഈക്വൽ ടു 36 ആണ്. ദെൻ x² + y² വാല്യൂ എന്ത് വന്നു? 36 - 2 എന്ന് വരും. എത്രയാണ്? 34 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ, 34. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇതിനകത്തൊന്നും ഒരു സംശയമില്ല മക്കളെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ദെൻ അടുത്ത ചോദ്യം. ദ 6th ടേം ഇൻ ദ സീക്വൻസ്. ഈ സീക്വൻസിലെ അടുത്ത ടേം 6th ടേം ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഇത് AP-യിലാണോ GP-യിലാണോ എന്ന് നോക്കണം ഇങ്ങനത്തെ ചോദ്യം വരുമ്പോഴേ കേട്ടോ. ഇത് AP ആണോ നോക്കുന്നത്? എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് നോക്കണം. നോക്കിയാൽ 1 - 3 എന്തായാലും 1/3 - 1ഉം സെയിം അല്ല. അപ്പോൾ അത് AP അല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇതെന്താണ്? GP ആണ്. അപ്പോൾ കോമൺ റേഷ്യോ നോക്കിയേ 1/3 1/3. അപ്പോൾ കോമൺ റേഷ്യോ എത്രയാണ്? 1/3 ആണ്. ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A ഈക്വൽ ടു 3 ആണ്.
ദെൻ കോമൺ റേഷ്യോ ആർ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ 6th ടേമാണ് വേണ്ടത്. A6 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? AR⁵5 ആണ് അല്ലേ, ഒരെണ്ണം കുറവ് വേണം. അപ്പം A എത്രയാണ്? 3 × 1/3 ⁵5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 3/3⁵5 വരും. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ ഇവിടുന്ന് ഒരു 3യും ഇവിടുന്ന് ഒരു 3യും കട്ട് ചെയ്യാം. അപ്പോൾ 1/3⁴ എന്ന് വരും. 3⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81 ആണ്. അപ്പോൾ 1/81 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്, ഇത്രയും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് മക്കളെ നമ്മുടെ കയ്യിലുള്ളത്. അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേഗം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കിതിൻ്റെ. അയ്യോ മാറിപ്പോയോ, ഒരു മിനിറ്റ്. ഓക്കെ, വേഗം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള വഴി കേട്ടോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ചോദ്യം നോക്കടാ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. ഈ A+1 2A+1 4A-1 ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. നോക്കിക്കേ, A+1 ഒരു ടേം ആണ്. ദെൻ 2A+1 4A- ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അത് AP-യിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ വളരെ എളുപ്പമുള്ളൊരു ചോദ്യം. നമുക്കറിയാം ഇത് AP-യിലാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് അല്ലേ വരുന്നത്. അപ്പം സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസും ദെൻ തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് ഇത് ഈക്വൽ ടു ഇത് മൈനസ് ഇതെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്താണ്? 2A+1 -A+1 ഈക്വൽ ടു 4A-1 -2A+1 അല്ലേ. ഇതാണ് എന്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? 2A+1 -A-1 ഈക്വൽ ടു 4A-1 -2A-1. ഇവിടെ നമുക്ക് 1ഉം 1ഉം പോയി. ദെൻ ഇവിടെ A ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് 2A-2 എന്ന് വരും അല്ലേ. അപ്പോൾ 2 ഇവിടെ കൊണ്ടുവന്നു. ദെൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ A ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ത് വന്നു? A ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ബി അല്ലേ. ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. നോക്കിക്കേ, എയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? നമുക്ക് കിട്ടുന്നത് എത്രയാണ് മക്കളെ? A ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് AP-യിലാന്ന് പറഞ്ഞത് ഈ ഒരു കണ്ടീഷൻ നോക്കാം. 2B ഈക്വൽ ടു A+C എന്നുള്ള കണ്ടീഷൻ നോക്കാം. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. AP-യിലാണെങ്കിൽ ABC എന്ന് പറയുന്നത് AP-യിലാണെങ്കിൽ നമുക്ക് 2B ഈക്വൽ ടു A+C എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ഞാൻ പെട്ടെന്ന് പോവാണ്, സമയം ഒത്തിരി ആകുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം നോക്കണം. 2 നമ്പേഴ്സ് നമ്മുടെ ലാസ്റ്റ് AM > GM എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തില്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എൻ്റെ മക്കൾ പറയും, വേഗം പറയും, സാറ് പഠിപ്പിച്ചതാണ്. നോക്കിക്കേ, 2 numbers X and Y have arithmetic mean 9 and geometric mean എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ X and Y are root of ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത്? വേഗം പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് എഴുതുന്നത്? x plus y by 2 equal to നമുക്ക് 9 ആണ്. ദെൻ റൂട്ട് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ് അല്ലേ. അപ്പം x plus y equal to നമുക്ക് 18ഉം ദെൻ റൂട്ട് എക്സ് വൈ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ എക്സ് വൈ ഈക്വൽ ടു നമുക്ക് 16ഉം വരും. അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇവിടെ എക്സിൻ്റെ ടൈമിൽ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. ഇത് എയും ബിയും ആണ് കണ്ടാൽ മതി. അപ്പോൾ ഇതെന്താണ്? എ പ്ലസ് ബി എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ ഇത് എത്രയാണ്? 18 വരും, ഇത് 16 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 16 ഈക്വൽ ടു 0. ഏതാണ് നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? യെസ്, നമ്മുടെ ക്ലാസ് കണ്ട് പഠിച്ച ആൾക്കാർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ചോദ്യം വേറെ ആയിരുന്നു, ഈ ചോദ്യം വേറെ ആയിരുന്നു. പക്ഷേ എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 6th term of a GP is 2. Okay, then the product of first 11 terms of GP is equal to എന്നാണ് ചോദ്യം. സീക്വൻസ് ആൻഡ് സീരീസിലെ എല്ലാ ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ഫോർമുല അറിയാം, കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചോണേ. 6th term
ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, 6th ടേം ഓഫ് എ ജി പി ഈസ് 2 ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 11 ടേംസ്. മക്കളെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, മുമ്പേ നമ്മൾ ജി പി പഠിച്ച സമയത്ത് 3 ടേംസ് വന്നാൽ എങ്ങനെയാണ്, 4 ടേംസ് വന്നാൽ എങ്ങനെയാണ്, 5 ടേംസ് വന്നാൽ എങ്ങനെയാണെന്ന് നമ്മൾ എഴുതിയായിരുന്നു അല്ലേ. അതേ പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 11 ടേംസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ 11 ടേംസ് ഉള്ളത് കൊണ്ട് അതിലെ 6th ടേം ആണ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്, 2 എന്ന് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം a r⁵, ദെൻ a/r⁴, ദെൻ a/r³, ദെൻ a/r², ദെൻ a/6, ദെൻ അടുത്ത എന്താണ്, എ ആണ്, ദെൻ AR, ദെൻ AR², ദെൻ AR³, ദെൻ AR⁴, ദെൻ AR⁵. ഇപ്പോൾ 11 ടേംസ് വന്നില്ലേ, 1 2 3 4 5 6 7 8 9 10 11 ടേംസ് വന്നിട്ടുണ്ട്. ഇതിനകത്തെ 6ാമത്തെ ടേം 1 2 3 4 5 6 6ാമത്തെ ടേമാണ് എന്തെന്ന് തന്നിരിക്കുന്നത്, 2 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, a = അല്ലെ T6 അല്ലെങ്കിൽ A6 എന്ന് പറഞ്ഞാൽ എന്താണ്, A6 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, A തന്നെയാണ്. അത് നമുക്ക് 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നാണ് ഈ r⁵, ഈ r⁵, r⁴ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് നമുക്ക് a⁻11 കിട്ടും അല്ലേ. പ്രോഡക്റ്റ് അല്ലേ, പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 11 ടേംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ a⁻11 എന്താണ്, a എത്രയാണ്, 2 ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, ഇത് 2⁻11 എന്ന് എഴുതാം. 2⁻10ൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രയാണ്, 1024 ആണ്. അങ്ങനെയാണെങ്കിൽ അത് 2 ചെയ്താൽ പോരെ. ആൻസർ എത്ര വന്നു, 2048. ഓപ്ഷൻ എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത്, സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റിൽ ചിന്തിച്ചാൽ എങ്ങനെ ചെയ്താലും എന്താ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. റെഡി ആണല്ലോ, ഓക്കെ അല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്ത ചോദ്യം നോക്കടാ, ഇത് എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ്. A1 A2 A3 എക്സെട്ര A20 20 ടേംസ് ഉണ്ട്. R in AP ആണെങ്കിൽ, ക്ലിയർ ആണോ, നോക്കിക്കേ, ഇത് 20 ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ A1 + A20 ഫസ്റ്റ് ടേമും 20th ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്, 45 ആണ്. അങ്ങനെയാണെങ്കിൽ A1 മുതൽ A20 വരെ ആഡ് ചെയ്യുമ്പോൾ, അതായത് A1 മുതൽ A20 ആദ്യത്തെ 20 ടേമുകളുടെ എന്ത് കണ്ടുപിടിക്കണം, സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും, നോക്കിക്കേ. നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് എന്താ, A1 + A20, അതായത് ഫസ്റ്റ് ടേമും 20th ടേമിൻ്റെയും കൂടെ സമ്മ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഞാൻ A എന്ന് എടുക്കുവാണെങ്കിൽ 20th ടേം എന്ന് പറയുമ്പോൾ A + 19D അല്ലേ. 19D എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ നമുക്കിവിടെ 2A + 19D എത്ര വന്നു, 45 എന്ന് വന്നു. അതവിടെ കിടന്നോട്ടെ, അത് നമുക്ക് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നമുക്ക് വേണ്ടത് എന്താണ്, ആദ്യത്തെ 20 ടേമുകളുടെ എന്താണ് സമ്മ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ 20 ടേമുകളുടെ സമ്മ S20 ആണ്. അപ്പോൾ 20/2, ദെൻ 2A + 19D. കണ്ടോ, എളുപ്പമല്ലേ. ഇപ്പോൾ ഈ 2A + 19Dയുടെ വാല്യൂ എത്രയാണ്, 45 ആണ്. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടി, 20/2 × 45. ഓക്കെ, എത്ര വരും നമുക്കിത്, ഇതെന്ന് പറഞ്ഞാൽ 20/2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമുക്ക് 450 ആൻസർ വരും. 450 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വന്നു, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ മക്കളെ, ക്ലിയർ. എളുപ്പമല്ലേ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം, അടുത്ത ചോദ്യം നോക്കിക്കേടാ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇൻ ആൻ AP 6th ടേം ഈസ്, ഓക്കെ, ഞാൻ ഓർത്ത് പെട്ടെന്ന് ആ ചോദ്യം തന്നെയാണോ എന്ന്, അതല്ല. ഇൻ ആൻ AP 6th ടേം ഈസ് 52. ഓക്കെ, ക്ലിയർ ആണല്ലോ. 6th ടേം ഈസ് 52 ആൻഡ് 11th ടേം ഈസ് 112. ക്ലിയർ ആണല്ലോ, 11th ടേം ഈസ് 112. ദെൻ ദ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. കോമൺ ടേം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എത്രയാണ്, കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ദാ 6th ടേം A6 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, A + 5D അല്ലേ. അത് എത്രയാണ്, 52 ആണ്. ദെൻ 11th ടേം എന്ന് പറയുമ്പോൾ A + 10D അല്ലേ. A + 10D എത്രയാണ്, 112 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 കൂടെ സബ്ട്രാക്ട് ചെയ്തേ മക്കളെ. അപ്പോൾ എന്ത് കിട്ടും, 5D = നമുക്ക് 60 എന്ന് കിട്ടും. ദെൻ D = 60/5 എത്രയാണ്, 12. വളരെ എളുപ്പമുള്ള ചോദ്യം അല്ലേ ഇതാ, 12. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരെയും ചോദിച്ചിട്ടുണ്ട് കീമിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും, എത്രമാത്രം സ്പീഡിൽ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കുക.
ഫിഫ്ത്ത് ആൻഡ് എയ്ത്ത് ടേം ഓഫ് എ ജി പി ആർ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 1458ഉം എയ്ത്ത് ടേം എന്ന് പറയുന്നത് 54ഉമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ കോമൺ റേഷ്യോ ഓഫ് ദ ജി പിയുടെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനാണ് വളരെ എളുപ്പമുള്ള ചോദ്യം. വേഗം ചെയ്യുക. നോക്കിക്കേ, എന്താ വരുന്നത്? ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ AR⁴ എന്ന് എഴുതും. അത് എത്രയാണ്? 1458 തന്നിരിക്കുന്നത്. ദെൻ അടുത്ത എന്താണ്? എയ്ത്ത് ടേം എന്ന് പറയുമ്പോൾ AR⁷ ആണ് അല്ലേ? അത് എത്ര തന്നിരിക്കുന്നത്? 54 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമൺ റേഷ്യോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷനോടെ ഡിവൈഡ് ചെയ്തേ മക്കളെ. അപ്പം AR⁷ ഡിവൈഡഡ് ബൈ AR⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു 54 ഡിവൈഡഡ് ബൈ 1458 അല്ലേ? ഇവിടുന്ന് എയും പോവും. ദെൻ ഒരു R⁴ R⁷ കളഞ്ഞാൽ R³ എന്ന് വരും. R³ ഈക്വൽ ടു 54 ഡിവൈഡ് ബൈ 1458 ആണ് അല്ലേ മക്കളെ? 54ഉം 1458ഉം കൂടെ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? R³ ഈക്വൽ ടു 1/27 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? 1/27 എന്ന് കിട്ടും. നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിക്കേ, 3³ ആണ് 27. അപ്പോൾ R³ ഈക്വൽ ടു നമുക്ക് 1/3³ എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് R എത്ര കിട്ടും? 1/3 കിട്ടും. നമ്മുടെ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ എ കിട്ടും. ക്ലിയർ ആണോ? യെസ്, ബിഗ് മാൻ ആൻസർ എ പറഞ്ഞിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? യെസ്, എല്ലാവരും ഡിവൈഡ് ചെയ്ത് നോക്കുമായിരിക്കും അല്ലേ? 1458നെ 54 വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കുവാണോ? ഓക്കെ, യെസ്. ഗോപിക, അനശ്വര, പ്രബീഷ്, ചാറ്റ് ഞാൻ അധികം നോക്കുന്നില്ല. നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഒരുപാട് നേരം എടുക്കും, തീരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇല്ലേ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. മാത്സ് ആയതുകൊണ്ട് കുറേ ചെയ്യാനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ചാറ്റ് നോക്കി നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ലാസ് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ചോദ്യം. ഫോർത്ത് ടേം ഓഫ് എ ജി പി ഈസ് 32. ഫോർത്ത് ടേം ഓഫ് എ ജി പി ആണ്, 32 ആണ്. ഹുസ് കോമൺ റേഷ്യോ ഈസ് ഹാഫ് ഓഫ് ദി ഫസ്റ്റ് ടേം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചു വേണം കേട്ടോ. അപ്പം നമ്മളോട് ഫോർത്ത് ടേം ആണ് പറയുന്നത്. അപ്പം AR³ ആണ് അല്ലേ? AR³ ഈക്വൽ ടു നമുക്ക് 32 തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറയുന്നത്? ഹുസ് കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഹാഫ് ഓഫ് ദി ഫസ്റ്റ് ടേം. അപ്പം R എന്ന് പറയുന്നത് A/2 ആണ്. ഫസ്റ്റ് ടേമിൻ്റെ ഹാഫ് ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് R-ന് പകരം നമുക്ക് A/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? A/2³ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം? 32 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുക്കാം? A/A³ ഈക്വൽ ടു 32 നമുക്ക് കൊടുക്കാം. ഇത് ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും? A⁴ ഈക്വൽ ടു 32 × 2³ 8 ആണ് അല്ലേ? അപ്പം A⁴ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 256 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രയൊന്നും സ്റ്റെപ്പ് എഴുതരുതേ എൻ്റെ പൊന്നുമക്കളെ. ഞാനിത് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഫോർത്ത് ടേം നമ്മൾ എഴുതി, ഇതാണ്. എന്നിട്ട് പറയുന്നു അതിൻ്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേം A എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് A/2 എന്ന് എടുക്കാം കോമൺ റേഷ്യോ. അപ്പോൾ ഞാൻ ഈ R-ന് പകരം A/2 എന്ന് കൊടുത്തു. ദെൻ ബാക്കി എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ A⁴ ഈക്വൽ ടു 256 എന്ന് വന്നു. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ അതാ പവർ 4 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 256നെ നമുക്ക് പവർ 4 വരുന്ന രീതിയിൽ എഴുതണം. എങ്ങനെയാണ് വരുന്നത്? A⁴ ഈക്വൽ ടു 4⁴ ആണ് എന്ത്? 256 എന്ന് പറയുന്നത് കേട്ടോ. 4⁴ ആണ് 256. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും? A=4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? A നമുക്ക് 4 എന്ന് കിട്ടി. ക്ലിയർ ആണോ? A4 ആണെങ്കിൽ കോമൺ റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? 4/2 അല്ലേ? R = 4/2 എന്ന് പറഞ്ഞാൽ 2 തന്നെ വരും. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു 2ൻ്റെയും 3ൻ്റെയും വാല്യൂ പഠിച്ച പോലെ 4ൻ്റെയും 5ൻ്റെ അറ്റ്ലീസ്റ്റ് 4⁵5 വരെ 5⁵5 വരെ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസ് എഴുതാൻ പറ്റും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദെൻ ദ 15th ടേം ആണ് കണ്ടുപിടിക്കുന്നത്. A15 ആണ് വേണ്ടത്. A15 എന്ന് പറഞ്ഞാൽ AR⁴14 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? A എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ്. R-ൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 2⁴14 ആണ് അല്ലേ? അപ്പോൾ ഈ 4നെ നമുക്ക് 2² എന്ന് എഴുതാം. ദെൻ 2⁴14 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2⁴16 എഴുതാമല്ലോ. അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ഡി ആണ്. യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. അടിപൊളി. ക്ലിയർ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. ഫോർമുലാസ് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ നമുക്കതിനെ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം എന്നും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം. അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യം. ഇത്രയും എളുപ്പമുള്ള ചോദ്യമൊക്കെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? നോക്കിക്കേ, -5 K
-1 R in AP. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. വേഗം ചെയ്തേ മക്കളെ, വളരെ എളുപ്പമല്ലേ. അതായത് കോമൺ ഡിഫറൻസ് നോക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2b = a+c എന്നുള്ള രീതിയിലാണെങ്കിലും ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, അപ്പോൾ അതാ സോറി മക്കളെ, ഇത് കെ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്? കെ -5. അപ്പോൾ എന്താണ്? k+5 എന്ന് വരും അല്ലേ. k+5 എന്ന് വരും. ദെൻ അടുത്തത് -1 - k, -1 - k എന്ന് വരും. ദെൻ കെയിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ്? 2k. ദെൻ ഇവിടെ എത്ര വരും? -6 എന്ന് വരും. അപ്പോൾ k = -6/2 എത്ര വരും? -3. അപ്പോൾ ഓപ്ഷൻ എത്ര വന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. യെസ്, വളരെ എളുപ്പമുള്ള ചോദ്യം, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. അടിപൊളി മക്കളെ. ഓക്കെ, ഇതേപോലെ ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യണം പരീക്ഷയ്ക്കും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം. If sum of first 75 terms of an AP is 2625, ആദ്യത്തെ 75, അതായത് S75 നമുക്ക് 75/2 × 2a + n - 74d എന്ന് പറയുന്നത് 265 ആണ്. അങ്ങനെയാണെങ്കിൽ then the 38th term of an AP ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം S75 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. S75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75/2 × 2a + 74d ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയും 2625 എന്ന് തന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 38 ടേം ഓഫ് എ പി എത്രയാണ്? 38 എന്ന് പറഞ്ഞാൽ A38 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? a + 37d ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടത്. a + 37d ആണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 75/2 എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് ഞാനൊരു 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ എന്താണ്? 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത് അകത്ത് എന്ത് വരും? a + 37d എന്നല്ലേ വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2625. ഇവിടെ ഞാനിത് കളയുന്നു. ദെൻ ഈ 2 കട്ട് ചെയ്ത് പോവും. ദെൻ ബാക്കി എന്തുണ്ട്? ബാക്കി നമുക്ക് a + 37d എന്ന് പറഞ്ഞാൽ എന്താണ്? 2625 / 75 ആണ്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 35 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 35 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഇ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഇ ആണ് വിക്ടിമാൻ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. യെസ്, കാൽക്കുലേഷൻ കുറച്ച് സ്പീഡ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ വേഗം ചെയ്യണം കേട്ടോ. 2625നെ 75 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് 35 എന്ന ആൻസർ കിട്ടും കേട്ടോ. ആ ഒരു ലോജിക്കിൽ കണക്ട് ചെയ്യാൻ പറ്റണം. എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനെ ചോദിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? റെഡി? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കേ മക്കളെ. If the second and fifth term of a GP are 24 and 3 respectively, second term എന്ന് പറഞ്ഞാൽ 24ഉം fifth term എന്ന് പറഞ്ഞാൽ 3ഉം ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്. 2a + 74d എങ്ങനെയാണ് വന്നതെന്നോ? നമുക്ക് ഫോർമുല അറിയത്തില്ലേ? n/2 × 2a + n - 1 × d എന്നല്ലേ സമ്മ് അല്ലേ. ഇതല്ലേ സമ്മ്. അപ്പോൾ 75 ടേംസ് എന്ന് പറയുമ്പോൾ n 75 ആ. 75/2 × 2a + 75 - 1 × d. അപ്പോൾ എത്ര വന്നു? 74d കേട്ടോ. റോഷിനി നിഹാൽ കേട്ടോ. പറയുന്നത് മനസ്സിലായോ? അങ്ങനെ അത് വന്നത് കേട്ടോ. ഓക്കെ, ചുമ്മാ അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ ഞാനെങ്ങനെ മനസ്സിലാക്കും എന്താ ചോദിച്ചതെന്ന്? ചോദ്യം വ്യക്തമായിട്ട് ചോദിക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഇത് നോക്കിക്കാം മക്കളെ. ഇതിന് കുറച്ച് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയും. ഇഫ് ദ സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം, അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? AR = എത്രയാണ്? 24 ആണ്. ദെൻ ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ AR⁴ ആണ്. AR⁴ എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? then the sum of first 6 terms എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആറും കണ്ടുപിടിക്കണം, എയും കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലക്ഷ്യം എന്താണ്? ഇതിനകത്ത് നിന്ന് 6 കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? AR⁴ ഡിവൈഡഡ് ബൈ AR ഈക്വൽ ടു ദെൻ 3/24 എന്ന് വരും. ഇവിടുന്ന് എയും കട്ടായി പോകും. ദെൻ ആറും പോകും. അപ്പോൾ R³ അല്ലേ. R³ ഈക്വൽ ടു 3/24 എന്ന് വരും. ഓക്കെ, 3/24 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിവൈഡ് ചെയ്താൽ 1/8 എന്ന് വരും. അപ്പോൾ R³ ഈക്വൽ ടു 1/2³ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ നമുക്ക് 1/2 കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? R ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, അത് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എ കണ്ടുപിടിക്കാമല്ലോ. R 1/2 കിട്ടിയാൽ ഏതെങ്കിലും ഇക്വേഷനകത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? എ കിട്ടത്തില്ലേ? ഓക്കെ, അപ്പം എ കണ്ടുപിടിച്ചാൽ എ എത്ര കിട്ടും? 48 എന്ന് കിട്ടും. അപ്പം എ ഈക്വൽ ടു 1/2
ഈക്വൽ ടു 24 എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് A ഈക്വൽ ടു നമുക്ക് 48 എന്ന് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ റേഷ്യോയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഓഫ് GP ആണ് വേണ്ടത് അല്ലേ. ഇവിടെ കോമൺ റേഷ്യോ എന്താണ്? 1/2 ആണ്. അപ്പോൾ ലെസ് ദാൻ 1 ആണ് എന്ത് നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യും? സം എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? സമ്മ് A ഇൻറ്റു 1 - R⁻n ഡിവൈഡഡ് ബൈ 1 - R. ഇതാണ് നമ്മുടെ ഫോർമുല. ഓർമ്മയുണ്ടല്ലോ? നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താ സംഭവിക്കുന്നത്? A എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്? 48 ആണ്. ദെൻ 1 - R എത്രയാണ്? 1/2 ഹോൾ റൈസ് ടു 6 ടേംസിൻ്റെ സമ്മാണ് വേണ്ടത് അല്ലേ. S6 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ S6 ആകുമ്പം എന്നിന് നമ്മൾ എത്ര കൊടുക്കണം? 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹോൾ റൈസ് ടു 6 ഡിവൈഡഡ് ബൈ 1 - 1/2. ബാക്കി ഇനി കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഇത് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. ഞാൻ കാൽക്കുലേഷൻ കൂടെ പെട്ടെന്ന് ചെയ്യുകയാണ്. അപ്പോൾ അതാണ്ട് 48 ഇൻറ്റു ദെൻ ഇതിപ്പം 1/2⁻6 എന്നാകും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2⁻6 - 1 ഡിവൈഡഡ് ബൈ 2⁻6. താഴെ വീണ്ടും ഡിവൈഡഡ് ബൈ 1/2 വരും കേട്ടോ. 1/2 വരും. ഇത് ക്രോസ് ഇത് നിങ്ങൾ സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഞാനിത് ഒന്നുകൂടെ ചെയ്യാം. 48 ഇൻറ്റു 2⁻6 - 1 ഡിവൈഡഡ് ബൈ 2⁻6. ദെൻ ഇത് 2 എന്ന് ഇവിടെ വരും. ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 96 എന്ന് കിട്ടും. ദെൻ ഇതിൻ്റെ വാല്യൂ നിങ്ങൾ 2⁻6ൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിത് ചെയ്ത് കാണിക്കണം. 2⁻6 - 1 ഡിവൈഡഡ് ബൈ 2⁻6 ആണ്. ദെൻ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇൻറ്റു 64 ദെൻ -3. ഇതൊരു കട്ടായി പോകും കേട്ടോ. ഇതൊരു കട്ടായി കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. ഓക്കെ. ദെൻ 3 ഇൻറ്റു 64 -3 ഡിവൈഡഡ് ബൈ ബാക്കി എന്തുണ്ട്? 2 വരും. ഓക്കെ. അപ്പോൾ എന്ത് വന്നു? 192 - 3/2 എന്ന് വന്നു. അപ്പോൾ 189 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 189 ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണോ? 189 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ. എളുപ്പമല്ലേ? യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. അടിപൊളി. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അത് ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ അടുത്ത ചോദ്യം. ഈ ചോദ്യം നമ്മൾ ചെയ്ത ചോദ്യം തന്നെയാണ് അല്ലേ. ചെയ്ത ചോദ്യം തന്നെയാണ്. ക്ലാസ്സിൽ മുമ്പേ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. 2023 കഴിഞ്ഞ വർഷത്തെ കീമിന് ചോദിച്ചതുമാണ്. Let A and B be two real numbers between 3 and 81 such that resulting sequence 3A, B, 81 is a geometry progression. Then the value of A plus B കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വേഗം പറഞ്ഞ മക്കളെ. നമ്മൾ ഓൾറെഡി ചെയ്ത ചോദ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ എന്താ പറഞ്ഞത്? 6 കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? B/A ഹോൾ റേസ് ടു 1/n+1 എന്നാണ്. ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ R ഈക്വൽ ടു 81/3 ഇൻറ്റു ഹോൾ റേസ് ടു ഇവിടെ എത്ര ടൈംസ് ആഡ് ചെയ്തിരിക്കുന്നത്? 2 ടൈംസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 + 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 81/3 എന്ന് പറഞ്ഞാൽ 27 ആണ്. 27 ഹോൾ റേസ് ടു 1/3 ആണ്. 27 നമുക്ക് 3³ എന്ന് കൊടുക്കാം. ദെൻ 1/3 ആണ്. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 6 നമുക്ക് കോമൺ റേഷ്യോ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി അല്ലേ. ക്ലിയർ ആണല്ലോ? ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നെക്സ്റ്റ് കോമൺ റേഷ്യോ നമുക്ക് 3 കിട്ടിക്കഴിഞ്ഞാൽ A എത്രയാണ്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 ആണ്, 9 ആണ് കിട്ടുന്നത്. B എന്ന് പറഞ്ഞാൽ നമ്മൾ 9ൻ്റെ കൂടെ വീണ്ടും 3 മൾട്ടിപ്ലൈ ചെയ്യണം, നമുക്ക് 27 കിട്ടും. ദെൻ A + B എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 27 + 9 എന്ന് പറഞ്ഞാൽ നമുക്ക് 36 കിട്ടും. ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. അടിപൊളി. ഓക്കെ. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ദ സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദ സീരീസ്. എനിക്കൊന്ന് ഈ ചോദ്യം നമ്മൾ ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ്? ആദ്യത്തെ 24 ടേമുകളുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 9, 13, 17. അപ്പോൾ ഇതിനകത്തെ ഫസ്റ്റ് ടേം എന്താ? 9 ആണ്. കോമൺ ഡിഫറൻസ് നോക്കിയാൽ എത്ര വരും? 4 വരത്തില്ലേ? 4 ആണ് കോമൺ ഡിഫറൻസ്. അപ്പം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 4 ആണ്. നമുക്ക് ആദ്യത്തെ 24 ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. S24 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 24/2 ഇൻറ്റു 2 ഇൻറ്റു 9 പ്ലസ് 23 ഇൻറ്റു D അതെത്രയാണ്? 4 ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. അപ്പം 18 + 92 വരും. ദെൻ ഇത് ആഡ് ചെയ്താൽ നമുക്ക് 12 ഇൻറ്റു 110 എന്ന് വരും. ഞാൻ മുമ്പേ ട്രിക്കൊക്കെ പറഞ്ഞിരുന്നു 11 വെച്ച് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 132 അല്ലേ? 0. ഓക്കെ. 1320 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. കിട്ടുന്നില്ലേ മക്കളെ? ഇതിൻ്റെ ആൻസർ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. വേഗം പറയണേ. നമുക്ക് കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്.
ഓപ്ഷൻ ഡി കിട്ടിയല്ലോ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇൻ ആൻ എ പി ദെയർ ആർ 18 ടേംസ്. ഓക്കെ, ശ്രദ്ധിച്ചോണേ, ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ എ പിയിൽ 18 ടേംസ് ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് 3 ടേംസ് ഓഫ് ദ എ പി. ഒരു എ പിയിൽ എത്ര ടേംസ് ഉണ്ട്? ടോട്ടൽ 18 ടേംസ് ഉണ്ട്. ആ എ പിയിലെ ലാസ്റ്റ് 3 ടേമുകളാണ് സോറി മക്കളെ, ലാസ്റ്റ് 3 ടേമുകളാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 67ഉം 72ഉം 77ഉം നമുക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് ടേം 77 നമുക്ക് തന്നിട്ടുണ്ട്. 18 ടേം ഉള്ള എ പിയിലെ ലാസ്റ്റ് ടേം എത്രയാണ്? 77 ആണ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടും അല്ലേ? 72 + 5 ആണ് 77, 67 + 5 ആണ് 72. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ലാസ്റ്റ് ടൈമും കിട്ടി, ടോട്ടൽ എന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഫസ്റ്റ് ടൈം ഓഫ് ദ എ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എളുപ്പത്തിൽ കണ്ടുപിടിക്കത്തില്ലേ മക്കളെ? ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഡയറക്റ്റ് ഒരു ഫോർമുലയും ഉണ്ട്. ഡി ഈക്വൽ ടു എന്താണ്? L മൈനസ് A ബൈ, ഓർമ്മയുണ്ട് ആ ഫോർമുല? അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലേ? സോറി, N ഈക്വൽ ടു, ഫോർമുല മറന്നുപോയോ? N ഈക്വൽ ടു L വെച്ചിട്ടൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഇത് A നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 5 ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 77 ആണ്. ഇവിടെ 18 ടേമുള്ള എ പി ആയതുകൊണ്ട് 18ാമത്തെ ടേമാണ് എന്ത്? 77 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം ലാസ്റ്റ് 18ാമത്തെ ടേം എന്ന് പറയുമ്പോൾ A + 70D ആണ്. അത് നമുക്ക് 77 തന്നിട്ടുണ്ട്. ഡി നമുക്കറിയാം. അപ്പം A + 70 × 5 ഈക്വൽ ടു 77 എന്ന് വരും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 70 × 5 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 85 വരും അല്ലേ? അപ്പോൾ 85 ഈക്വൽ ടു 77 എന്ന് വരും. ദെൻ A ഈക്വൽ ടു നമുക്ക് 77 - 85 വരും. അപ്പോൾ ആൻസർ എത്ര വന്നു? A ഈക്വൽ ടു -8 എന്ന് ആൻസർ വന്നു. ഓപ്ഷൻ എത്ര വന്നു? ഡി ആണ് ആൻസറേ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മറ്റേ രീതിയിലും നമുക്ക് ചെയ്യാം, ദെൻ അല്ലെങ്കിൽ ഈ രീതിയിലും നമുക്ക് ചെയ്യാം. ഒരു ഇഷ്യൂ ഇല്ല. ക്ലിയർ അല്ലേ? യെസ്, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ചോദ്യം. The first term of a GP is 3 and the sum of second and third term is 60. Clear അല്ലേ? ഫസ്റ്റ് ടേം ഓഫ് എ ജി പി ഈസ് 3 ആൻഡ് സം ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം ഈസ് 60. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ സം ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം. സെക്കൻഡ് ആൻഡ് തേർഡ് ടേം എന്ന് പറയുമ്പോഴത്തേന് സെക്കൻഡ് ടേം AR ആണ്, തേർഡ് ടേം എന്ന് പറയുമ്പോഴത്തേന് AR² ആണ്. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 16 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെനിക്ക് കോമൺ ആയിട്ട് A പുറത്തെടുത്ത് കഴിഞ്ഞാൽ R + R² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. ദെൻ എയുടെ വാല്യൂ നമുക്ക് 3 എന്നറിയാം അല്ലേ? R + R² ഈക്വൽ ടു 60 ആണ്. ദെൻ 60 ആണ്. ദെൻ R + R² ഈക്വൽ ടു 60/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. R² + R -20 ഈക്വൽ ടു 0 അല്ലേ? ഇവിടുന്ന് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -20യും ആഡ് ചെയ്യുമ്പോൾ 5ഉം വരുന്ന നമ്മുടെ റൂട്ട്സ് ഏതൊക്കെയായിരിക്കും വരുന്നത്? നമുക്കറിയാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -20 വരണം, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് +1ഉം വരണം. അപ്പം 5 × -4 ചെയ്താൽ നമുക്ക് -20യും കിട്ടും. 5ഉം -4ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1ഉം കിട്ടും അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? R + 5ഉം ദെൻ R - 4ഉം നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് R ഈക്വൽ ടു നമുക്ക് -5ഉം R ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 4ഉം കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം നോക്കിക്കേ. ദ കോമൺ റേഷ്യോ ഏതൊക്കെയാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2 കോമൺ റേഷ്യോ കിട്ടും, -5ഉം 4ഉം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സെറ്റല്ലേ? യെസ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം. ഈ ചോദ്യം കാണുമ്പോഴത്തേക്ക് ഞെട്ടിയൊന്നും പോകണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഈ ചോദ്യം നോക്കണം മക്കളെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ 11th ടേം ഓഫ് ജിയോമെട്രിക് സീരീസ്. അത് ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ ഒരു സീരീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 11th ടേം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം? ഈ സീരീസ് ഒന്ന് എഴുതി നോക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് Rന് ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കിക്കേ? 2 × -2 whole raised to 0 പ്ലസ് 2 × -2 whole raised to 1 പ്ലസ് 2 × -2 whole raised to 2 പ്ലസ്
2 ഇൻറ്റു -2 ഹോൾ റൈസ് ടു 3. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സീരീസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇതൊരു ജോമെട്രിക് സീരീസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 11th ടേം ഉണ്ട്. 11th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 11th ടേം ഓഫ് ദി ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് നോക്കി, ഇതെന്ത് വരും? 2 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എനിത്തിങ് റൈസ് ടു 0 എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് 2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഫസ്റ്റ് ടേം എന്താണ്? നമുക്ക് 2 ആണെന്ന് മനസ്സിലാകും. ദെൻ നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ഇൻറ്റു -2 അല്ലേ. 2 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -4 ആണ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, എന്താ വരുന്നത്? 2 ഇൻറ്റു -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത് അല്ലേ. നോക്കിയേ, -2 ഹോൾ സ്ക്വയർ ആണ് 4 ആണ്. 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം a ഈക്വൽ ടു നമുക്ക് 2ഉം കോമൺ റേഷ്യോ നമുക്ക് എത്ര കിട്ടി? -4/2 ചെയ്താലും 8/-4 ചെയ്താലും നമുക്ക് എത്ര കിട്ടുന്നത്? -2 ആണ് കിട്ടുന്നത്. അപ്പം a ആണ് ഫസ്റ്റ് ടേം, 2ഉം കോമൺ റേഷ്യോ r ഈക്വൽ ടു -2ഉം കിട്ടും അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 11th ടേമാണ്. 11th ടേം എന്ന് പറഞ്ഞാൽ a11, അതായത് a r/10. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ -2 ഹോൾ റൈസ് ടു 10. നമ്മൾ ആ വാല്യൂ ഓൾറെഡി പഠിച്ചതാണ്. 2 ഇൻറ്റു 2 റൈസ് ടു 10 എത്രയാണ് മക്കളെ? 1024. ആൻസർ എത്രയാണ് വരുന്നത്? 2048. കണ്ടോ, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. യെസ്, ബീവതൂട്ടി അല്ലേ. എക്സാമിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, 5 ഓപ്ഷൻസ് ഉണ്ടാകും. ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. ഇതൊരു ഒബ്ജക്റ്റീവ് എക്സാം അല്ലേ, അപ്പോൾ ഓപ്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാകും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ചോദ്യം നോക്കിക്കേടാ. അയ്യോ, if nth term of a series is n plus -1 whole raised to n -1 കേട്ടോ. ഇനി എത്ര ചോദ്യം കൂടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 ഒരു 6-7 ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. 6-7 ചോദ്യം കൂടി ഉണ്ട്. നമുക്ക് മാക്സിമം തീർക്കാൻ പറ്റുന്നത് തീർക്കാം. 10:30 ബിഫോർ എന്തായാലും ഞാൻ തീർക്കും കേട്ടോ. ഓക്കെ, ഈ ചോദ്യം നോക്കിയാൽ ഇപ്പോൾ നമ്മൾ കുറേ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. nth ടേം ഓഫ് എ സീരീസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. nth ടേം an കേട്ടോ. an-നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറൽ ടേമിനെ പറയുന്നത്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? n + -1 ഹോൾ റൈസ് ടു n -1. വേറെ എന്നിൻ്റെ വാല്യൂ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 1 2 3 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ ദ സം ഓഫ് ഫസ്റ്റ് 40 ടേമുകളുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? ഈ സീരീസിലെ 40 ടേമുകളുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് S40 ആണ് കണ്ടുപിടിക്കേണ്ടത്. S40 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ അപ്ലൈ ചെയ്ത് ഞാൻ ഇക്വേഷൻ എഴുതുകയാണ്. സിഗ്മ n ഈക്വൽ ടു 1 to 40. നമ്മളോട് പറയുന്നുണ്ട് n എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര എവിടെ വരെയാണ്? 40 ടേമുകളുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 2 3 4 5 6 40 വരെ വരും. ഇതാണ് ജനറൽ ടേമാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. എന്ത് ടേമാണ്? ജനറൽ ടേമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 to 40 വരെ n പ്ലസ് -1 ഹോൾ റൈസ് ടു n -1. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്. സിഗ്മ n ഈക്വൽ ടു 1 to 40 n പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to 40 -1 ഹോൾ റൈസ് ടു n -1. ഇതിൻ്റെ സമ്മ് എത്രയാണെന്ന് നിങ്ങൾ പറയും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 40. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? n ഇൻറ്റു n + 1/2 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 40 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ചെയ്യാൻ പറ്റും. 40 ഇൻറ്റു 40 + 1 41 / 2 എന്ന് വരും അല്ലേ. ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും മക്കളെ? ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിൻ്റെ വാല്യൂ നമുക്ക് 0 വരുള്ളൂ. കാരണം എന്താ? നിങ്ങൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ -1 ഹോൾ റൈസ് ടു 1 -1 എന്ന് പറയുമ്പോൾ 0 വരും. അതൊക്കെ 1 കിട്ടി നമുക്ക് വാല്യൂ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, നിങ്ങൾ എന്നിന് നിങ്ങൾ എന്ത് ചെയ്യും? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 ഹോൾ റൈസ് ടു 2 -1. അപ്പോൾ എന്ത് വന്നു? -1 ഹോൾ റൈസ് ടു 1. അത് എത്രയാണ്? -1 തന്നെയാണ്. അപ്പോൾ 1 -1 0. നിങ്ങൾ ഇനി അടുത്ത ഏതൊക്കെ വാല്യൂ ഇട്ട് കൊടുത്താൽ അതെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റ് ക്യാൻസൽ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ദെൻ ഇതിൻ്റെ മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 20 ഇൻറ്റു 41 എന്ന് കിട്ടും. ആൻസർ 820 വരും ആൻസർ. ഓക്കെ, 820 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, n എങ്ങനെയാണ് 1 ആയതോ? n 1 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? n ഈക്വൽ ടു 1 2 3 4 5 6 എക്സെട്ര 40 വരെയാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞ മനസ്സിലായോ? n 1 to 40 വരെയാണ് അല്ലേ. n 1 2 3 ആണ്. നമുക്ക് ആദ്യത്തെ 40 ടേമുകളുടെ സമ്മ് വേണ്ടതുകൊണ്ടാണ് ഞാൻ n ഈക്വൽ ടു 1 to 40 എന്ന് എഴുതിയത്. ക്ലിയർ ആണോ മാധവൻ നായർ? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ.
ദെൻ ഇത് നിങ്ങൾ എന്നിന് നിങ്ങൾ 1 കൊടുത്താലും 2 കൊടുത്ത് 3 കൊടുത്ത് സം എഴുതി നോക്കുമ്പോൾ ഈ കംപ്ലീറ്റ് എന്തായാലും 0 0 0 വരുള്ളൂ. ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് 1 അത് ക്യാൻസൽ ആയി പൊക്കോളും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, അടുത്ത ചോദ്യം. In an AP, the difference between the last and first term is 632. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? അതിൻ്റെ ആൻസർ വേഗം നിങ്ങൾ പറഞ്ഞേ. ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേമിൻ്റെ ഡിഫറൻസ് നമ്മളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദെൻ ദ നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ? അപ്പം n ഈക്വൽ ടു എന്നുള്ള ഡയറക്റ്റ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 632, അപ്പോൾ നമുക്ക് n എങ്ങനെ കണ്ടുപിടിക്കാം? n ഈക്വൽ ടു 632 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 4 ആണ് അല്ലേ? 4 ആണ് പ്ലസ് 1. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടും അല്ലേ? നമുക്ക് 4 + 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 158 + 1, അതായത് 159 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എന്ത് വന്നു? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ഈ ഫോർമുല പഠിച്ചിട്ടുണ്ട്. n ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? n ഈക്വൽ ടു L - A ഡിവൈഡ് ബൈ D + 1. ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്ലിയർ ആണല്ലോ? L എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പം ഫസ്റ്റ് ടേമിൻ്റെ ലാസ്റ്റ് ടേമിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻസ് ആണ് എത്രയും? നമുക്ക് 632 എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അത് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 4 നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ പ്ലസ് 1 നമ്മൾ ചെയ്ത ആൻസർ കിട്ടും. ക്ലിയർ അല്ലേടാ? ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ചോദ്യം. ഇഫ് ദ ഫസ്റ്റ് ടേം ഓഫ് എ GP ഈസ് 1 ആൻഡ് ദ സം ഓഫ് തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 90, ദെൻ ദ പോസിറ്റീവ് കോമൺ റേഷ്യോ. എനിക്കൊന്ന് ഇതും നമ്മൾ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, എന്താണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് ടേം A ഈക്വൽ ടു നമുക്ക് 1 എന്ന് തന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് തേർഡ് ആൻഡ് ഫിഫ്ത്ത്. തേർഡ് ടേം എന്ന് പറയുമ്പോൾ AR² ആണ്. ദെൻ ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ AR⁴ ആണ്. ഈക്വൽ ടു നമുക്ക് 90 ആണ്. A നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ R² + R⁴ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 90. A 1 ആയതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് നോക്കണ്ട. ദെൻ R² + R⁴ - 90 ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ ഇവിടെ നമുക്ക് R² + R² - 90 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വന്നു. ദെൻ ഇവിടെ R⁴ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു. R² ² + R² - 90 ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. ദെൻ R² ഞാൻ X എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? X² + X - 90 ഈക്വൽ ടു 0 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90യും -90യും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 പറഞ്ഞു. അത് ഏതൊക്കെ നമ്പറാണ്? 10 × -9 അല്ലേ? 10 × -9 ആണ്. അപ്പോൾ നമുക്ക് X + 10ഉം അതുപോലെ തന്നെ X - 9ഉം നമുക്ക് എന്ത് ചെയ്യാം? 0 ഇക്വേറ്റ് ചെയ്യാം. ദെൻ ഇവിടുന്ന് X ഈക്വൽ ടു -10ഉം ഇവിടെ X ഈക്വൽ ടു നമുക്ക് 9ഉം വരും. Xൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്? R² ആണ്. R² ഈക്വൽ ടു -10ഉം R² ഈക്വൽ ടു 9ഉം വരും. ഈ വാല്യൂ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ നെഗറ്റീവ് ആയതുകൊണ്ട് ദെൻ ഇവിടുന്ന് R ഈക്വൽ ടു ± 3 എന്ന് വരും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ് കോമൺ റേഷ്യോ എന്നാണ്. അപ്പോൾ ഇവിടെ ±3 ഉള്ളതുകൊണ്ട് +3 നമ്മൾക്ക് എടുത്താൽ മതി. അപ്പോൾ ആൻസർ എത്ര വന്നു? +3 എന്ന് വരുമ്പം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ചോദ്യം. ക്ലിയർ ആണല്ലോ മക്കളെ? ഒരു മിനിറ്റ്. ഓക്കെ, തിരിച്ചു വന്നു. വേഗം ആൻസർ ചെയ്തോ. ഇതിൻ്റെ ആൻസർ പറഞ്ഞേ, വേഗം പറഞ്ഞേ മക്കളെ. ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. In an arithmetic sequence, the sum of first and third term is 6 and the sum of second and fourth term is 20. Then the 11th term കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം ചെയ്യണേ. എന്താ ചോദിച്ചിരിക്കുന്നത്? In an arithmetic sequence, AP കാര്യമാണ് പറയുന്നത് കേട്ടോ. സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം എന്ന് പറയുമ്പം എയും A+ 2D അല്ലേ? അതെത്രയാണ്? 6 ആണ്. അപ്പോൾ നമുക്കിവിടെ 2A + 2D ഈക്വൽ ടു നമുക്ക് 6 എന്ന് എഴുതാം. ദെൻ 2 കോമൺ ആയിട്ട് എടുത്താൽ A + D ഈക്വൽ ടു നമുക്ക് 6 എന്ന് എടുക്കാം. ദെൻ A + D ഈക്വൽ ടു നമുക്ക് 3 എന്ന് എടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും മക്കളെ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ആൻസർ പറ വേഗം പറ. ദെൻ അടുത്തത് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടേം. സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടേം. സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടേം എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് ടേം എന്ന് പറയുമ്പോഴത്തേക്കിന് A + Dയും ദെൻ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ A + 3D ആണ്. അത് എത്രയാണ് വരുന്നത്? 20 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2A + 4D ഈക്വൽ ടു 20 എന്ന് കിട്ടും. ദെൻ 2 കോമൺ ആയിട്ട് എടുത്താൽ A + 2D ഈക്വൽ ടു നമുക്ക് 20 വരും. ദെൻ A + 2D എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 10 ആണ്.
ഓക്കെ, ദെൻ നമുക്ക് ഇവിടുന്ന് 2 ഇക്വേഷൻ കിട്ടി. ഇപ്പം a പ്ലസ് ഡി ഈക്വൽ ടു 3യും ദെൻ a പ്ലസ് 2d ഈക്വൽ ടു 10ഉം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 11th ടേം കണ്ടുപിടിക്കാനാണ്. ഇത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് d ഈക്വൽ ടു 7 എന്ന് കിട്ടും അല്ലേ. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 7 കിട്ടും. അത് ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് a ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? -4ഉം കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 11th ടേം ആണ്. 11th ടേം a11 എന്ന് പറഞ്ഞാൽ a പ്ലസ് 10d ആണ്. a പ്ലസ് 10d എന്ന് പറയുമ്പോൾ -4 പ്ലസ് 10 ഇൻറ്റു 7 അല്ലേ. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും -4 പ്ലസ് 70. എത്ര കിട്ടും? 66 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഇ ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ഇതാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കേ, 5th and 7th ടേം ഓഫ് എ GPR 12 and 48. അങ്ങനെയാണെങ്കിൽ 9th ടേം കണ്ടുപിടിക്കാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വേഗം ചെയ്യണേ. 5th and 7th ടേം. അപ്പം 5th ടേം ഓഫ് എ GP എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? AR⁴, അത് 12 ആണ്. ദെൻ 7th ടേം എന്ന് പറഞ്ഞാൽ AR�6 ഈക്വൽ ടു 48 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 6ഉം എയും കിട്ടും. ഓക്കെ, AR⁴ AR⁴ ഈക്വൽ ടു 48/12 എന്നാണ്. ദെൻ ഇതും കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് R² കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 4 എന്ന് കിട്ടും. ദെൻ R² നമുക്ക് 4നെ നമുക്ക് 2² എന്ന് എഴുതാം. ഇവിടുന്ന് R ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? +or-2 എന്നാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, ഇവിടെ നമ്മൾ 2 എന്ന് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ദെൻ അടുത്ത നമുക്ക് വേണ്ട എന്താണ്? 9th ടേം. എ വേണ്ട, എ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം എ കണ്ടുപിടിക്കണമെങ്കിൽ a ഈക്വൽ ടു 12/r⁴. ഓക്കെ, അപ്പം a ഈക്വൽ ടു 12/2⁴. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരും? ഇത് ഡിവൈഡ് ചെയ്താൽ 3/4 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? 9th ടേം എന്ന് പറഞ്ഞാൽ a8 ആണ്. AR�8 ആണ്. അപ്പോൾ നമുക്ക് a എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 3/4 ആണ്. ദെൻ 2�8 ആണ്. ഓക്കെ, നിങ്ങളിത് കട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇൻറ്റു 2�6 എന്ന് വരും. ആൻസർ 64 ഇൻറ്റു 3 എന്ന് വരും. ദെൻ 192 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? 192 വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ഇപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. 3 numbers are in arithmetic progression. Their sum is 21 and the product of the first number and the third number is 45. ശ്രദ്ധിച്ച് വായിക്കണേ, ഇത് നമ്മൾ ചെയ്തിട്ടില്ല ഈ ചോദ്യം. 3 numbers are in arithmetic progression. 3 numbers അല്ലേ. 3 numbers നമ്മൾ എ ബി സി എന്ന് കൺസിഡർ ചെയ്തോ. 3 numbers are in arithmetic progression ആണെങ്കിൽ their sum is 21. അപ്പം a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 21 എന്ന് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് നമ്പർ ആൻഡ് തേർഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ എയും തേർഡ് നമ്പർ സിയും ആണ്. അത് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 45 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് ദിസ് 3 numbers നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? a ഇൻറ്റു ബി ഇൻറ്റു സി ആണ് കണ്ടുപിടിക്കേണ്ടത്. a ഇൻറ്റു ബി ഇൻറ്റു സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, ഞാനൊരു കാര്യം പഠിപ്പിച്ചായിരുന്നു. എ ബി സി ആർ ഇൻ എ പി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2b ഈക്വൽ ടു a പ്ലസ് സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2b ഈക്വൽ ടു a പ്ലസ് സി എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനകത്ത് a പ്ലസ് സിക്ക് പകരം നമുക്ക് 2b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? ഇത് 2b ഈക്വൽ ടു a പ്ലസ് സി നമുക്ക് എഴുതാൻ പറ്റും. എ ബി സി ആർ ഇൻ എ പി ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ a പ്ലസ് ബി പ്ലസ് സിക്കകത്ത് a പ്ലസ് സിക്ക് പകരം നമുക്ക് 2b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? അപ്പം നമുക്ക് 2b പ്ലസ് ബി ഈക്വൽ ടു 21 എന്ന് വരും. അതായത് 3b ഈക്വൽ ടു 21 എന്ന് വരും. ദെൻ b ഈക്വൽ ടു നമുക്ക് 7 എന്ന് കിട്ടും അല്ലേ. ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, a ഇൻറ്റു സി നമുക്ക് 45 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? a b c ചെയ്യണമെങ്കിൽ 45 ഇൻറ്റു 7 ചെയ്താൽ പോരെ? 45 ഇൻറ്റു 7 ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 315 നമുക്ക് കിട്ടും ആൻസർ. ഓക്കെ, 315 എത്രയാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. സ്റ്റാൾവാർട്ട് കിങ്, ഗോപിക എം ബി, ക്ലിയർ ആണോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. വേഗം പിടിച്ചോ, വേഗം ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. നമുക്ക് വേഗം ചെയ്യാം കേട്ടോ. 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, നമ്മൾ തീരാറായി. നോക്കിക്കേ,
ഇതാണ് ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് 5 കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ജി പി നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ തന്നെയാണ് 5 കൺസിക്യൂട്ടീവ് ടേമിനെ നമ്മൾ എങ്ങനെ എഴുതും ഞാൻ ഇത് ചെയ്ത പ്രോബ്ലം തന്നെ വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ ആകും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് ഈ ക്വസ്റ്റനും കൂടെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ചെയ്ത ചോദ്യം കൂടെ എന്ത് ചെയ്യുന്നത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കറിയാം 5 എ പിയിൽ ജി പിയിലെ 5 ടേംസിന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് എ ആർ സ്ക്വയർ ദെൻ എ ബൈ ആർ ദെൻ നമുക്കിൻ്റെ പ്രൊഡക്റ്റാണ് വേണ്ടത് അല്ലേ അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഇട്ട് തന്നെ എഴുതാം ഇൻറ്റു എ ഇൻറ്റു എ ആർ ഇൻറ്റു എ ആർ സ്ക്വയർ 5 ടൈംസ് ആയില്ലേ അത് എത്ര വന്നു 243/32 ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ ആറിൻ്റെ ടൈംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് ബാക്കി എന്തുണ്ട് a⁵5 = 243/32 എന്ന് വരും ഓക്കെ 32 ആണ് a⁵5 = 243 എന്ന് പറഞ്ഞാൽ 3⁵5 ആണ് 32 എന്ന് പറഞ്ഞാൽ 2⁵5 ആണ് അപ്പോൾ നമുക്ക് 3/2 എന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റും അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് a = നമുക്ക് 3/2 എന്ന് ഈസി ആയിട്ട് എഴുതാൻ പറ്റും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിഡിൽ ടേം ആണ് നമ്മൾ ഈ എഴുതിയതിനകത്ത് മിഡിൽ ടേം ഏതാ വരുന്നത് a അല്ലേ നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 3/2 ആണ് ക്ലിയർ ഓക്കെ ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് വേഗം ചെയ്യണം കേട്ടോ ഇതാണ് നെക്സ്റ്റ് ചോദ്യം ഇത് ശരിക്കും പറഞ്ഞാൽ കീമിൻ്റെ ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ കീമിൻ്റെ ചോദ്യമല്ല ജെയ്മെയിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പക്ഷേ നോക്കിയൊക്കെ കീം ലെവലുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ടാണ് ഇത് പ്രാക്ടീസിന് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം ചെയ്ത മക്കളെ ഇതാണ് ചോദ്യം കേട്ടോ ഇഫ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ if a1 a2 a3 etc are in AP such that a1 plus a7 plus a16 equal to 40 ആണ് then the sum of first 15 terms of AP ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് എ പിയിലാണെങ്കിൽ a1 plus a7 plus a16 a1 എന്ന് പറഞ്ഞാൽ a തന്നെയാണ് ദെൻ a7 എന്ന് പറഞ്ഞാൽ a+6d ആണ് a16 എന്ന് പറഞ്ഞാൽ a+15d ആണ് അത്രയും സമ്മ എത്രയാണ് 14 ആണ് തന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇത് ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും 3a plus 21d equal to നമുക്ക് 14 എഴുതാം ഇവിടെ ഞാൻ 3 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ a+7d അല്ലേ a+7d equal to നമുക്ക് 14 എഴുതാം ദെൻ a+7d നമുക്ക് എത്ര വരും 40/3 എന്ന് എഴുതാം ഇത് ജെയ്മെയിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഓക്കെ പക്ഷേ കീം ലെവലിൽ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചത് കേട്ടോ ദെൻ ഫസ്റ്റ് 15 ടേംസിൻ്റെ സമ്മ എ പിയുടെ S15 എന്ത് വരും 15/2 ഇൻറ്റു 2a + 14d അല്ലേ അപ്പോൾ ഞാൻ എന്താണ് 15/2 അതിനകത്ത് ഞാനൊരു 2 കോമൺ എടുത്തു അപ്പോൾ എനിക്ക് എന്ത് കിട്ടി a+7d എന്ന് വന്നു a+7dയുടെ വാല്യൂ ഇപ്പോൾ കണ്ടോ 40/3 എഴുതിയിരിക്കുന്നത് അതാ ഇവിടെ 2 പോയാൽ 50 ഇൻറ്റു 40/3 എന്ന് വരും അപ്പോൾ ദാ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5 വരും അപ്പോൾ നമുക്ക് എത്ര കിട്ടും സോറി 200 കിട്ടും അല്ലേ 200 നമുക്ക് കിട്ടും ആൻസർ ക്ലിയർ ആണോ 200 ആണ് ആൻസർ ഓപ്ഷൻ ബി കണ്ടോ മക്കളെ ഇപ്പോൾ ജെയ്മെയിൻ്റെ ചോദ്യം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഇത് കീമിനറ്റ് ലെവലുള്ള ചോദ്യമാണ് കീമിനും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് ക്ലിയർ ദെൻ നെക്സ്റ്റ് ചോദ്യം നമ്മൾ മുമ്പേ ഇതേപോലെ തന്നെ ഒരു ചോദ്യം ചെയ്തതാണ് 90 ഇതേപോലെ തന്നെ ചെയ്തതാണ് പക്ഷേ ഈ ചോദ്യമല്ല ചെയ്തത് കേട്ടോ ഓക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് കുറച്ച് ലെങ്തി ആയി നീണ്ടുപോയി ക്വസ്റ്റ്യൻ ഏതാണ് നിങ്ങൾ ചെയ്തോ ഇഫ് 19th ടേം ഓഫ് എ നോൺ സീറോ എ പി 0 അതായത് 19ാമത്തെ ടേം എന്ന് പറഞ്ഞൊരു എ പിയിൽ എന്താണ് 0 ആണെങ്കിൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത് 49th ടേമിൻ്റെയും 29th ടേമിൻ്റെയും റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ 19ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 0 ആണെന്നാണ് പറഞ്ഞത് അപ്പം a19 അതായത് a+18d = നിങ്ങൾക്ക് എന്താണ് 0 ആണ് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് a = -18d നമുക്ക് എഴുതാം ദെൻ കണ്ടുപിടിക്കേണ്ട എന്താണ് 49th ടേം എന്ന് പറയുമ്പോഴത്തേന് a+48d ഡിവൈഡഡ് ബൈ 29th എന്ന് പറയുമ്പോൾ a+28d ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത് എയുടെ വാല്യൂ നമുക്ക് -18d എന്ന് കൊടുക്കത്തില്ലേ +48d ഡിവൈഡഡ് ബൈ -18d +48d സോറി 28d ഓക്കെ 28d മക്കളെ വേഗം ആൻസർ പറയടാ എന്ത് വരും ആൻസർ നമുക്കിത് ചെയ്താൽ 30d ഡിവൈഡഡ് ബൈ 10d എന്ന് കിട്ടും ഡിയും പോയി കഴിഞ്ഞാൽ 3/10 എന്ന് പറയുമ്പോൾ 3/1 വരും ആൻസർ 3:1 വരും എത്രയാണ് 3:1 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ആണോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഇനി ലാസ്റ്റ് ഒറ്റ ചോദ്യമാണ് അത് നമ്മുടെ AM-ൻ്റെയും GM-ൻ്റെയും കേസ് വെച്ച് ഇത് ജെയ്മെയിൻ്റെ ചോദ്യമാണ് അതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ് എന്നാലും നമുക്ക് ഇതിൻ്റെയും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM-ൻ്റെയും GM-ൻ്റെയും കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം കേട്ടോ ഇത് നമ്മുടെ ജെയ്മെയിൻ്റെ ഒരു ചോദ്യമാണ്
2020 ജെയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. പക്ഷേ നമുക്ക് കീമിനായി AM-നും GM-നും കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാർ എന്ത് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ഈ M arithmetic means and 3 geometric means. അപ്പോൾ എത്ര arithmetic means എന്ന് പറയുന്നില്ല, M arithmetic means എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ എത്ര geometric mean എന്ന് പറയുന്നുണ്ട്? 3 geometric means എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 3 geometric mean എന്ന് പറയുന്നുണ്ട്. M arithmetic meansഉം 3 geometric meansഉം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസേർട്ടഡ് ബിറ്റ്വീൻ 3 and 243. 3ക്കും 243ക്കും ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? M arithmetic means ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കേസ് ഉണ്ട്. അതുപോലെ തന്നെ 3 ജോമെട്രിക് മീൻ ഇൻസേർട്ട് ചെയ്യുന്ന അടുത്ത കേസ്. പക്ഷേ രണ്ടിലെ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 3ക്കും 243ക്കും ബിറ്റ്വീൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് AM, അതായത് 4ാമത്തെ അരിത്തമെറ്റിക് മീനും അതുപോലെ 2ാമത്തെ ജോമെട്രിക് മീനും എന്താണ്? ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇത് സോൾവ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ആ കോൺസെപ്റ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ AM-ൻ്റെയും GM-ൻ്റെയും കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? M arithmetic means എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് A1, A2, A3 എക്സെട്ര എന്താണ് മക്കളെ? AM അല്ലേ? M arithmetic means എന്ന് പറയുമ്പോൾ ഇത്രയാണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ N arithmetic mean എന്ന് പറയുമ്പോൾ A1 + A2 A1 A2 A3 എക്സെട്ര AN എന്നാണ് നമ്മൾ N arithmetic mean പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മൾ ആർക്കൊക്കെ ബിറ്റ്വീൻ ഇൻസേർട്ട് ചെയ്യുന്നത്? 3ക്കും 243ക്കും ബിറ്റ്വീൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇതുപോലെ 3ക്കും 243ക്കും ഇടയ്ക്ക് നമ്മൾ ജോമെട്രിക് മീൻ എത്ര എണ്ണം? G1 G2 G3 3 ജോമെട്രിക് മീനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ AM ഇൻസേർട്ട് ചെയ്താൽ ഇത് എന്തിലാകുമെന്നാണ് പറഞ്ഞത്? R in AP. 2 നമ്പേഴ്സിന് ബിറ്റ്വീൻ നമ്മൾ ഇത്ര അരിത്തമെറ്റിക് മീൻസ് ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് APയിലാകുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഇതാണ്. ദെൻ കോമൺ ഡിഫറൻസ് എന്തായിരുന്നു AM-ൻ്റെ കേസിൽ? D = എന്താ നമ്മൾ പറഞ്ഞത്? B - A by എന്താണ്? N+1 എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ B എന്താണ്? B എന്ന് പറഞ്ഞാൽ 243 ആണ്. A എത്രയാണ്? 3 ആണ്. ദെൻ N-ന് പകരം ഇവിടെ M arithmetic means എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? M+1 എന്ന് എഴുതാം. അപ്പോൾ എത്ര വന്നു? 240 ഡിവൈഡഡ് ബൈ M+1 ആണ് എന്ത്? നമ്മുടെ കോമൺ ഡിഫറൻസ്. അത്രയും ക്ലിയർ ആണല്ലോ? ഇത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ രാവിലെ അരിത്തമെറ്റിക് മീൻസിൻ്റെ ജോമെട്രിക് മീനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെയും എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ക്ലിയർ ആവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ്ട് ഈ ക്വസ്റ്റിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് M arithmetic means ആണ് എന്ത് ചെയ്യുന്നത്? 3ക്കും 243ക്കും ബിറ്റ്വീൻ എൻട്രി ചെയ്യുന്നത്. അത് ആദ്യത്തെ കേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3ക്കും 243ക്കും ബിറ്റ്വീൻ M arithmetic means ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ഇത് APയിലാണെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ദെൻ അപ്പോൾ കോമൺ ഡിഫറൻസ് എന്തെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള? AM-ൻ്റെ കേസിൽ B - A ഡിവൈഡ് ബൈ N+1 ആണ്. ഇവിടെ B 243 ആണ്. A എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ M arithmetic means എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ N-ൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? M ആണ് വരുന്നത്. അപ്പോൾ M+1 അതാണ്ട് ഇത് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി ഈ A1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? A1 കണ്ടുപിടിക്കണമെങ്കിൽ 3യുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ദാണ്ട് ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A1 കിട്ടും. A2 കണ്ടുപിടിക്കണമെങ്കിലോ ആ കണ്ടുപിടിച്ചതിന് കൂടെ വീണ്ടും ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ പറഞ്ഞ കേസാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? GM-ൻ്റെ കേസിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. GM-ൻ്റെ കേസ് പറയാൻ പോവുകയാണ്. അപ്പോൾ എന്താണ്? ഇനി ജോമെട്രിക് മീനാണ്. ഇനി 3ക്കും 243ക്കും ഇടയ്ക്ക് നമ്മൾ എത്ര ജോമെട്രിക് മീൻ ഇൻസേർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? 3 ജോമെട്രിക് മീൻസ് ഇൻസേർട്ട് ചെയ്യുവാണ് കേട്ടോ. 3 ജോമെട്രിക് മീൻ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. G1, G2, G3. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കോമൺ റേഷ്യോ നമ്മൾ എങ്ങനെ എഴുതുന്നത്? കോമൺ റേഷ്യോ R = B/A ഹോൾ റേസ് ടു 1/N+1 എന്നാണ് അല്ലേ? ഇവിടെ B എത്രയാണ്? 243 അല്ലേ? ഇവിടെ B എന്ന് പറഞ്ഞത് 243 ആണ്. A എത്രയാണ്? 3 ആണ് അല്ലേ? ഹോൾ റേസ് ടു 1 ഇവിടെ 3 ജോമെട്രിക് മീൻ എന്ന് പറയുന്നതുകൊണ്ട് ഈ N-ൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ് അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് 3 + 1 എന്ന് വരും. 243/3 എന്ന് പറഞ്ഞാൽ 81 ആണ്. 81 ഹോൾ റേസ് ടു 1/4 എന്ന് വരും. അത് എത്രയാണ് മക്കളെ? 3/4 ആണ് 81. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വന്നു? 3 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? 3 നമുക്ക് ആൻസർ കിട്ടി. കോമൺ റേഷ്യോ എത്ര കിട്ടി? 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? 4th AM ഇതിൻ്റെ 4ാമത്തെ AM, അതായത് A4 അല്ലേ?
A4 എന്ന് പറയുന്നത് നാലാമത്തെ AM, ഒന്നാമത്തെ AM എന്ന് പറഞ്ഞാൽ A1, രണ്ടാമത്തേത് A2, മൂന്നാമത്തേത് A3, നാലാമത്തേത് A4 അല്ലേ. അപ്പോൾ 4th AM നാലാമത്തെ അരിത്തമെറ്റിക് മീൻ എന്തിനോട് ഈക്വൽ ആണ്? ഈക്വൽ ടു സെക്കൻഡ് GM, രണ്ടാമത്തെ GM, അതായത് ഈ G2നോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A4 ഈക്വൽ ടു G2 എന്ന് എഴുതാം. A4 എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുന്നത്? A4 എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇതാണ് ഫസ്റ്റ് ടേം 3 അല്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ D ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഇതാണ്ട് ഇത് കിട്ടത്തുള്ളൂ അല്ലേ. ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ A+D ആഡ് ചെയ്താലേ നമുക്കിത് കിട്ടത്തുള്ളൂ. A+2D ആഡ് ചെയ്താലേ നമുക്കിത് കിട്ടുകയുള്ളൂ. A+3D ആഡ് ചെയ്താലേ നമുക്ക് A3 കിട്ടത്തുള്ളൂ. A+4D ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? A4 കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്ക് 4th AM എന്ന് പറഞ്ഞാൽ എന്താണ്? A+4D ആണ്. ദെൻ G2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ? G2 എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ടേം എങ്കിൽ A×R ചെയ്താലേ നമുക്ക് G1 കിട്ടുകയുള്ളൂ. A×R² ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? G2 കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? A×R² എന്ന് എഴുതാം. A എന്താണ്? 3 ആണ്. പ്ലസ് 4 D എന്താ മക്കളെ? കോമൺ ഡിഫറൻസ് നമുക്കിപ്പോൾ കിട്ടിയത് 240 ഡിവൈഡഡ് ബൈ M+1 ആണ്. ദെൻ A എന്താണ്? 3 R ഇവിടെ എത്ര കിട്ടിയത്? 3 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 3² എന്ന് പറയുമ്പോഴത്തേക്കും 9 ആണ്. ക്ലിയർ ആണോ? ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ മതി മക്കളെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടും. 3 + 4 × 240 എന്ന് പറഞ്ഞാൽ 960 ഡിവൈഡഡ് ബൈ M+1 ആണ്. ദെൻ ഇവിടെ നമുക്ക് 27 കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് 27 - 3 ചെയ്യാം. 960 ഡിവൈഡഡ് ബൈ M+1 ഈക്വൽ ടു നമുക്ക് 24 എന്ന് കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഇങ്ങോട്ട് M+1നെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് 24നെ താഴെ കൊണ്ടുപോകും. അപ്പം 960 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. അപ്പം M+1 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 40 എന്ന് കിട്ടും. എമ്മിൻ്റെ വാല്യൂ നമുക്ക് 40 - 1 39 എന്ന് കിട്ടും കേട്ടോ. എമ്മിൻ്റെ വാല്യൂ 39 കിട്ടും. അപ്പോൾ ഇത്രയൊന്നും കീമിന് ചോദിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് AM-ൻ്റെയും GM-ൻ്റെയും കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഒരു ചോദ്യം തന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ചോദ്യം ഒന്ന് കാണിച്ചു തന്നത്. ഇപ്പം നിങ്ങൾക്ക് AM-ൻ്റെയും GM-ൻ്റെയും കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് വാല്യൂസ് നമുക്ക് ഇതിനകത്തും ചൂസ് ചെയ്യുന്നതെന്നും പ്രോബ്ലംസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. എല്ലാ ഫോർമുലാസും കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഓരോ ചോദ്യത്തിൻ്റെ 4 മാർക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. തെറ്റിക്കരുത്, അടിപൊളിയായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. നാളെ അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും കാണാം. ബൈ ബൈ മക്കളെ. സീ യു.